Good evening all. I welcome all of you into the live discussion section of Riju PSK Classes, Medical Full Topic Question Paper. Myself, Anil Kumar, Zoology Faculty, Riju PSK Classes. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, ലെറ്റ് us start. The first question. Phytophthora alternaria mucor agaricus. Question എന്താണ്? Match is correct എന്നാണ്. Phytophthora aseptate mycelium basidiomyces. തെറ്റാണ്. Alternaria sexual reproduction absent deuteriomycete. Correct ആണ്. So the second one is a correct answer. Okay. Deuteriomycetes alternaria ആണ് നമ്മൾ പറയുന്ന എക്സാമ്പിൾ. അത് മാത്രമല്ല, അത് ഇംപെർഫെക്റ്റസ് ഫഞ്ചൈ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് ആബ്സെൻ്റ് ആണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് കൊണീഡിയ എന്ന് പറയുന്നതാണ്. ഓക്കെ, യെസ്. Now we can move into the next one. Which body of Government of India regulate the GM research and safety introducing organism for public services? അപ്പോൾ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പബ്ലിക് സർവീസസിന് ഒരു ഡാമേജസുകളും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതിനെ സേഫ്റ്റി ആയിട്ട് നോക്കാൻ വേണ്ടി നമുക്കൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേര് ജനറ്റിക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നാണ്. സോ ദി ആൻസർ ഈസ് തേർഡ്. Third one ആണ് ആൻസർ. ഓക്കെ, third one is a correct answer. Yes. Now we can move into the next question. In BT cotton, BT toxin present in the plant tissue as a protoxin is converted into active toxin due to എന്നാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളുടെ BT കോട്ടൺ അല്ലെ ബസിലസ് തുറിഞ്ചൻസിസ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് ഇൻസെക്ട് പെസ്റ്റ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അത് ബയോപെസ്റ്റിസൈഡാണ്. ബയോപെസ്റ്റിസൈഡാണ്, ഒരു ഇൻസെക്റ്റിലാണ് എത്തുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടേണ്ട നേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയാണ് ഇതിൻ്റെ ഈ ടോക്സിൻസുകൾ കൺവേർട്ട് ചെയ്ത് മാറുന്നതും അത് അബ്സോർബ് ചെയ്യുന്ന പ്ലേസ് എവിടെയാണെന്നാണ്. ഇൻസെക്റ്റിൽ മിഡ്ഗട്ടാണ് കംപ്ലീറ്റ് ഡൈജഷനും അബ്സോർപ്ഷനൊക്കെ നടക്കുന്ന പ്ലേസ്. അപ്പോൾ മിഡ്ഗട്ട് സെൽസുകളാണ് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ഇനാക്റ്റീവ് ആയിരിക്കുന്ന പ്രോട്ടോക്സിനെ എന്താക്കി മാറ്റുകയാണ്, ആക്റ്റീവ് ടോക്സിനാക്കി മാറ്റുകയാണ്. ക്രൈപ്രോട്ടീനാണ് അല്ലേ. അപ്പോൾ അത് ഏത് മീഡിയത്തിലാണ് എന്നാണ്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആക്റ്റീവ് ടോക്സിൻ അറ്റ് ആൽക്കലൈൻ pH. ആൽക്കലൈൻ pH ആണ്. എക്സ്പെഷ്യലി ഇൻസെക്ട് ഗട്ടിൽ എവിടെയാണ്, മിഡ് ഗട്ടിലാണ്. മിഡ് ഗട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ ഇൻസെക്ട് ഗട്ട് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, മിഡ് ഗട്ട് ഓർത്ത് വയ്ക്കും. ഓക്കെ, ഫോർ ഗട്ട് ഉണ്ട്, മിഡ് ഗട്ട് ഉണ്ട്, ഹൈൻ ഗട്ട്. മിഡ് ഗട്ടിലാണ് ഈ കൺവേർഷൻ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോത്ത് ഹാവ് കറക്റ്റ് കോമ്പിനേഷൻ എന്നാണ്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ഇതാണ് ചാപ്റ്റർ. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസർവേഷൻ. ഒരു 1 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഇൻസിറ്റു കൺസർവേഷനാണ്. ഇൻസിറ്റു കൺസർവേഷൻ ആകുമ്പോൾ അവിടെ 5 ടൈപ്സുകളെ പറ്റി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിലൊന്നാണ് ഹോട്ട്സ്പോട്ട്സ്, മറ്റൊന്നാണ് നമ്മൾ പറയുന്ന നാഷണൽ പാർക്ക്, ദെൻ തേർഡ് വൺ ബയോസ്ഫിയർ റിസർവ്സ്, ഫോർത്ത് വൺ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഫിഫ്ത്ത് വൺ സാക്രഡ് ഗ്രൂവ്സ്. അതൊഴികെ ബാക്കി ഏത് വന്നു കഴിഞ്ഞാലും എക്സിറ്റു കൺസർവേഷനാണ്. അപ്പോൾ ഇവിടെ ഇൻസിറ്റു ഏത് എന്നാണ്. ഇൻസിറ്റു കൺസർവേഷനിൽ നാഷണൽ പാർക്ക് പറയുന്നുണ്ട്, എക്സിറ്റു കൺസർവേഷനിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇൻസിറ്റു ക്രയോ പ്രിസർവേഷൻ തെറ്റാണ്. ഇൻസിറ്റു സീഡ് ബാങ്ക് തെറ്റാണ്. ഇൻസിറ്റു ടിഷ്യൂ കൾച്ചർ, അപ്പോൾ ഇത് മൂന്നും എന്താണ്, റോങ് നേച്ചറാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, 1 ആണ്. ഓക്കെ, യെസ്. We can move to the next question. Which of the following correct? എന്ന് വെച്ചാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വായിക്കുന്നതെന്ന് വെച്ചാൽ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ആ ഒരു വിസിബിലിറ്റി കുറച്ചൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ആൻജിയോടെൻസിൻ 2?
ആൻജിയോടെൻസിൻ 2 ആണ്. ആൻജിയോടെൻസിൻ 2 ആ മെക്കാനിസത്തിൻ്റെ പേര് തന്നെ നമ്മൾ ഓർക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു റെഗുലേറ്ററി മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിൻ്റെ പേര് റാസ് എന്നായിരുന്നു. റാസ് ഓട്ടോ റെഗുലേറ്ററി മെക്കാനിസം, റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റമാണ്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രഷർ കുറയുന്ന സമയത്താണ് ഈ ആക്ഷൻസുകൾ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഇവിടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പ്രഷറാണ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പ്രഷറാണ്, അതിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഡിക്രീസസ് ദി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പ്രഷർ എന്നാണ്. തെറ്റാണ്. ആക്ടിവേറ്റ് ദി അഡ്രിനൽ കോർട്ടെക്സ് ടു റിലീസ് ആൾഡോസ്റ്റിറോൺ. ആൾഡോസ്റ്റിറോൺ നമ്മളിൽ ആക്ട് ചെയ്യുന്ന മിനറലോകോർട്ടിക്കോയിഡ് ആണ്. ദാറ്റ് വിൽ ഹെൽപ്സ് ഫോർ ദി റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഫ്രം ദി റീനൽ ട്യൂബ്യൂൾ, സോ ദെർബൈ ഇൻക്രീസിങ് ദി ബ്ലഡ് പ്രഷർ. അത് നമുക്ക് പറയാൻ പറ്റും. പവർഫുൾ വാസോ കൺസ്ട്രിക്ടർ ആണ്, അതും ശരിയാണ്. ഡിക്രീസസ് GFR എന്നാണ് പറയുന്നത്, അത് തെറ്റാണ്. ഡിക്രീസ് ചെയ്യല്ല ചെയ്യുക, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ആക്ടിവേറ്റ് ദി JG സെൽ ടു റിലീസ് റെനിൻ എന്നാണ് പറയുന്നത്. റെനിനെ എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നാണ്. ആക്ടിവേറ്റ് ദി JG സെൽ ടു റിലീസ് റെനിൻ. ഏതിനെയാണ്? ആക്ടിവേറ്റ് JG സെൽസിനെയാണ്. റെനിനെ റിലീസ് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ മെക്കാനിസത്തിൻ്റെ പേര് തന്നെ എന്താണ്? നേച്ചറാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് എന്നാണ്. നോട്ട് കറക്റ്റ് ആണ്. അപ്പോൾ ഡിക്രീസസ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നോട്ട് കറക്റ്റ് ആണ്. അതേപോലെ ഡിക്രീസസ് GFR എന്ന് പറയുന്നത് നോട്ട് കറക്റ്റ് ആണ്. ആക്ടിവേറ്റ് ദി JG സെൽ ടു റിലീസ് റെനിൻ എന്ന് പറയുന്നതും തെറ്റാണ്. അപ്പം നമുക്കിവിടെ ആൻസർ വരിക എയും ഡിയും ഇയും എന്താണ്? തെറ്റാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. നോട്ട് കറക്റ്റ് ആണ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം ഒറിജിനൽ പരീക്ഷയിൽ. എന്നിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ? ആക്ഷൻ. നോർമലി ആൻജിയോടെൻസിൻ ഓജനെ കൺവേർട്ട് ചെയ്ത് ആൻജിയോടെൻസിനാക്കി മാറ്റുകയാണ്. അപ്പോൾ അത് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഒരിക്കലും റെനിനെ എന്ത് ചെയ്യില്ല? റിലീസ് ചെയ്യാൻ വേണ്ടി. റിലീസ് ചെയ്യുന്ന ഓട്ടോ റെഗുലേറ്ററി മെക്കാനിസത്തിലാണ്. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യുന്ന കണ്ടീഷനിൽ ഒരിക്കലും എന്ത് ചെയ്യപ്പെടുന്നില്ല? ഈ ആക്ഷൻസുകൾ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്? ലെവൽ ഓഫ് ഗൊണാഡോട്രോഫിൻസ് ഇൻക്രീസസ് അബ്നോർമലി ഇൻ പോസ്റ്റ് മെനോപോസ് വുമൺ. ശരിയാണ്. പോസ്റ്റ് മെനോപോസ് വുമണിൽ എന്ത് നടക്കുന്നില്ല? നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം നടക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ലെവൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സെൻട്രോക്രോമൻ എന്ന് പറയുന്നത് ദി കെമിക്കൽ സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദി സഹേലി. സഹേലിയിൽ കാണപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. നോൺ സ്റ്റീറോയിഡ് പ്രിപ്പറേഷനിൽ കാണപ്പെടുന്ന ഒന്നാണ്. അത് ഈസ്ട്രോജൻ റിസപ്റ്ററിനെയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ്? ശരിയാണ്. മോഡുലേറ്ററാണ്, നമ്മൾ സാധാരണഗതിയിൽ പറയുന്നതാണ്. Then menstruation occurs due to the reduction of levels of estrogen and progesterone. നോർമൽ കേസിൽ നമ്മൾ എടുക്കുന്നത് ഡിക്രീസ് ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ ആണ്. പക്ഷേ ഈസ്ട്രോണിൻ്റെ അളവും എന്ത് തന്നെയായിരിക്കും? ഇതേപോലെ കാണപ്പെടും. അതും എന്ത് ചെയ്യും? റിഡക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ എന്താണ്? കൂടുതലാണ്. അപ്പോൾ അതെല്ലാം ശരിയാണ്. ഫോർത്ത് വണ്ണിൽ കോൺട്രാസെപ്റ്റീവ് ഓറൽ പിൽസ് ഹെൽപ്സ് ഇൻ ബർത്ത് കൺട്രോൾ ബൈ കില്ലിംഗ് ഓവ എന്നാണ്. കോൺട്രാസെപ്റ്റീവ് പിൽസ് ഏത് തന്നെ ആയിക്കോട്ടെ, സ്റ്റീറോയിഡൽ ഓർ നോൺ സ്റ്റീറോയിഡൽ, ദറ്റ് വിൽ ഇൻഹിബിറ്റ് ദി ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അതാണ് നടക്കുന്നത്. ഓവുലേഷനോ ഇംപ്ലാന്റേഷനോ ഇൻഹിബിറ്റ് ചെയ്യാണ്, അല്ലാതെ ഗാമീറ്റ്സിന് ഒരിക്കലും എന്തുമല്ല നശിപ്പിച്ചു കളയല്ല ചെയ്യുന്നത്. അപ്പം ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് വൺ ആണ്. അപ്പോൾ ആൻസർ എന്താണ് വരിക? ഫോർത്ത് ചോയ്സ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഫോർത്ത് ചോയ്സ് ആണ് ആൻസർ. Now we can move on to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്യാരക്ടർ എക്സ്ക്ലൂസീവ് ടു ദി മെയിൽ കോക്രോച്ച് ആണ്. മെയിൽ കോക്രോച്ചിന് എക്സ്ക്ലൂസീവ് ആയിരുന്നു. മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ദറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ത്രൂ ബൈ എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഫീച്ചർ, ദറ്റ് ഈസ് ആനൽ സ്റ്റൈൽസ്. ആനൽ സ്റ്റൈൽസ് എന്ന് പറയും. ആനൽ സ്റ്റൈൽസ് ആണ്. ആ ഒരു ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. ഡയറക്റ്റ് ഓപ്ഷനാണ്. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോക്രോച്ചിൻ്റെ ഡയഗ്രാം കൊടുത്തെടുത്തിൽ ഈ ആനൽ സ്റ്റൈലിന് ഒരു പേരുകൂടി കൊടുത്തിട്ടുണ്ട്. ആ പേരാണ് കോഡൽ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. കോഡൽ സ്റ്റൈൽസ് ബോത്ത് ആർ സെയിം. അപ്പോൾ കോഡൽ സ്റ്റൈൽ എന്ന് വന്നാലും ആൻസറാണ്. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെയും എന്ത് ചെയ്യാം? വരാം. സ്പെർമാത്തിക്കയും കൊളീട്രൽ ഗ്ലാൻഡൊക്കെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്റ്റോറേജ് ഓഫ് സ്പെർമാത്തിക്ക. കൊളീട്രൽ ഗ്ലാൻഡാണ് ഊത്തിക്കയുടെ ഫോർമേഷന് സഹായിക്കുന്നത്. ഓക്കെ, യെസ്. Now we can move into the chemical coordination. Chapter chemical coordination എന്നുള്ളതാണ്. കെമിക്കൽ കോർഡിനേഷൻ എന്നുള്ള ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കറക്റ്റാണ്. കറക്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ അപ്പം എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. കറക്റ്റ് എന്ന് പറയുന്ന പാർട്ടിലേക്കാണ് പോകുന്നത്. കറക്റ്റ് മാച്ച് ഫ്രം ദി ഫോളോയിങ് എന്നാണ്. കാൽസിറ്റോണിൻ പാരാതൈറോയിഡ് തെറ്റാണ്. കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞാൽ തൈറോയിഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, ഗൊണാഡോട്രോഫിൻ ടെസ്റ്റിസെനോ. ഗൊണാഡോട്രോഫിൻസ് എന്ന് പറയുന്ന ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി എന്ന് വരുന്നതാണ്. അപ്പോൾ അതും തെറ്റാണ്. ഓക്സിറ്റോസിൻ ഹൈപ്പോതലാമസ്. ശരിയാണ്. ഹൈപ്പോതലാമസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോർഡ് ഇൻ പോസ്റ്റീരിയർ ലോബ് ന്യൂറോ ഹൈപ്പോഫൈസിസിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റിമുലേറ്റ് ദി സ്മൂത്ത് മസിൽസ് ആണ്. കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത്. ടാർഗറ്റ് സ്മൂത്ത് മസിൽസ് ആണ്.
മെലാറ്റോണിൻ പീനിയൽ ഗ്ലാൻഡിൽ തന്നെയാണ്. സ്ലീപ്പ് വേക്ക് സൈക്കിൾ ശരിയാണ്, ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് വരുന്നത്. അപ്പോൾ തേർഡും ഫോർത്തും ശരിയാണ്, ആ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. തേർഡ് മാത്രമല്ല, തേർഡും ഫോർത്തും ഓപ്ഷൻ ശരിയാണ്. അപ്പം 3 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, യെസ്. Now we can move to the next one. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അഫക്റ്റിംഗ് ദി ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ ലീഡിങ് ടു ഫെറ്റീവ് വീക്കനിങ് പാരാലിസിസ് ഓഫ് സ്കെലിറ്റൽ മസിൽ എന്നാണ്. സ്കെലിറ്റൽ മസിലിനെ എഫക്റ്റ് ചെയ്യുന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറിന് കാരണം എന്താണ്? ഇത് ഇമ്മ്യൂണിറ്റി ലാക്സ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി നോട്ട് ടു ഡിസ്ക്രിമിനേറ്റ് ദി സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആൻറ്റിജൻ. സെൽഫ് ആൻറ്റിജനെ നോൺ സെൽഫ് ആൻറ്റിജനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഫെയിൽസ് ടു ഡിസ്ക്രിമിനേറ്റ് എന്നാണ്. അക്വേർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് നമ്മൾ ഏത് പറയുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പറയുന്നത്. അതിൽ കുറേ അസുഖങ്ങളുണ്ട്. അതിലൊന്നാണ് ഏത്? മൈസ്തേനിയ ഗ്രേവ്സ്. നിങ്ങളുടെ ബുക്കിൽ തന്നെ വേറെയും അസുഖമുണ്ട്. ഗ്രേവ്സ് ഡിസീസ് പറയുന്നുണ്ട്, അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. മൈസ്തേനിയ ഗ്രേവ്സ് പറയുന്നത്, റുമാറ്റോഡ് ആർത്രൈറ്റിസ് പറയുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. സെൽഫ് ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് വണ്ണാണ് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഫോർത്ത് വണ്ണാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. Now let us move to the next one. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. How do parasympathetic neural signal affect the working of heart? വർക്കിംഗ് ഓഫ് ഹാർട്ടിനെ എഫക്റ്റ് പാരാസിമ്പതറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇറ്റ്സ് ആൻ ഓട്ടോണോമസ് നെർവ് സിസ്റ്റത്തിൻ്റെ ആക്ഷനാണ്. അത് മാത്രമല്ല, പാരാസിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്ററി ആണ്. ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സ്ലോ ഡൗൺ ദി ആക്ഷൻ, റെഡ്യൂസ് ദി ബോത്ത് റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ് ആൻഡ് കാർഡിയക് ഔട്ട്പുട്ട്. ആ ഒരു പോയിന്റ് വരുമ്പോൾ തന്നെ അത് മാർക്ക് ചെയ്യാം. നമുക്ക് വേറെ ഓപ്ഷനേ നോക്കേണ്ട കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ അത് റെഡ്യൂസ് എന്നാണ്, കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ സിമ്പതറ്റിക് ആണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? അത് കൂട്ടാനുള്ളതാണ്. എന്താ കാരണം വെച്ചാൽ അത് അഡ്രിനർജിക് ആണ്. അഡ്രിനാലിൻ്റെ ഒരു ആക്ഷൻ കൂടി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ആക്ഷൻ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? പാരാസിമ്പതറ്റിക് എന്ന് പറയുന്നത് കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് അവർ നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവസ് സിസ്റ്റം ആക്ട് ആസ് എ മാസ്റ്റർ ക്ലോക്ക് എന്നാണ്. മാസ്റ്റർ ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന നേച്ചർ ഏത് എന്നാണ്. മാസ്റ്റർ ക്ലോക്ക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ വേറൊരു ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. തെർമോസ്റ്റാറ്റ് ഓഫ് അവർ ബോഡിയാണ്. ആരാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിൽ ഒരു ന്യൂക്ലിയൈ ഉണ്ട്, സുപ്രാ കയാസ്മാറ്റിക് ന്യൂക്ലിയൈ എന്നാണ്. ദാറ്റ് വിൽ റെഗുലേറ്റ് ദി ബോഡി ആക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കാൻ കാരണം? മാസ്റ്റർ ക്ലോക്ക് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് വിളിക്കാൻ കാരണം മാസ്റ്റർ ക്ലോക്കാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഹൈപ്പോതലാമസിന് നിറയെ ഫംഗ്ഷനുണ്ട്. തെർമോസ്റ്റാറ്റ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവോളണ്ടറി ആക്ഷൻസുകൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് അതൊക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. Some emotions are regulated by hypothalamus. Some of the hormones are released by hypothalamus. അതുകൊണ്ട് തന്നെ ന്യൂറോ സെക്രീറ്ററി സെൻ്റർ ആണ്. ലോട്ട് ഓഫ് ഫങ്ഷൻസ് ആർ ഡൺ ബൈ ആരാണ്? ഹൈപ്പോതലാമസ്. ഓക്കെ, ഇ സി ജിയുടെ നേച്ചറാണ്. ഇ സി ജി എന്താണ്? ഗിവൺ ബിലോ ദി ഇ സി ജി ഓഫ് എ നോർമൽ ഹ്യൂമൻ ബീയിങ്. എന്താണ് ഇ സി ജി എന്ന് പറയുന്നത്? ഇ സി ജി ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് എന്താണ്? ഹാർട്ട് ഡ്യൂറിങ് വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അത് ഏട്രിയൽ കോൺട്രാക്ഷൻ ആൻഡ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഇതിനെയാണ്. അതിൽ ഒന്നാമത്തെ വേവിനെ നമ്മൾ വിളിക്കുന്ന പേര് പി വേവ് ആണ്. ദാറ്റ് വിൽ റെപ്രസെൻറ്റ് ദി ഏട്രിയൽ ഡീപോളറൈസേഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ ഓർ ഏട്രിയൽ കോൺട്രാക്ഷൻ. QRS ഇതാണ് അടുത്തത്, രണ്ടാമത്. വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ആണ്. വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ എന്ന് പറയും, ഡീപോളറൈസേഷൻ. ദെൻ ടി വേവ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ്. ഇതാണ് 3 വേവുകൾ നമുക്ക് തന്നിരിക്കുന്നത്. ദർ ഈസ് എനി ചേഞ്ച് ഇൻ ദി വേവ് ദാറ്റ് വിൽ ഇൻഡിക്കേറ്റ് മയോകാർഡിയൽ ഡിസീസസ്, ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും പി ആൻഡ് പി കാർ ടുഗദർ. അതൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നോർമലി 3 വേവ് വൈസ് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ പി ഇനീസിയേഷൻ ഓഫ് ലെഫ്റ്റ് ഏട്രിയൽ ബോത്ത് ഏട്രിയാണ്. അപ്പോൾ അതാണ് ഏട്രിയൽ ഡീപോളറൈസേഷൻ. സോ കോംപ്ലക്സ് ഓഫ് QRS ഡീപോളറൈസേഷൻ ഓഫ് എന്താണ്? വെൻട്രിക്കിൾ. ഇറ്റ് ഈസ് ട്രൂ, അതാണ് ട്രൂ. ഇത് ഏട്രിയൽ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. സോ ദി ആൻസർ ഈസ് തേർഡ് വൺ. പലപ്പോഴായി പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ഒന്നാണ് ഇ സി ജി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക. നൗ വി ക്യാൻ മൂവ് ഇൻ ടു ദി ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹെൽത്ത് ആൻഡ് ഡിസീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. 5ഓളം ക്വസ്റ്റ്യൻസുകൾ സാധ്യതയുള്ളതാണ്.
എല്ലാ പാർട്ടിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിസീസസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എയ്ഡ്സ് ക്യാൻസർ എന്ന് ഓരോ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും, അതേപോലെ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് അതിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില മരുന്നുകളുടെ പേരുകളും ആക്ഷൻസുകളാണ് നമ്മളോട് പറയാൻ. മെൻ്റൽ ഇൽനെസ്സിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസോംനിയ, അതേപോലെ തന്നെ ഡിപ്രഷന്, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ് ചെയ്യാൻ, ഫോബിയ, ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ്സുകൾ പറയുന്നത്. ഒപ്പിയോയിഡ് നാർക്കോട്ടിക്സ് ഉണ്ട്, കനാബിനോയിഡ്സുകളുണ്ട്, കൊക്ക ആൽക്കലോയിഡ്സുകളുണ്ട്, അതുപോലെ സിന്തറ്റിക് ഡ്രഗ്സുകളായിരിക്കും ആംഫിറ്റാമൈൻ ഉണ്ട്, ബെൻസോഡൈസോഫൈൻസ്, ട്രാങ്കുലൈസേഴ്സ് എന്നറിയപ്പെടുന്നത്, ബാർബിട്രിക് ആസിഡ് നിന്നുണ്ടാക്കുന്ന ബാർബിട്രേറ്റ്സുകളുണ്ട്. ഇങ്ങനെ പല ഡ്രഗ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നത്. അതിൽ മോർഫിൻ വളരെ പ്രധാനപ്പെട്ടാണ്. സർജറി ഒക്കെ നടത്തിയിരിക്കുന്ന ആൾക്കാരിൽ സെഡേറ്റീവ് ആൻഡ് പെയിൻ കില്ലറായിട്ട് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രഗാണ് ഇത് മോർഫിൻ എന്ന് പറയുന്നത്. അപ്പം 1A അത് കറക്റ്റ് തന്നെയാണ്, 1A ആണ്. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ ഡൈ അസറ്റൈൽ മോർഫിൻ ആണ്, അസിറ്റിലേഷൻ ഓഫ് മോർഫിൻ, സ്മാക്ക് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഒരു ക്രിസ്റ്റലൈൻ ബിറ്റർ കോമ്പൗണ്ട് ആണ്. ആക്ട് ആസ് എ ഡിപ്രസൻറ്റ് തന്നെയാണ്. സെക്കൻഡ് വണ്ണിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് B തന്നെയാണ്. ദെൻ കൊക്കെയിൻ എന്താണ്? പൊട്ടൻഷ്യൽ സ്റ്റിമുലൻ്റ് ആണ്. കൊക്കെയിൻ, കോക്ക് ഓർ ക്രാക്ക്, എറിത്രോസൈലം കൊക്ക. അതുകൊണ്ട് തന്നെ കൊക്കെയിൻ എന്താണ്? സ്റ്റിമുലേറ്ററി ഇഫക്റ്റ് ആണ്, സ്റ്റിമുലേറ്ററി ഇഫക്റ്റ്. അത് മാത്രമല്ല, ദറ്റ് വിൽ ആക്ട് ഓൺ ദി, അല്ലെങ്കിൽ ഇൻഹിബിറ്ററി ആക്ഷൻ ഓൺ ദി ഡോപ്പാമൈൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഡോപ്പാമൈൻ്റെ ഒരു ആക്ഷനോട് കൊക്കെയിൻ്റെ നേച്ചർ NCERT ബുക്കിൽ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് നോട്ട് ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ കൊക്കെയിൻ ആണ് പറയുന്നത്, കൊക്കെയിൻ. അപ്പോൾ പൊട്ടൻഷ്യൽ സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ തേർഡ് വൺ എന്താണ്? C ആണ്. ദെൻ ബെൻസോഡൈസോഫൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാങ്കുലൈറ്റേഴ്സ് ആണ്. അപ്പോൾ ഫോർത്ത് വൺ എന്താണ്? D ആണ്. അപ്പോൾ 1A 2B 3C 4D. സെക്കൻഡ് വൺ ആണ് എന്ത് ചെയ്യുന്നത്? ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ദെൻ എ പേഴ്സൺ ലിവിങ് ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ നേച്ചറാണ് പറയുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഫോർ ഇയർ ബിക്കം മോർ ആൻഡ് മോർ അക്ലിമൈസ് ടു ലോ പാർഷ്യൽ പ്രഷർ ബൈ ദി ഫോളോയിങ് എക്സെപ്റ്റ്. അപ്പോൾ നമ്മൾ അഡാപ്റ്റേഷൻ അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ അഡാപ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് RBC എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുക. ഹൈപ്പോക്സിയ കണ്ടീഷനാണ്, കുറവാണ്. അതുകൊണ്ട് കുറേ എന്തുണ്ടാവും? ആൾട്ടിറ്റ്യൂഡ് സിക്നസ് നേച്ചറുകൾ, നോസിയ, പാൽപിറ്റേഷൻ, ഇങ്ങനെയുള്ള കണ്ടീഷൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ്. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്? ഇൻക്രീസ്ഡ് ഹീമോഗ്ലോബിൻ കണ്ടന്റ്, അതുപോലെ ഇൻക്രീസ്ഡ് RBC കണ്ടന്റ്, അതുപോലെ എഫിനിറ്റി എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അങ്ങനെയുള്ള കണ്ടീഷൻസുകളെല്ലാം അതിന് അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് പെർമനൻ്റ്ലി എന്നാണ്. എപ്പോഴും നമുക്ക് കാർഡിയാക് ഔട്ട്പുട്ട് പെർമനൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് മോർ ഡേഞ്ചറസ്. അങ്ങനെയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്, ഹാർട്ടിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ മേ ബി ലീഡ്സ് ടു ദി ഫേറ്റൽ കണ്ടീഷനിലേക്കൊക്കെ പോകും. അപ്പം ഇതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മളോട് ചോദിച്ചത് ഇതെല്ലാം ശരിയാണ് എക്സെപ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആണ് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ആൾട്ടിറ്റ്യൂഡ് സിക്നസ് അഡാപ്റ്റേഷൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏത് അഡാപ്റ്റേഷൻ വേണമെങ്കിലും വരാം. ഒരു അഡാപ്റ്റേഷൻ്റെ ക്വസ്റ്റ്യൻ കൂടി ഇതിൽ വന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ബിലോ എന്നാണ് പറഞ്ഞത്. നമ്മളെ പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്, എങ്ങനെയാണ് ആ പൊട്ടൻഷ്യലിൻ്റെ നേച്ചർ എന്ന് പറയാൻ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. പുറത്ത് പോസിറ്റീവ് ചാർജാണ്, അകത്ത് എന്താണ്? നെഗറ്റീവ്. പുറത്ത് പോസിറ്റീവ് ചാർജ് പോസിറ്റീവ്ലി ചാർജ് Na+ അയോൺസിനും, അകത്ത് എന്താണെങ്കിൽ നമ്മളവിടെ പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് എന്താണ്? K+ അയോൺസ് ആണ്. K+ അയോൺസ് ഫ്രീലി മൂവബിൾ ആണ്. റെസ്റ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ആ മെംബ്രെയിൻ നമ്മൾ പോളറൈസ്ഡ് മെംബ്രെയിൻ ആണ്, ഇംപെർമിയബിൾ ആണ്. ഈ മെംബ്രെയിൻ എന്താണ്? ഇംപെർമിയബിൾ ടു സോഡിയം അയോൺസ് ആൻഡ് ഫ്രീലി പെർമിയബിൾ ടു എന്താണ്? K+ അയോൺസ്. ആർക്ക് ഇംപെർമിയബിൾ ആണ്? നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസിന്. അപ്പോൾ അതാണ് നോക്കുന്നത്. റെസ്റ്റിംഗ് മോർ പെർമിയബിൾ ഫോർ സോഡിയം അയോൺസ്, തെറ്റാണ്. Resting set axolama is impermeable to both potassium and sodium. അതും തെറ്റാണ്. പൊട്ടാസ്യത്തിന് ഫ്രീലി മൂവബിൾ ആണ്, ഫ്രീലി ആണ്. Then resting axolama is more permeable to both potassium and sodium ions. അതും തെറ്റാണ്. അപ്പം നമ്മൾ എടുക്കുന്ന റെസ്റ്റിംഗ് ന്യൂറോൺ axolama is comparatively more permeable to potassium and nearly impermeable to sodium. This is the condition that will maintain എന്താണ്? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മൂന്ന് വിധത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് പെർമിയബിലിറ്റി ഓഫ് മെംബ്രെയിൻ, രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ്, മൂന്നാമത്തെ സോഡിയം പൊട്ടാസ്യം പമ്പ്, അതിൻ്റെ ആക്ഷൻ കൂടിയാണ്. സോഡിയം പൊട്ടാസ്യം പമ്പ് ആണെങ്കിൽ 3 Na+ പുറത്തേക്ക് കൊടുക്കും, 2 K+ എന്ത് ചെയ്യും? അകത്തേക്ക് കൊടുക്കും. 2 K+നെയാണ് അകത്തേക്ക്. അപ്പോൾ ഒരിക്കലും പുറത്ത് എന്ത് ചെയ്യില്ല? ആര് കുറയില്ല? സോഡിയം അയോൺസ് കുറയില്ല. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ എന്ത് ചെയ്യും? നിലനിൽക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
ഓവുലേഷൻ ഡസ് നോട്ട് ഒക്കറിങ് ഇൻറ്റൻസ് ലാക്ടേഷൻ ഫോളോയിങ് പെർച്ചുറേഷൻ വൈ എന്നാണ് ചോദ്യം. ഇൻറ്റൻസ് ലാക്ടേഷൻ നടക്കുന്ന സമയത്ത്, ഇൻറ്റൻസ് ലാക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ മദറിൽ, ലാക്ടേറ്റിംഗ് മദറിൽ ഇൻക്രീസ്ഡ് പ്രൊലാക്റ്റിനാണ് ഉണ്ടാവുക. ഇൻക്രീസ്ഡ് പ്രൊലാക്റ്റിൻ. ഈ പ്രൊലാക്റ്റിനൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ആക്ഷൻ ഓൺ ദി ഗൊണാഡോട്രോഫിൻസ്. അത് ആരെ ഇൻഹിബിറ്റ് ചെയ്യും? ഗൊണാഡോട്രോഫിൻസിനെ ഇൻഹിബിറ്റ് ചെയ്യും, നെഗറ്റീവ്ലി ആക്ഷൻ. അതുകൊണ്ട് ഇൻക്രീസ്ഡ് പ്രൊലാക്റ്റിനാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രൊലാക്റ്റിനെ PRL എന്നും കൂടിയാണ് പറയാറ്. അപ്പോൾ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റ് ദി GNRS, ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും, റിലീസ് ഫ്രം ദി ഹൈപ്പോതലാമസ്. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം സെക്സ് ഹോർമോണിൻ്റെ നേച്ചറാണ് പറഞ്ഞത്. സെക്സ് ഹോർമോൺ നോർമൽ കേസിൽ എന്താണ് നെഗറ്റീവ്ലി ആക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ റെഗുലേഷൻ നടക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആരാണ്? ഇൻറ്റൻസ് ലാക്ടേറ്റിംഗ് മദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, അതാര് മാത്രമാണ്? പ്രൊലാക്റ്റിൻ മാത്രമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആൻസറുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോർമലി എക്കോസിസ്റ്റത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്കോസിസ്റ്റം ഡീകമ്പോസിഷൻ ഈസ് ലാർജ്ലി ഡാഷ് പ്രോസസ്, ലോ ടെമ്പറേച്ചർ ആൻഡ് അനേറോബയോസിസ് ഡാഷ് ഡീകമ്പോസർ, റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഈസ് ക്യുക്ക് ഇഫ് ഡെട്രീറ്റസ് റിച്ച് ഇൻ ഡാഷ് ഐഡൻറ്റിഫൈ A, B and C എന്നാണ്. ഡീകമ്പോസിഷൻ ഒരു സീരീസ് ഓഫ് ഇവൻ്റ് ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്, ലീച്ചിങ് ഉണ്ട്, കാറ്റാബോളിസം ഉണ്ട്, ഹ്യൂമിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ മിനറലൈസേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു 5 സീരീസ് ഓഫ് ആക്ഷൻസുകളാണ് ഏതെന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ എയ്റോബയോസിസ് ആണ്. ലാർജ്ലി ആൻ എയ്റോബയോട്ടിക് പ്രോസസ് ആണ്, എയ്റോബിക് പ്രോസസ് ആണ്. അനേറോബയോസിസ് അല്ല, എയ്റോബിക് പ്രോസസ് ആണ്. ആൻഡ് ലോ ടെമ്പറേച്ചർ ആൻഡ് അനേറോബയോസിസ് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. മോയിസ്റ്റ് ആൻഡ് വാം ടെമ്പറേച്ചർ അതും ഉണ്ടായിരിക്കണം. നല്ല തണുപ്പ്, നല്ല നേച്ചർ, നല്ല റെയിനി സീസണൊക്കെ ആണെങ്കിൽ ഡീക്കേയിങ് നേച്ചർ എന്താണ്? സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്താണ്? എനേറോബയോസിസ് ആൻഡ് ലോ ടെമ്പറേച്ചർ അതെന്താണ് ചെയ്യുന്നത്? ഇൻഹിബിറ്റ് എന്നാണ്. അപ്പോൾ എയ്റോബിക് ആയിരിക്കണം, ഇൻഹിബിറ്റ് ആയിരിക്കണം. ഇത് എനേറോബിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റാണ്. എയ്റോബിക് സ്റ്റിമുലേറ്റ് എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. എയ്റോബിക് ഇൻഹിബിറ്റ്, ഇവിടെ ഇത് എനേറോബിക് എന്നാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഇൻഹിബിറ്റ് ദി ഡീകമ്പോസിഷൻ, റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഈസ് ക്യുക്ക് ഇഫ് ഡെട്രീറ്റസ് റിച്ച് ഇൻ എന്താണ്? വാട്ടർ സോളബിൾ ഓർഗാനിക് മെറ്റീരിയൽസ്, നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് മോളിക്യൂൾസ്, ഷുഗേഴ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ കൈറ്റിൻ, ലിഗ്നിൻ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് അത് ഇൻഹിബിറ്റ് ചെയ്യും. ഷെൽസ് അങ്ങനെയുള്ള എക്സോസ്കെൽറ്റൽ സ്ട്രക്ചേഴ്സൊക്കെ എന്ത് ചെയ്യാണ്? ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഇത്. ഓക്കെ, യെസ്. വീണ്ടും ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിരിക്കുകയാണ്. മോളിക്കുലാർ സ്ട്രക്ചർ ആരുടേതാണ് എന്നാണ്, ഗിവൺ ബിലോ എന്നാണ്. ഈ മോളിക്കുലാർ സ്ട്രക്ചർ നമ്മുടെ ഹെമ്പ് പ്ലാന്റിൻ്റെ പ്രൊഡക്റ്റ് എന്നാണ്. കനാബിനോയിഡ്സിന് 2 ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനെ കെമിക്കൽ നേച്ചർ നമുക്കുള്ളൂ. ഒന്ന് മോർഫിൻ്റെയും രണ്ടാമത്തെ കനാബിനോയിഡ്സിൻ്റെയും ആണ്. ഈ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹെമ്പ് പ്ലാന്റ് ആണ്. ഹെമ്പ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാബിനോയിഡ്സ് ആണ്, കഞ്ചാവ് ചെടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിൻ്റെ ഇൻഫ്ലോറസൻസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് ശരിയാണ്. ഇഫക്റ്റ് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം അതും ശരിയാണ്. അപ്പോൾ സെക്കൻഡ് ചോയ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ചോയ്സ് ഈസ് കറക്റ്റ് വൺ. ഓക്കെ, യെസ്. ദെൻ next question, when you hold your breath, which of the following gas ചേഞ്ചസ് ഇൻ ദി ബ്ലഡ് വുഡ് ഫസ്റ്റ് ലീഡ് ടു urge ഓഫ് ബ്രീത്ത് എന്നാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട നേച്ചറാണ്. ചിലപ്പോൾ നമ്മളങ്ങനെ ബ്രീതിങ് നേച്ചറുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ത് ചെയ്യും? വർദ്ധിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ ആരുടെ പ്രൊഡക്ഷൻ ഉണ്ടാകും? H+ അയോൺസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകും, ബൈകാർബണേറ്റിൻ്റെ പ്രൊഡക്ഷൻ. ഈ H+ അയോൺസ് കൂടുകയാണ്, അപ്പോൾ ബ്ലഡ് അസിഡിക് ആയിട്ട് മാറുമ്പോൾ നമ്മളുടെ ഒരു റെഗുലേറ്ററി മെക്കാനിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ ഏരിയയുടെ പേരാണ് കീമോ സെൻസിറ്റീവ് ഏരിയ എന്നാണ് പറയുന്നത്. കീമോ സെൻസിറ്റീവ് ഏരിയ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആക്ഷൻ നടക്കും. ബ്രെയിനിൽ എക്സ്പെഷ്യലി റെസ്പിറേറ്ററി റിതം ഈസ് റെഗുലേറ്റഡ് ബൈ മെഡുല ഒബ്ലോങ്കറ്റയാണ്. അവിടെ ആക്ഷൻ നടന്നിട്ട് നമ്മുടെ ബ്രീതിങ് റേറ്റ് എന്ത് ചെയ്യും? കൂട്ടും. അപ്പോൾ എപ്പോഴും നമ്മളുടെ ആൻസർ വരേണ്ടത് എന്താണ്? റൈസിങ് ദി CO2 കോൺസെൻട്രേഷൻ എന്നാണ്. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ഷൻ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഓക്കെ, യെസ്. Now we can move into identify the given organism. ആനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഓർഗാനിസം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓർഗാനിസത്തെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഓർക്കേണ്ട കാര്യമില്ല. ഇത് ആനാത്ത ജോലസ് വെർട്ടിബ്രേറ്റ് ആണ്. ജോലസ് വെർട്ടിബ്രേറ്റിൽ നമുക്ക് എക്സാമ്പിൾ 2 എണ്ണമാണുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇത് സീ ലാംബ്രയാണ്. സീ ലാംബ്ര അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് പെട്രോമൈസോൺ എന്ന് പറയുന്ന ആളാണ്. പെട്രോമൈസോൺ ആണ്.
ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാഗ് ഫിഷ് എന്നറിയപ്പെടുന്നതാണ്. ഹാഗ് ഫിഷ് അല്ലെങ്കിൽ എന്താണ് മിക്സീൻ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. 2 എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന ലാംബ്രയാണ്, ലാംബ്ര എടുക്കാം. ഇവിടെ ഒരു പോയിന്റ് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, ഇതിന് മൈഗ്രേഷനുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. റീപ്രൊഡക്ഷൻ സമയത്ത് അത് മൈഗ്രേറ്ററി നേച്ചറാണ്. കടലിൽ നിന്ന് അത് എവിടേക്ക് പോകും, പുഴയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫ്രഷ് വാട്ടർ സ്ട്രീമിലേക്ക് പോകും. തിരിച്ചു വരുന്ന ലാർവയെ മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴായി പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ. അപ്പോൾ അതൊന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യുക. അത് മാത്രമല്ല കുറച്ച് കാര്യം കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നോക്കുക. ഓക്കെ, യെസ്. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ഏതൊക്കെയാണെന്നാണ് വന്നിരിക്കുന്നതെന്നാണ് ചോദ്യം. മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ്ങിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. കുബോയിഡൽ എപ്പിത്തീലിയം വന്നിട്ടുണ്ട്, കോമ്പൗണ്ട് എപ്പിത്തീലിയം ഉണ്ട്, ഏരുലാർ ടിഷ്യൂ ഉണ്ട്, ടെൻഡൻ ഉണ്ട്. കുബോയിഡൽ എപ്പിത്തീലിയം എന്നാണ്. കുബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. സെൻട്രലി പ്ലേസ്ഡ് ന്യൂക്ലിയസ്, സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനത് ഒന്ന് നോക്കുകയാണ് ഏതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പോൾ A2 എന്ന് എടുക്കാം നമുക്ക്. A2ൽ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. A2ൽ 2 എണ്ണം ഉണ്ട്. കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട് ദി ബോഡി ഫ്രം എന്താണ്, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രെസ്, വെരി ലിറ്റിൽ റോൾ ഇൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പോൾ അവിടെ വരുന്നത് B4 എന്ന് പറയുന്ന കണ്ടീഷനാണ്. B4 വന്നിട്ടുണ്ട്. ഇവിടെ B3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെറ്റാണ്. ആൻസർ 4ലേക്ക് തന്നെ എത്താൻ നമുക്ക്. ഏരുലാർ ടിഷ്യൂ പറഞ്ഞിട്ടുണ്ട്. ഏരുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അവിടെ അബൻഡൻ്റ് ആയിരിക്കുന്ന 3 സെല്ലുകളാണുള്ളത്. ഒന്ന് ഫൈബ്രോബ്ലാസ്റ്റ്, മറ്റൊന്ന് മാസ്റ്റ് സെൽ, മറ്റൊന്ന് എന്താണ് മാക്രോഫേജസ്. ഇത് 3 ആണ് അവിടുത്തെ അബൻഡൻറ്റ് സെൽ. അപ്പം C1 ആണ് വരേണ്ടത്. C1 കറക്റ്റാണ്. ദെൻ ടെൻഡൻ എന്ന് പറഞ്ഞാൽ ഡെൻസ് റെഗുലർ ടിഷ്യൂ ആണ്. ടെൻഡനും ഉണ്ട്, അതേപോലെ തന്നെ ലിഗമെൻറ്റും ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നതാണ്. അതുകൊണ്ട് തന്നെ ടെൻഡനെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ഫോമിലേക്ക് മാറ്റാം. അതേപോലെ ലിഗമെൻറ്റിനെ ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ഫോമിലേക്ക് മാറ്റാം. മനസ്സിലായല്ലോ? ടെൻഡൻ എന്ന് പറഞ്ഞാൽ മസിൽ ടു ബോൺ കണക്ഷനാണ്. കൊളാജൻ വൈറ്റ് ഫൈബേഴ്സ് ആണ്, കുറച്ച് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതാണ് ഓർക്കേണ്ടത്. ഇവിടെ ലിഗമെൻ്റ് ആണ്. ലിഗമെൻറ്റ് ബോൺ ടു ബോൺ ആണ്. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന, ആക്ഷൻ ചെയ്യാൻ പറ്റും. ബോൺ ടു ബോൺ ആണ്, ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതിൽ കാണപ്പെടുന്ന ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ യെല്ലോ ഫൈബേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ആണ്. ഈ ഒരു വാക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഓർത്ത് വയ്ക്കാം, എളുപ്പമാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 4th ആണ്. ഓക്കെ, 4th. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. വാട്ട് ഈസ് കോമൺ ടു ദി ടേപ്പ് വോം, എർത്ത് വോം ആൻഡ് സിൽക്ക് വോം? കോമൺ ആയിട്ടുള്ള പോയിൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഡിഫറെൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. ടേപ്പ് വോം ആണ് ഫ്ലാറ്റ് വേംസ് ആണ്, പ്ലാറ്റിയെൽമിനസ് ആണ്. എർത്ത് വോം എന്ന് പറഞ്ഞാൽ അനലിഡ്സ് ആണ്. സിൽക്ക് വോം എന്ന് പറഞ്ഞാൽ ആർത്രോപോഡ്സ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. എർത്ത് വോമിന് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ആണ്. ടേപ്പ് വോം ഇൻഡയറക്റ്റ് ആണ്, സിൽക്ക് വോമും ഇൻഡയറക്റ്റ് ആണ്. കംപ്ലീറ്റ് ഗട്ട് ടേപ്പ് വോമിനില്ല. ടേപ്പ് വോം പാരസൈറ്റിക് ആണ്. പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ആണ്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർ ആബ്സെൻറ്റ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ദെൻ സെക്ഷുവൽ ഡൈമോഫിസം നമുക്ക് എവിടെയാണ് പറയാൻ പറ്റുക? ഇവിടെ മാത്രമേ, സിൽക്ക് വോമിൽ മാത്രമേ പറയാൻ പറ്റൂ. ഇൻസെക്ട് യൂണിസെക്ഷൽസ് ആണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ടേപ്പ് വോമും എർത്ത് വോമും എന്താണ്, ബൈസെക്ഷൽസ് ആണ്. രണ്ടും എന്താണ്, ബൈസെക്ഷൽ ആനിമൽസ് ആണ്. അപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പം കോമൺ ആയിട്ടുള്ള ഒരേ ഒരു പ്രോപ്പർട്ടിയേ ഉള്ളൂ. അത് ജനറൽ പ്രിൻസിപ്പിൾ എന്ന് വരുന്നതാണ് ബൈലാട്രൽ സിമ്മട്രി ആണ് ആൻസർ. ആൻസർ ഈസ് 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതും ആനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. അസ്കാരിസ് ആൻഡ് എപ്പിസ് ആർ മൊണീഷ്യസ് എന്നാണ്. രണ്ടും മൊണീഷ്യസ് അല്ല, ഡൈഷ്യസ് ആണ്. തെറ്റാണ്. ദെൻ ലിമുലസ് ഈസ് എ ലിവിങ് ഫോസിൽ, അത് ശരിയാണ്. ഇൻ മൊളസ്ക് ഗിൽസ് ഹാവ് റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ, NCERT സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതും ശരിയാണ്. ഇൻ എക്കൈനോഡേംസ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെൻറ്റ്, അതും ശരിയാണ്. വെൽ ഡെവലപ്ഡ് എന്തില്ല, സർക്കുലേറ്ററി എക്സ്ക്രീറ്ററി സിസ്റ്റം ആർക്കില്ല, എക്കൈനോഡേംസില്ല. എക്കൈനോഡേംസ് പോസസ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണ്. അതുകൊണ്ട് അതും ശരിയാണ്. അപ്പോൾ ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്. നമുക്കപ്പം ഏതാണ് ആൻസർ? 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ കറക്റ്റ് ചെയ്ത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, now we can move into the next one. അടുത്ത എന്താണ്? which of the following immunoglobulin constitute largest percentage in human milk? ഹ്യൂമൻ മിൽക്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെട്ടത് ഏത് എന്നാണ്. ഹ്യൂമൻ മിൽക്ക് ഇനീഷ്യൽ ഡേയ്സ് ഓഫ് എന്താണ്, ലാക്ടേഷൻ, പെയിൽ യെല്ലോ കളേർഡ് മിൽക്ക്.
ദാറ്റ് ഈസ് ടേംഡ് ആസ് കൊളസ്ട്രം. കൊളസ്ട്രം എന്നാണ് അറിയപ്പെടുന്നത്. കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൻറ്റിബോഡി IgA ആണ്. ദാറ്റ് വിൽ റെസിസ്റ്റ് ഇൻഹെയിൽഡ് ആൻഡ് ഇൻജസ്റ്റഡ് പാത്തോജൻസ്. ഇത് ലാർജസ്റ്റ് ആൻറ്റിബോഡിയാണ്. ഇത് സ്മോളസ്റ്റ് ആൻറ്റിബോഡിയാണ്. ദാറ്റ് ക്യാൻ ക്രോസ് പ്ലാസെൻ്റൽ ബാരിയർ ബട്ട് റെപ്രസെൻറ്റ് ദി ഹയസ്റ്റ് പെർസെൻറ്റേജ്. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളതാണ് IgG. IgGയും IgAയ്ക്കും കൂടി കോമൺ പോയിന്റ് ആണ്. എന്താ വെച്ചാൽ ദാറ്റ് വിൽ പ്രൊവൈഡ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് ഇത്. ഓക്കെ, ഇനി IgDയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ, നോട്ട് ആൻ ആൻറ്റിബോഡി. ആൻറ്റിബോഡി അല്ല, അത് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. എന്താ കാരണം? ഇറ്റ് പ്രസൻറ്റ് ഓൺ ദി ലിംഫോസൈറ്റ് സർഫസ്, ആക്ടിവേറ്റ് ദി എന്താണ് അതർ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആൻഡ് B and T cells. ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് എനി ആൻറ്റിജൻ. മറ്റൊരു ആൻറ്റിജനായിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് IgD എന്ന് പറയുന്നത് ആൻറ്റിബോഡി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓൾ ആൻറ്റിബോഡീസ് ആർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ബട്ട് ഓൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആർ നോട്ട് ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ B cells ആണ്. B cells പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ കൂടി ഓർത്ത് വയ്ക്കുക. Y ഷേപ്ഡ് മോളിക്യൂൾസ് ആണ്, നമുക്കറിയുന്നതാണ്, കണക്ട് ചെയ്യുന്നതാണ്. ഇതിനൊരു വാരിയബിൾ റീജിയൻ ഉണ്ട്, കോൺസ്റ്റൻറ്റ് റീജിയൻ ഉണ്ട്, 2 ഹെവി ചെയിൻ ഉണ്ട്, 2 ലൈറ്റ് ചെയിൻ ഉണ്ട്, 16 ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്, ലൈറ്റ് ചെയിൻ, ദെൻ 16 DS. ഇതാണ് ആൻറ്റിബോഡി. ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് ഇത് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെണ്ണം നോക്കുക നമ്മൾ. ഇതിനെല്ലാത്തിനും കോൺസ്റ്റൻറ്റ് റീജിയൻ ഉണ്ട്. ഇതിനും കോൺസ്റ്റൻറ്റ് റീജിയൻ ഉണ്ട്, വാരിയബിൾ റീജിയൻ ഉണ്ട്. ഓക്കെ, യെസ്. സെൻസ് ഓർഗൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെൻസ് ഓർഗൻ, ആ സെൻസ് ഓർഗൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കുകയാണ്. ദി മെംബ്രെയിൻ ദാറ്റ് ഗിവ്സ് ദി എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് ഡിഫറെൻറ്റ് പിച്ചസ് ഓഫ് സൗണ്ട് ആണ്. ഡിഫറെൻറ്റ് പിച്ചസ്. ടിമ്പാനിക് മെംബ്രെയിൻ അല്ല. ടിമ്പാനിക് മെംബ്രെയിൻ ഇവിടെ വന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ സൗണ്ട് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഇന്നർ ഇയറിലേക്ക്, കോക്ലിയയിലേക്ക് പോകണം. കോക്ലിയയിൽ നമ്മളുടെ ഓർഗൻ ഓഫ് കോട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ബേസിലാർ മെംബ്രെയിൻ. റൈപ്പിൾസ് ജനറേറ്റഡ് ഇൻ ദി ബേസിലാർ മെംബ്രെയിൻ ദാറ്റ് വിൽ ഡിസ്ക്രിമിനേറ്റ് ദി സൗണ്ട്. അതാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ അവിടെ ആ റൈപ്പിൾസ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കേൾക്കാം. അപ്പോൾ ബേസിലാർ മെംബ്രെയിൻ ആണ് എന്ത് ആൻസർ. ഓക്കെ, ടിമ്പാനിക് മെംബ്രെയിൻ അല്ല. അത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ടിമ്പാനിക് മെംബ്രെയിൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കും ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതാണ്, അങ്ങനെ വിചാരിക്കും. ഇനി അത് കൂടാതെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഇതിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആരും ചോദിച്ചാൽ മിനി ആംപ്ലിഫയേഴ്സ് എന്നറിയപ്പെടുന്ന ഇയറോസിക്കിൾസ് ആണ്. ഇവിടെ വരുന്ന വൈബ്രേഷന് വീണ്ടും ഒന്നുകൂടി കൂട്ടിയിട്ടാണ് എവിടേക്ക് കൊടുക്കുന്നത്? കോക്ലിയർ കനാലിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ കാണപ്പെടുന്ന ആ ഓർഗനാണ്, ഗ്രൂപ്പ് ഓഫ് സെൻസറി എയർ സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഗൻ ഓഫ് കോട്ടി. ദാറ്റ് വിൽ ടച്ചസ് ദി ടെക്ടോറിയൽ മെംബ്രെയിൻ ആൻഡ് വി വിൽ ഡിറ്റക്ട് ദി സൗണ്ട്. Okay, yes. Find the correct statement of cardiac muscle tissue. Cardiac muscle tissue ne correct statement aanu. Correct statement. Sorry, adine mumbulla question aanu adu. Find out the correct statement. A given species may not occupy more than one trophic level in a same. ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ഫുഡ് ചെയിൻസുകളല്ല, ഫുഡ് വെബ്സുകളാണ്. അതുകൊണ്ട് എനി പ്ലേസ് ദാറ്റ് ക്യാൻ മൂവ്സ്. അപ്പോൾ ഇൻ്റർ കണക്റ്റഡ് ആണ്. മോർ ദാൻ 1 ഫുഡ് ചെയിൻ ആർ ഇൻ്റർ കണക്റ്റഡ്. അപ്പോൾ പൊസിഷൻ എന്ത് ചെയ്യാം? മാറാം. അതിന് തെറ്റൊന്നുമില്ല, ശരിയാണ്. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ഗ്രേസിംഗ് GFC ഈസ് എ മേജർ കോൺഡുയിറ്റ് ഓഫ് എനർജി ഫ്ലോ. ശരിയാണ്. ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം ലാർജർ ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോസ് ത്രൂ ഇത് എന്താണ്? ഡെട്രീറ്റസ്, DFC വഴിയാണ്, ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ. അപ്പോൾ ആ 3 സ്റ്റേറ്റ്മെൻറ്റും തരാം. ഇൻ നാച്ചുറൽ ഫുഡ് ചെയിൻ ആർ നോട്ട് ഐസൊലേറ്റഡ് ആൾവേസ്. തെറ്റാണ്. നോർമലി എന്താണ്? ഫുഡ് വെബ്സ് ആണുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള നോർമലി നമുക്ക് എടുക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. അപ്പോൾ അത് ഇൻ നാച്ചുറൽ ഫുഡ് ചെയിൻസ് ആർ നോട്ട് ഐസൊലേറ്റഡ് ആൾവേസ് ആണ്, ഫുഡ് വെബ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ വെച്ച കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഫുഡ് വെബ്സുകളാണ് ഡിഫറെൻറ്റ് റീജിയൻസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? 4th one ആണ്. അപ്പോൾ 4th one ആണ് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരും. ഓക്കെ, 4th one. ഓക്കെ, അടുത്ത ഈ മെംബ്രെയിൻ ദാറ്റ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വിച്ച് ഈസ് നോട്ട് എ കറക്റ്റ് ഫോർ കാർഡിയാക് മസിൽ ടിഷ്യൂ. കാർഡിയാക് മസിൽ ടിഷ്യൂവിന് കറക്റ്റ് അല്ലാത്തത് ഏത് എന്നാണ്? നോട്ട് കറക്റ്റ് എന്നാണ്. ഇന്റർകാലേറ്റഡ് ഡിസ്ക് ഇറ്റ്സ് എ ക്യാരക്ടർ ഫീച്ചർ, യുണീക്ക് ഫീച്ചർ ഓഫ് കാർഡിയാക് മസിൽ. ദേ ഫെറ്റീഗ് സ്ലോലി. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദി ഓൺലി മസിൽ നെവർ ഫെറ്റീഗ് എന്നാണ്. ദി ഓൺലി മസിൽ നെവർ ഫെറ്റീഗ് എന്നാണ്. നെവർ ഫെറ്റീഗ് എന്നാണ്. നെവർ ഫെറ്റീഗ്. അപ്പോൾ ഇത് തെറ്റാണ്. ഒരിക്കലും ഫെറ്റീഗ് ആകാത്ത ഒറ്റ മസിലേ ഉള്ളൂ, അത് കാർഡിയാക് മസിലാണ്. ഇഫ് ഇറ്റ് ഈസ് ഫെറ്റീഗ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഫെറ്റീഗ് ആയി എന്ന് പറഞ്ഞാൽ മരണം സംഭവിച്ചു എന്നാണ്.
ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ മസിൽ ആക്ഷൻ ചെയ്യാതിരിക്കുകയില്ലേ. അപ്പോൾ അവിടെ ഫെറ്റീഗ് കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കും, എന്നാലേ നടക്കുള്ളൂ. ഓക്സിജൻ ഇല്ലാത്ത സമയത്ത് ലാക്റ്റിക് ആസിഡ് കൂടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, മസിൽ ഫെറ്റീഗ് ഉണ്ടാകുന്നത്. ഈസിലി ഫെറ്റീഗ് മസിൽ എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൽ മസിലാണ്. കുറച്ചുകൂടി സാവധാനത്തിൽ സ്ലോലി എന്ന് പറയുന്നത് ആരാണ്, സ്മൂത്ത് മസിൽസാണ്. മനസ്സിലായി, അല്ലാതെ കാർഡിയക് മസിലല്ല. അപ്പോൾ ആൻസർ എന്താണ്, 2 ആണ് വരുന്നത്. ഓക്കെ. ദെൻ റിംഗ് ഓഫ് 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് പ്രസന്റ് അറ്റ് ദി ജംഗ്ഷനിൽ കാണപ്പെടുന്നത് 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് എന്നാണ്. ആ നമ്പറിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. എന്താ കാരണം, നമുക്ക് 2 നമ്പറാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ 6 to 8ഉം രണ്ടാമത്തെ 100 to 150 ആണ്. 6 to 8 ആണ്, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പേരെന്താണ്, ഹെപ്പാറ്റിക് സീക്ക് ആണ്. ഹെപ്പാറ്റിക് സീക്ക് ഈസ് അതർവൈസ് നോൺ ആസ് എന്താണ്, ഗ്യാസ്ട്രിക് സീക്ക്. ദറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി എന്താണ്, ഫോർഗട്ട് ആൻഡ് മിഡ് ഗട്ട്. മാൽപീജിയൻ ട്യൂബ്യൂൾ ആണ് മിഡ് ഗട്ട് ആൻഡ് ഹൈൻ ഗട്ട് ആണ്. അപ്പോൾ അവിടെ നമ്പർ തന്നെ കറക്റ്റാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ദാറ്റ് വിൽ സെക്രീറ്റ് ദി പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് സെക്രീറ്റ് ചെയ്യാനുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഇത്. ഓക്കെ, യെസ്. അപ്പോൾ ആൻസർ 2 and 3 ആണ് വരും. ദെൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, സിമ്പിൾ ഷുഗേഴ്സ്, ആൽക്കഹോൾ ടേക്സ് പ്ലേസ് ഇൻ. അബ്സോർപ്ഷൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അബ്സോർപ്ഷൻ 4 പ്ലേസിൽ നിന്നും നടക്കുന്നുണ്ട്. ഏതൊക്കെ പ്ലേസിലാണ് നടക്കുന്നത്, മൗത്തിലുണ്ട്, സ്റ്റൊമക്കിലുണ്ട്, സ്മോൾ ഇൻറ്റെസ്റ്റൈനുണ്ട്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ. വെരി ലിറ്റിൽ എമൗണ്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി ഇൻ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. പക്ഷേ ഇവിടെ പറഞ്ഞ ആൽക്കഹോൾ അതേപോലെ സിമ്പിൾ ഷുഗേഴ്സ് വാട്ടർ ആണ്. അങ്ങനെയാണ്, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് ആരാണ്, സ്റ്റൊമക്കാണ്. പ്രിൻസിപ്പൽ സൈറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡാണ്. ഏത് വസ്തുക്കളും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഇത്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. മൗത്തിലാണ് ഡിസോൾവ് സബ്സ്റ്റൻസുകളാണ്, മരുന്നൊക്കെയാണ് നമ്മുടെ ഈ എപ്പിത്തീലിയത്തിനുള്ളിലൂടെ എന്ത് ചെയ്യുന്നത്, ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ദെൻ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിന് സഹായിക്കുന്ന നേച്ചർ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യണം. അപ്പോൾ ആ ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന വസ്തുക്കൾ ഏകദേശം 13ഓളം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഏതിലുണ്ട്, നമ്മുടെ ബ്ലഡിലുണ്ട്. 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. അതിൽ ഫൈബ്രിനോജൻ ഉണ്ട്, ഫൈബ്രിൻ ഉണ്ട്, പ്രോത്രോംബിൻ ഉണ്ട്, ത്രോംബോകൈനേസ് ഉണ്ട്, ത്രോംബിൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അങ്ങനെയുള്ള കുറേ വസ്തുക്കളുണ്ട്. ലോട്ട് ഓഫ് എന്താണ് ഫാക്ടേഴ്സ് ആർ ദർ. അപ്പോൾ കാൽഷ്യം ഒരു ഹെപ്പാരിൻ പക്ഷേ ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. അപ്പോൾ ഇത് പറ്റില്ല. കാൽഷ്യം അയോൺസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് ശരിയാണ്. ഓക്സലേറ്റ് ആൻഡ് സിട്രേറ്റ്സ് ഇത് നമ്മൾ ബ്ലഡ് ബാങ്ക്സുകൾ ഉപയോഗിക്കുന്നതാണ് ബ്ലഡ് ക്ലോട്ടാതിരിക്കാൻ വേണ്ടി, ഓക്സലേറ്റ്സുകളും സിട്രേറ്റ്സുകളും. അപ്പോൾ അത് എന്താണ്, പ്രിവെൻറ്റ് ദി ബ്ലഡ് കൊയാഗുലേഷൻ ആണ്. പ്ലേറ്റ്ലെറ്റ്സ് ഫാക്ടേഴ്സ് ആൻഡ് ഹെപ്പാരിൻ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതും സഹായിക്കില്ല. അപ്പം ആൻസർ ചെയ്ത് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് വണ്ണേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതിൽ നിന്നാണ് വരുന്നത്, 189 ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. 189 ആണ്. സോറി, 189 അല്ല, 181. 181 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 181 മെക്കാനിസം ഓഫ് വിഷൻ, സെൻസ് ഓർഗൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ദി ഡിസോസിയേഷൻ ഓഫ് റെറ്റിനാൽ ഫ്രം ഓപ്സിൻ റിസൾട്ടിങ് ദി ചേഞ്ചസ് ഓഫ് സ്ട്രക്ചേഴ്സ് ചേഞ്ചസ് ഇൻ ദി സ്ട്രക്ചർ ഓഫ് ഓപ്സിൻ. ഇത് ശരിയാണ്. റെറ്റിനാൽ ഈസ് എൻ ആൾഡിഹൈഡ് ഡെറിവേറ്റീവ്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയുന്നത്. ഒപ്റ്റിക് നെർവ് ട്രാൻസ്മിറ്റ് ദി ആക്ഷൻ പൊട്ടൻഷ്യൽ ടു ദി വിഷ്വൽ കോർട്ടെക്സ് ഓഫ് ബ്രെയിൻ ത്രൂ. ശരിയാണ്. ലൈറ്റ് റേസ് എൻറ്ററിങ് ദി ഐ ഡയറക്ട്ലി സ്റ്റിമുലേറ്റ് ദി ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ഗാംഗ്ലിയോണിക് സെൽ. തെറ്റാണ്, ഫോട്ടോ റിസെപ്റ്റർ സെല്ലാണ്. അപ്പോൾ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ്, ശരിയാണ്. അപ്പം ട്രൂ ആൻഡ് ഫോൾസ്, സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്കോസിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്കോസിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്, പിരമിഡ് ഓഫ് എനർജിയാണ്. പിരമിഡ് ഓഫ് എനർജി വിത്ത് റെസ്പെക്ട് എനർജി ഫ്ലോ. പിരമിഡ് ബേസ് ചെയ്തിരിക്കുന്ന എനർജി നേച്ചറാണ്. എനർജി ആകുമ്പം ഇറ്റ് ഈസ് ഓൾവേസ് അപ്രൈറ്റ്, ദർ ഈസ് നെവർ ബി ഇൻവേർട്ടഡ്. അതാണ് ഓൾവേസ് അപ്രൈറ്റ്, നെവർ ബി ഇൻവേർട്ടഡ്. ഒരേ ഒരു പിരമിഡേ ഉള്ളൂ, അത് ഏത് മാത്രമാണ്, ഇത് മാത്രമേ. അപ്പോൾ ആൻസർ എന്താണ്, അപ്രൈറ്റ് ആണ്. വേറെ ഓപ്ഷൻ ഇല്ല, ഡയറക്റ്റ് ആണ്, വേറെ ഓപ്ഷനേ ഇല്ല. പക്ഷേ നമ്പർ ഓഫ് പിരമിഡും ബയോമാസും എന്താണ്, ഇൻ സ്പെഷ്യൽ കണ്ടീഷൻ ഇറ്റ് മേ ബി ഇൻവേർട്ടഡ്. അത് ഇൻവേർട്ടഡ് ആവാറുണ്ട്. ഇതെന്താണ്, ദി ഇക്കോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബർണക്കിൾ ആൻഡ് വെയിൽ സെയിം ആസ് ദാറ്റ്. ബർണക്കിൾ ആൻഡ് വെയിൽ എന്ന് പറഞ്ഞാൽ കമൻസാലിസോൺ.
കമൻസാലിസത്തിന് ഈക്വൽ ആയിരിക്കുന്ന ഏത് എന്നാണ് നമ്മളോട് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കസ്ക്യൂട്ട് ആൻഡ് ഹെഡ്ജ് പ്ലാന്റ് അത് പാരസൈറ്റിസം ആണ്. ഫംഗസ് ആൻഡ് റൂട്ട് ഹയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്താണ് മൈക്കോറൈസയുടെ നേച്ചറാണ്, അത് മ്യൂച്വലിസം ആണ്. ബിറ്റ്വീൻ സീ ആനിമോൺ ആൻഡ് ക്ലോൺ ഫിഷ് കമൻസാലിസം ആണ്. ആൻസർ 3 ആണ് വരേണ്ടത്. ബിറ്റ്വീൻ ലിവർ ഫ്ലൂക്ക് ആൻഡ് സ്നെയിൽ അതും പാരസൈറ്റിസം ആണ്. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ? 3 അസുഖങ്ങൾ മാത്രമേ ഇൻക്യൂറബിൾ ആയിട്ടുള്ളൂ. If the disease is early detected, it is mostly curable. Not curable എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് ബി, ജെനൈറ്റൽ ഹെർപ്പീസ്, HIV ഇൻഫെക്ഷൻ. അപ്പം ഗൊണോറിയ ആണ് എന്തെന്ന് പറയുന്നത് ആൻസർ. ഓക്കെ, യെസ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് പോളിറ്റി മാനേജ്മെൻറ്റ് നേച്ചറാണ്? ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ്? സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ആൻഡ് സ്യൂട്ടബിൾ ബ്രീഡ്. ശരിയാണ്. നല്ല കൾട്ടിവേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എക്കണോമിക് ബെനിഫിറ്റ് നല്ല ബ്രീഡ് എന്തായാലും നമുക്ക് ആവശ്യമാണ്. മോർ പ്രൊഡക്റ്റീവ് നേച്ചറാണ്. ദെൻ പ്രോപ്പർ സേഫ് ആൻഡ് ഫാം കണ്ടീഷൻ അത് വേണം. പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ വേണം. ഹൈജീനിക് ആൻഡ് ഹെൽത്ത് കെയർ വേണം. ഇതെല്ലാം വേണം. എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വരുന്നതാണ്. അതുകൊണ്ട് 1, 2, 3 and 4 അതെന്താണ്? കറക്റ്റാണ്. ഓക്കെ, യെസ്. അപ്പോൾ 4th ചോയ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് വരുന്നത്. സാക്രഡ് ഗ്രൂവ്സ് ആണ് ബയോഡൈവേഴ്സിറ്റിന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. സാക്രഡ് ഗ്രൂവ്സ് ആർ നോട്ട് ഫൗണ്ട് ഇൻ എന്നാണ്. സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ പൗച്ചസ് ആണ്. ഇറ്റ്സ് എൻ ഇൻസിറ്റു കൺസർവേഷൻ നേച്ചർ. മേഘാലയയിലുണ്ട്, കർണാടക, മഹാരാഷ്ട്രയിലുണ്ട്. വെസ്റ്റേൺ ഘട്ട് റീജിയൻ്റെ നേച്ചർ ഉള്ളതുകൊണ്ട് അവിടെയുണ്ട്. ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന ഇല്ല. ദെൻ രാജസ്ഥാൻ ഉണ്ട്. നമ്മളോട് അരവല്ലി ഹിൽസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാനയിൽ എന്തില്ല? സാക്രഡ് ഗ്രൂവ്സുകൾ ഇല്ല. Which of the following organism perform basking in the sun to absorb heat when their body temperature drop below the behavioral adaptation ആണ്. behavioral adaptation done by desert lizard ആണ്. desert lizard ആണ്. ഡയറക്റ്റ് ആണ്. വേറെ ആരും ഓപ്ഷൻ പോലും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇത് പോളാർ അഡാപ്റ്റേഷൻ ആണ്. സീഗുൾസ് എന്ന് പറഞ്ഞാൽ ബയോമാഗ്നിഫിക്കേഷൻ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. പോൺ സ്നേക്ക് അതുപോലെ. അപ്പം ഡെസേർട്ട് ലിസാർഡ് ആണ്. ഓക്കെ, യെസ്. So the following correct example for Allen's rule. Allen's rule എന്താണ് പറയുന്നത്? പോളാർ ആനിമൽസിന് വേണ്ടിയിട്ടാണ്. ഇഫ് ഇറ്റ് ഈസ് ലാർജർ ദാറ്റ് ഷോസ് ദി എന്താണ് ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ലിംസ് ടു മിനിമൈസ് ദി എന്താണ് ഹീറ്റ് ലോസ്. അപ്പോൾ ആ ഡയറക്റ്റ് നേച്ചർ. കോൾഡർ ക്ലൈമറ്റ് ഹാവ് ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ഇയർ ലോബ്സ് ആൻഡ് ലിംസ് ടു മിനിമൈസ് ദി ഹീറ്റ് ലോസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം ഇൻ ഹ്യൂമൻ നോൺ ടു ഒക്കർ ഇൻ. സീലിയേറ്റഡ് എപ്പിത്തീലിയം 2 ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? ബ്രോങ്കിയോൾസ്. എയറിൻ്റെ മൂവ്മെൻറ്റ്, അതേപോലെ ഓവ, അതേപോലെ സൈഗോട്ടായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ബ്രോങ്കിയോൾ ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ്യൂൾ 2 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ. ചിൽഡ് എത്തനോൾ ട്രീറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ബയോ മെഡിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ ബയോടെക്നോളജി എടുക്കുകയാണെങ്കിൽ അതിൽ DNA പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രിസിപ്പിറ്റേഷൻ ഓഫ് DNA ഔട്ട് ഓഫ് മിക്സ്ചർ ഓഫ് ബയോമോളിക്യൂൾ. സ്പൂളിംഗ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഇതെന്ന് പറയുന്നത് ചിൽഡ് എത്തനോൾ. അപ്പോൾ ഫസ്റ്റ് 1 ആണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. അത് മാത്രമല്ല സെപ്പറേഷന് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ജെൽ ഇലക്ട്രോഫോറോസ് ആണ്. അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് 1. ദെൻ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിരിക്കുന്നത്. സക്കാറോമൈസിസ് ബ്രൂവേഴ്സ് ഈസ്റ്റ് ഓർ ബേക്കേഴ്സ് ഈസ്റ്റ് ആണ്. അപ്പോൾ അത് ബ്രെഡ് ശരിയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് മിസ്സായിപ്പോയി. നമുക്ക് നോക്കാം. ലോക്ക് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും, കാണാൻ പറ്റുന്നുണ്ടാവും. സക്കാറോമൈസിസ് സെർവീസിയെ ബ്രൂവേഴ്സ് ഈസ്റ്റ് ഓർ ബേക്കേഴ്സ് ഈസ്റ്റ് ആണ്. ബ്രെഡ് അത് കറക്റ്റാണ്. പെൻസിലിയം നൊട്ടേറ്റം നമുക്കറിയുന്നതാണ്. പെൻസിലിൻ ആൻറ്റിബയോട്ടിക്സ് ആണ്. അപ്പോൾ ഇതാണ് വരേണ്ടത്. B5 ആണ് വരേണ്ടത്. ട്രൈക്കോഡർമ പോളിഫോറം ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണ്. ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ്. നമ്മൾ സാധാരണ ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടന്നിരിക്കുന്ന ആൾക്കാരിൽ കൊടുക്കുന്നതാണ്. ദെൻ ലാക്ടോബാസിലസ് LAB എന്ന് പറഞ്ഞാൽ കേർഡ്ലിംഗ് ഓഫ് മിൽക്കാണ്. അതുകൊണ്ട് കേർഡാണ് വേണ്ടത്. അസറ്റിക് ആസിഡിന് നമുക്ക് അവിടെ ചോയ്സ് ഇല്ല, അതുകൊണ്ട് അത് വരേണ്ട കാര്യമില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നോർമലി ഏതാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് A1 B5 C2 D4 തേർഡ് 1 ആണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിൽ. Which of the following taxonomic aid contain information of any one taxon ആണ്. Any one taxon എന്ന് പറയുമ്പം നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവിടെ ഒരു സിംഗിൾ യൂണിറ്റ് പോയിന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആരാണ്?
മോണോഗ്രാഫ്. പ്ലാന്റ് മാത്രമാണ് ഒരു ഗിവൺ ഏരിയയിലെ പ്ലാന്റ് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫ്ലോറ എന്ന് പറയും. ഡ്രൈ ഗാർഡൻ ആണ് ഇത് ഹെർബേറിയം. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ടു കൺസർവേഷൻ ആണ്. അപ്പോൾ അത് വ്യത്യാസമുണ്ടാവും. അപ്പോൾ മോണോഗ്രാഫാണ് ഇതെന്ന് പറയുന്നത് ആൻസർ. Then following enters describe the characteristic of plasmid, identify the incorrect strain. The ORI sequence also responsible for controlling the copy number of linked DNA. അത് ശരിയാണ്. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളവിടെ പ്രോപ്പർട്ടിയിൽ എടുക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റും. ദി ROP of PBR322 codes the protein involved the replication of host DNA എന്നാണ്. തെറ്റാണിത്. പ്ലാസ്മിഡാണ്, ഹോസ്റ്റ് DNA അല്ല, പ്ലാസ്മിഡാണ്. ഇത് നമ്മുടെ PBR322ൻ്റെ ഡയഗ്രത്തിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് വണ്ണാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ബാക്കി ഞാൻ വായിക്കേണ്ട കാര്യമില്ലല്ലോ. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസിനെ പ്ലാസ്മിഡ് സെലക്റ്റബിൾ മാർക്കിൽ അതൊരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. മോർ ദാൻ വൺ റെക്കഗ്നീഷൻ സൈസ്, അതും അതേപോലെ റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാനുള്ള പ്ലേസാണ്. അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. ഓക്കെ. Then which of the following tax size is smallest as compared to others എന്നാണ്. സ്മോളസ്റ്റ് ആണ്, ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് 7th പൊസിഷനിലേക്ക് വരുന്ന നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ്? സ്പീഷീസ് ആണ്. ഹയസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ വരുന്നതാണ് എന്ത്? കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ലിവിങ് വേൾഡിൽ നിന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻസുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സ്ട്രക്ചറൽ ഓർഗനൈസേഷനാണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഗ്ലോബ്ലെഡ് സെൽസ് ഓഫ് എലിമെൻ്ററി കനാൽ മോഡിഫൈഡ് ഫ്രം എന്നാണ്. ബ്രഷ് ബോർഡഡ് കോളംനാർ എപ്പിത്തീലിയം പ്രസന്റ് ഇൻ ദി എലിമെൻ്ററി കനാൽ. ബ്രഷ് ബോർഡാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് അങ്ങനെയാണ് നമ്മൾ പറയാം. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് എന്നാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സ്റ്റൊമക്ക് മുതൽ അങ്ങോട്ടാണ് കംപ്ലീറ്റ്. അപ്പോൾ അവിടെ കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ്, വേറൊരു ഓപ്ഷനൊന്നുമില്ല. കോൺട്രോസൈറ്റ് കാർട്ടിലേജ് സെല്ലാണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയൽ സെൽസ് എന്നാണ്. അത് തെറ്റാണ്. സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ബൗണ്ടറിയാണ്, ഒരിക്കലും സെക്രീറ്ററി നേച്ചർ അല്ല ഏതെന്ന് പറയുന്നത്. അപ്പോൾ കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ്. സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗൈ വിത്ത് പ്ലാന്റ്സ് കോൾഡ് മൈക്കോറൈസ്. നമ്മൾ പറഞ്ഞു മ്യൂച്വലിസത്തിൽ നേരത്തെ കോമ്പിനേഷനിൽ വന്നാണ്. വാട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ഫംഗസ് ഡിഫർ ഫ്രം ദിസ് അസോസിയേഷൻ? ഫംഗസ് അവിടെ ചെയ്തു കൊടുക്കുന്നത് എന്താണ്? റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഇതായിരുന്നു, സലിനിറ്റി ഡ്രോട്ടിനെയൊക്കെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നു, ഫോസ്ഫറസിൻ്റെ അബ്സോർപ്ഷൻ സഹായിക്കുന്നു. ആ സമയം പ്ലാന്റ് അയാൾക്ക് കൊടുക്കുന്ന എന്താണ്? മൈക്കോറൈസയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? അതിലെന്താണ്? ഷുഗേഴ്സ് അല്ലെങ്കിൽ ഫുഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി നടത്താനും അതേപോലെ അതിൻ്റെ ഫുഡും കൂടി ആര് കൊടുക്കുന്നുണ്ട്? പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ്. ഗെറ്റ് ഷുഗേഴ്സ് ആൻഡ് നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഫ്രം ദി റൂട്ട് ഓഫ് ദി ഹോസ്റ്റ് എന്ന് കൊടുക്കുന്ന അങ്ങനെയാണ്. പകരം ചെയ്തു കൊടുക്കുന്നതാണ് ഫോസ്ഫറസ് ഫിക്സേഷൻ. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് റൂട്ട് ബോൺ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രൈക്കോഡർമ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ട്രൈക്കോഡർമ വിറൈഡ്, ട്രൈക്കോഡർമ ഹർസാനിയം, ഇതൊക്കെ എന്താണ്? റൂട്ട് ബോൺ ഡിസീസിനെ എന്ത് ചെയ്യാൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസുകളാണ്. ഗെറ്റ് എബിലിറ്റി ഓഫ് ടോളറൻസ്, സലിനിറ്റി ആൻഡ് ഡ്രോട്ട്, ഇതൊക്കെ ഓവർകം ചെയ്യാൻ ആര് സഹായിക്കും? മൈക്കോറൈസെ സഹായിക്കും. മ്യൂച്വലിറ്റി കാണും. ഓക്കെ, യെസ്. അടുത്തത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഈസ്റ്റ് ഹാവ് എ ഫിലമെൻറ്റസ് ബോഡീസ് വിത്ത് ലോങ് ത്രെഡ് ലൈക്ക് ഹൈഫേ. തെറ്റാണ്. ദെൻ കാവിസപ്പ് ഈസ് എ സോഴ്സ് ഓഫ് മെനി ആൽക്കലോയിഡ്സ് ആൻഡ് LSD. ക്ലാവിസപ്സ് ഇസ് എ സോഴ്സ് ഓഫ് മെനി ആൽക്കലോയിഡ്സ് ആൻഡ് LSD എന്നാണ് പറയുന്നത്. ശരിയാണ്. ക്ലാവിസസ് പെർപ്യൂറെ സോഴ്സ് ഓഫ് മെനി ആൽക്കലോയിഡ്. LSD ലിസർജിക് ആസിഡ് ഡൈ എത്തിലാമൈഡാണ്. അത് മാത്രമല്ല അത് ഹാലുസിനോജനിക് പ്രോപ്പർട്ടി ഉള്ള ഒരു എന്താണ്? ഡ്രഗ് കൂടിയാണ്. അബ്യൂസിങ് ഡ്രഗ് എന്നൊക്കെ സാധാരണ രീതിയിൽ പറയാറുണ്ട്. ഹാലുസിനോജനിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് വണ്ണാണ് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. Then next question, match the following ആണ്. Match the following RNA polymerase ആണ്. RNA polymerase എന്ന് പറഞ്ഞാൽ polymerization of ribose nucleotide ആണ്. DNA polymerase ഉണ്ട്. deoxyribonucleotide ആണ്. അതുപോലെ ലൈഗേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്ലൂ എന്നറിയപ്പെടുന്നതാണ്, മോളിക്കുലർ ഗ്ലൂ. അതുപോലെ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് സിസേഴ്സ് എന്നറിയപ്പെടുന്നതാണ്, മോളിക്കുലർ സിസേഴ്സ് എന്നറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് ലൈഗേസ് ജോയിനിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ബീറ്റ ഗാലക്റ്റിലോസിഡേസ് നമ്മളുടെ സാധാരണ രീതിയിൽ നമ്മളത് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം കളേർഡ് പ്രോഡക്റ്റും കളർലെസ് പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുക്കുന്ന ബ്രേക്ക് ഡൗൺ ഓഫ് എന്താണ്? ലാക്ടോസ് ആണ്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത് A1B3 C2 D4 എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ആൻസർ 3 ആണ് വരുന്നത്. ഓക്കെ. Then mesoderm present in the scattered pouches in between the ectoderm and എന്താണ്? endoderm. Pseudocoelomate ആണ്.
സ്യൂഡോസിലോമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ ഒരു ഗ്രൂപ്പേ പഠിക്കാനുള്ളൂ, അത് ആഷൽ മിന്തസ് ആണ്. ആഷൽ മിന്തസിന് എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്ന ആരാണ്? അസ്കാരിസ് ആണ്. അപ്പോൾ തേർഡ് വണ്ണാണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിരിക്കുന്നത്. ഒറീലിയ എന്താണ്? എസ്സിലോമേറ്റ് ആണ്. എസ്റ്റീറിയസ് സിലോമേറ്റ് ആണ്. എഫ്രോഡൈറ്റും സിലോമേറ്റ് ആണ്. സീ മൗസ് എന്നറിയപ്പെടുന്നതാണ്. അസ്കാരിസ് ആണ് അവിടെ സ്യൂഡോസിലോമേറ്റ്, സ്കാറ്റേർഡ് പൗച്ചസ്. Then finally we moves into the last and final question. Identify the correct statement. The excretory organ of bombyx are malpighian tubules, that is insect, that is a malpighian tubules are the excretory organ and it is uricotelyx. Feather-like gills helps in both excretion and respiration in എക്കൈനസ് എന്നാണ് പറഞ്ഞത്. എക്കൈനസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അത് മൊളസ്കിലാണ്. ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇത് തെറ്റാണ്, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. സെക്കൻഡ് വൺ ആണ് നമ്മുടെ ആൻസർ. പ്രൊബോസിസ് ഗ്ലാൻഡ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ബെല്ലാനോഗ്ലോസസ്. ശരിയാണ്, ഹെമികോഡൈറ്റയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് ഇത് പ്രൊബോസിസ് ഗ്ലാൻഡ്, ബിക്കോസ് ദാറ്റ് ഹാവിങ് എ ബോഡി ഡിവിഷൻ പ്രൊബോസിസ് കോളർ ആൻഡ് ട്രങ്ക്. ദെൻ ബൂച്ചറേറിയ ബാങ്ക് ഓഫ് ടീസ് ഡൈഷ്യസ്, അത് ആഷൽ മിന്തസിൽ വരുന്നതാണ്. അപ്പോൾ അതെന്താണ്? ഡൈഷ്യസ് ആണ്. അത് മാത്രമല്ല ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇത് എന്ത് അസുഖം ഉണ്ടാക്കുന്നതാണ്? ഫിലേറിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻസും കീയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. താങ്ക് യു. ഗുഡ് ഈവനിങ്. എടാ, അപ്പോൾ നമുക്ക് ബോട്ടണി സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് വൺ, നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ ഹൈഡ്രോലൈസ് അല്ലേ. ഹൈഡ്രോലൈസ് എക്സാമിന് എക്സാമ്പിൾ അല്ലാത്തത് ഇതിലേതാണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് പോവാം. ഏതാണ്? ഡീഹൈഡ്രോജിനേസ്. വളരെ എളുപ്പത്തിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം അല്ലേ. കാരണം ഡീഹൈഡ്രോജിനേസ് റിഡോക്സ് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നു, ഓക്സിഡോ റിഡക്റ്റേസ് എന്നും അറിയപ്പെടുന്നു, നമുക്കറിയാവുന്നതാണ് അല്ലേ. സോ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് പറയാം. സോ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനാറ്റമി ബേസ്ഡ് ആണ് അല്ലേ. സോ ബയോമോളിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത്. അടുത്തത് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബേസ്ഡ് ആണ്. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ അതേപോലെ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ ആർ സീൻ ഇൻ റെസ്പെക്റ്റീവ്ലി ആണ് ചോദിക്കുന്നത്. അപ്പോൾ റേഡിയൽ ബണ്ടിലിന് എക്സാമ്പിൾ ഫസ്റ്റ് വൺ, ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലിന് എക്സാമ്പിൾ സെക്കൻഡ് വൺ അല്ലേ. അങ്ങനെയാണ് വേണ്ടത്. സോ നമുക്ക് ദ റേഡിയൽ ബണ്ടിൽ റൂട്ട് ആണെന്ന് പറയാം അല്ലേ. സോ ഫസ്റ്റ് ടു ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തിടാം അപ്പം തന്നെ അല്ലേ. ഈ രണ്ട് ഓപ്ഷൻ അല്ലേ സാധ്യതയുള്ളൂ. പിന്നെ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലാണ്. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കാമ്പിയം ഈസ് ആബ്സെന്റ് അല്ലേ. കാമ്പിയോ ഇല്ല. കാമ്പിയോ ഇല്ലാത്ത എവിടെയാ? മോണോക്കോട്ടിലാണ്. സോ ലിലിയേസിയെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിലോട്ട് പോയി. കാരണം ഫെബേസിയ എന്ന് പറയുമ്പോൾ അത് ഡൈക്കോട്ടല്ലേ, ശരിയല്ലേ. സോ ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ അല്ലേ. ഓക്കെ അല്ലടാ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബയോമോളിക്യൂൾ ബേസ്ഡ് ആണ് അഗെയിൻ. പെർസെൻറ്റേജ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഇൻ ടോട്ടൽ സെല്ലുലാർ മാസ് അല്ലേ. ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബയോമോളിക്യൂൾ ചാപ്റ്ററിലൊക്കെ ഒത്തിരി ടേബിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ടേബിളൊക്കെ നമ്മൾ പഠിക്കണം. മോസ്റ്റ് അബണ്ടൻറ്റ് കെമിക്കൽ
ഓർക്കുന്നില്ലേ? ഏതാണ്? വാട്ടറാണ്, ശരിയല്ലേ? അത് കഴിഞ്ഞ് പ്രോട്ടീൻ വരുന്നു, പിന്നെ ഏതാ വരുന്നത്? ന്യൂക്ലിക് ആസിഡ്. എത്രയാ? 5 to 7% ആണ്. സോ ആ ടേബിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം അല്ലേ? എന്നാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബയോമോളിക്യൂൾ ബേസ്ഡ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദാറ്റ് ഈസ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ചാപ്റ്റർ നോക്കൂ, പ്ലാന്റ് ഫിസിയോളജി ആണ്. പ്ലാന്റ് ഫിസിയോളജിയിൽ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് അല്ലേ? ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫോർമേഷൻ ഓഫ് അസറ്റൈൽ കോഎൻസൈമ് ഫ്രം പൈറുവിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇത് എയറോബിക് റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? ശരിയല്ലേ? എയറോബിക് റെസ്പിറേഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ, നമുക്കറിയാം യൂകാരിയോട്ടിൽ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് അല്ലേ? ആ പ്രോസസ്സ് ഏതാണ്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ് അല്ലേ? കാരണം പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റ് NADH+H+ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെയോ ഡീകാർബോക്സിലേഷൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ റെസ്പിറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഏറ്റവും കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ഓർക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് അല്ലേ? അപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റിവേഷൻ ഇൻ കലോട്രോപ്പിസ്. കലോട്രോപ്പിസ് NCERTയുടെ ഡയറക്റ്റ് എക്സാമ്പിൾ ആണ്. ഏതിന്? വാൾവേറ്റ് ഈസ്റ്റിവേഷൻ അല്ലേ? വാൾവേറ്റ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ഉണ്ട് അല്ലേ? ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷന് 3 എക്സാമ്പിൾ ഉണ്ട് നമുക്കറിയാം. ചൈന റോസ് അല്ലേ? കോട്ടൺ അല്ലേ? ലേഡീസ് ഫിംഗർ ഒക്കെ അറിയാം. റൈറ്റ്. അപ്പോൾ അതിൽ വാൾവേറ്റ് ഈസ്റ്റിവേഷൻ കലോട്രോപ്പിസ് നിങ്ങൾ എന്തായാലും ശരിയാക്കിയിട്ടുണ്ടാവും, ഉറപ്പാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏത് ചാപ്റ്റർ ആണ്? എഗെയിൻ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അല്ലേ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്കാർ ഓൺ ദ സീഡ് കോട്ട് എന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മെജോറിറ്റിയും ഓപ്ഷനിൽ തപ്പി നോക്കിയിട്ടുണ്ടാവും. എവിടെ ഹൈലം, ശരിയല്ലേ? അത് തന്നെയാണ് ഇവിടെ ആൻസറും വരുന്നത് അല്ലേ? സ്കാർ ഓൺ ദ സീഡ് കോട്ട് ത്രൂ വിച്ച് ഡെവലപ്പിംഗ് സീഡ്സ് ആർ അറ്റാച്ച്ഡ് ഓൺ ദ ഫ്രൂട്ട്. ഒരു സംശയമില്ല, ഏതാണ്? ഹൈലമാണ്. മോർഫോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്. ദെൻ നമുക്ക് അടുത്ത ചോദ്യം അഗെയിൻ ഫ്രം മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എന്താണ്? ടാപ്പ് റൂട്ട് അല്ലേ? 3 ടൈപ്പ് റൂട്ട് ഉണ്ടെന്നറിയാം ഇവിടെ. ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലേ? അറിയാമല്ലോ. പ്രൈമറി റൂട്ടിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ഡയറക്ട്ലി ഫ്രം റാഡിക്കിൾ ഓഫ് ദി എംബ്രിയോ. ഒരു സംശയമില്ല അല്ലേ? എവിടെ നോക്കിയാൽ മതി? റാഡിക്കിൾ. ദാ 4th ഓപ്ഷൻ കിടപ്പുണ്ട് അല്ലേ? ഒരു സംശയമില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഇപ്പൊ നീറ്റ് എക്സാമിന് ചോദിച്ചത് ഓർമ്മയില്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പ്രീവിയസ് ഇയർ പേപ്പറിൽ ഫൈബ്രസ് റൂട്ട് ഒറിജിനേറ്റ്സ് ഫ്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബേസ് ഓഫ് ദി സ്റ്റെം. ഓർക്കുന്നുണ്ടാവും നിങ്ങൾ? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു പക്ഷേ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബേസ്ഡ് ആണ്. റാച്ചിസ് ഓഫ് എ കോമ്പൗണ്ട് ലീഫ് ഇൻ നീം. കോമ്പൗണ്ട് ലീഫ് ഇൻ നീം എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതേതാണ്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ് അല്ലേ? അപ്പോൾ അതിലാണ് റാച്ചിസ് വരുന്നത്, മെയിൻ ആക്സിസ് വരുന്നത്. ദാറ്റ് റെപ്രസെൻറ്റ്സ് വാട്ട്? മിഡ് റിബ് അല്ലേ? മിഡ് റിബിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറിയാവുന്ന കാര്യമാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ മോർഫോളജിയിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ ബയോമോളിക്യൂൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബയോമോളിക്യൂൾ ചാപ്റ്ററിൽ നിന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ഇൻ DNA. ന്യൂക്ലിക് ആസിഡിലെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ആ ഡെഫിനിഷൻ ഓർക്കുന്നില്ലേ? ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ആണ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് നൈട്രോജൻ ബേസ് പ്ലസ് ഷുഗർ ആണ്. ഇതിന് നൈട്രോജൻ ബേസിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താടാ? നൈട്രോജൻ കണ്ടെയ്നിങ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് അല്ലേ? അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നേരെ അല്ലേ? ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്തു, ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഏതാണ്? യുറാസിലും സൈറ്റോസിനുമാണ്. DNA എന്ന് പറയുമ്പോൾ പിന്നെ യുറാസിലിനും സ്കോപ്പില്ല. യുറാസിൽ RNA അല്ലേ വരുന്നത്. സോ സൈറ്റോസിൻ എന്തായാലും നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സെൽ സൈക്കിൾ. സെൽ ബയോളജിയിൽ സെൽ സൈക്കിൾ ചാപ്റ്റർ ബേസ്ഡ് ആണ്. സ്റ്റേജ് ഇൻ വിച്ച് ബൈവാലൻസ് ആർ ക്ലിയർലി അപ്പിയർഡ് ആസ് ടെട്രാഡ് അല്ലേ? ബൈവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്രോമസോംസ് ആണ് അല്ലേ? 2 ക്രോമസോംസ് ആണ് ബൈവാലന്റ് എന്ന് നമുക്കറിയാം. 2 ക്രോമസോംസ് വരുമ്പോൾ അവിടെ ബൈവാലന്റ് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? സൈഗോട്ടീനിലാണ്. അപ്പോൾ 2 ക്രോമസോംസ് വരുമ്പോൾ ടോട്ടൽ 4 ക്രൊമാറ്റിഡ്സ് വരും. അപ്പോൾ 4 ക്രൊമാറ്റിഡ്സ് ആയിട്ട് കൃത്യമായി വിസിബിൾ ആവുന്നത് കുറച്ചുകൂടെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഏത് സ്റ്റേജിലാണ്? പാക്കറ്റൈനിലാണ്. ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അല്ലേ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ അമിയോസിസ് 1 അതിലെ പ്രൊഫേസ് 1 5 സബ് സ്റ്റേജും നമ്മൾ വ്യക്തമായിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഒരു സംശയമില്ലാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ദെൻ
If the number of chromosomes in the cells of nucellus of cycus is 24, what would be the number of chromosomes in its megaspore mother cell? പ്ലാൻ കിങ്ഡമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ, പ്ലാൻ കിങ്ഡമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ന്യൂസെല്ലസ് എന്ന് പറയുന്ന വേർഡ് യെസ് നമ്മൾ പ്ലാൻ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ന്യൂസെല്ലസ് ഡിപ്ലോയിഡ് ആണ്. മെഗാസ്പോർ മദർ സെല്ലും എന്താണ്, ഡിപ്ലോയിഡ് ആണ് അല്ലടാ. ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് അല്ലേ. ഡിപ്ലോയിഡ് ആണ്, പാർട്ട് ഓഫ് ദി സ്പോറോഫൈറ്റ് ആണ്. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ആൻസർ ആയി. ഏതാണ്, 24 ആണ്, ഒരു സംശയമില്ല അല്ലേ. റൈറ്റ്. അപ്പോൾ പ്ലാൻ കിങ്ഡത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത്. വീണ്ടും സെൽ സൈക്കിളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഗൈൻ നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവും. ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെപ്പറേഷൻ അല്ലേ. സെപ്പറേഷൻ, ക്രോമസോം സെപ്പറേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, അത് ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ് എന്നാണ് പറയുന്നത്. ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യുന്നത് അനാഫേസ് 1 അല്ലേ. നേരെ മറിച്ച് ക്രോമാറ്റിഡ്സ് എന്നായിരുന്നെങ്കിലോ നമുക്ക് അനാഫേസ് 2 കൊടുക്കാമായിരുന്നു അല്ലേ. സോ ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ഡ്യൂറിങ് അനാഫേസ് 1 ആണ്. ദെൻ ബയോമോളിക്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. വീണ്ടും പ്രൈമറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ മോളിക്യൂൾ ഹാസ് അല്ലേ. പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, എല്ലാ ലെവലും നമ്മൾ കണ്ടിട്ടുണ്ട് ശരിയല്ല. അതിൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അതിൽ 2 എൻഡ് എന്ന് പറയുന്നത് ശരിയല്ലേ. എൻ ടെർമിനൽ പിന്നെ സി ടെർമിനൽ ശരിയല്ലേ. നമ്മൾ ലെഫ്റ്റ് എൻഡ് ഫസ്റ്റ് അമിനോ ആസിഡ് എൻ ടെർമിനൽ അമിനോ ആസിഡ് എന്ന് പറയും. ലാസ്റ്റ് ഏതാണ്, സി ടെർമിനൽ അമിനോ ആസിഡ് എന്ന് പറയും. ഒരു സംശയം അക്കാര്യത്തിലില്ല ശരിയല്ലേ. സോ 2 ends. ഓക്കെ, യാ. ദെൻ ഇതേപോലെ നമ്മൾ പോളിസാക്കറൈഡ് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും ശരിയല്ലേ. റെഡ്യൂസിങ് എൻഡ്, നോൺ റെഡ്യൂസിങ് എൻഡ് ഉണ്ട് അല്ലേ. ന്യൂക്ലിക് ആസിഡ് എടുത്താലും 5' എൻഡ് ഉണ്ട്, 3' എൻഡ് ഉണ്ട് അല്ലേ. എന്ന് പറയുമ്പോൾ 3 ഏതാണ് മാക്രോ മോളിക്യൂൾസിനും 2 ends നമുക്ക് പറയാൻ സാധിക്കും. ദെൻ പ്ലാൻ കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിസെല്ലുലാർ പ്രോട്ടീൻ റിച്ച് ആൽഗെ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെന്റ്സ് ബൈ സ്പേസ് ട്രാവലേഴ്സ് എന്ന് കാണുമ്പോൾ തന്നെ ക്ലോറല്ല നിങ്ങൾ കുത്തിയിട്ടുണ്ടാവും. ബാക്കി ഓപ്ഷൻ പോലും നോക്കേണ്ട കാര്യമില്ല. ഉണ്ടോ, ഇല്ല. നമ്മളിപ്പോൾ 2020 ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള NCERT-യിൽ ക്ലോറല്ല മാത്രമേ തന്നിട്ടുള്ളൂ. തൊട്ട് മുന്നേ 2019 വരെയുള്ള എഡിഷനിൽ ക്ലോറലയുടെ ഒപ്പം ഒരു എക്സാമ്പിൾ കൂടി ഉണ്ടായിരുന്നു. ഏത്, സ്പൈറുലിന ശരിയല്ലേ. അപ്പോൾ നീറ്റ് എക്സാമിന് അത് ചോദിക്കുകയും ചെയ്തിരുന്നു. ആ പെയർ ക്ലോറല്ല ആൻഡ് സ്പൈറുലിന യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെന്റ്സ് ബൈ സ്പേസ് ട്രാവലേഴ്സ്. അപ്പോൾ പ്ലാൻ കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദെൻ നമുക്ക് ബയോമോളിക്യൂളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓഡ് 1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഡ് 1 ഓക്കെ. നിങ്ങളിത് 4 വായിക്കണം. ഓഡ് 1 ആകുമ്പോൾ 4 വായിക്കണം. വായിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്തായാലും ആൻസർ കൊടുത്തിട്ടുണ്ടാവും ഉറപ്പാണ്. കാരണം എന്താണ്, ഇത് 3 പ്രോട്ടീനേഷ്യസ് ആണ് അല്ലേ. എൻസൈംസ് എന്ന് പറയുന്ന മെജോറിറ്റി എന്താണ്, പ്രോട്ടീൻ ആണ്. പക്ഷെ ഇത് എന്താണ്, RNA ആണ്. RNA വിത്ത് കാറ്റലിറ്റിക് ആക്ടിവിറ്റി അല്ലേ. റൈറ്റ്, അതാണ് റൈബോസൈം. ഒരു സംശയമില്ല അല്ലേ. അപ്പോൾ എൻസൈം എന്ന് പറയുന്ന ടോപ്പിക്ക് ബയോമോളിക്യൂളിൽ തന്നെ വരുന്നു, ചെയ്തിട്ടുണ്ടാവും. ദെൻ പ്ലാൻ കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സമയം എടുത്തിട്ടുണ്ടാവും കാരണം ഒരു സെന്റൻസ് വായിക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ആണ് അല്ലേ. സോ മൾട്ടി സെല്ലുലാർ ജാക്കറ്റഡ് സെക്സ് ഓർഗൻസ് അല്ലെ. കുറച്ചുകൂടെ സെക്സ് ഓർഗൻസ് ഇവോൾവ് ചെയ്തിട്ട് മൾട്ടി സെല്ലുലാർ ആയിട്ട് വരുന്നത് ആർ ഫസ്റ്റ് അപ്പിയേർഡ്. പ്ലാൻ കിങ്ഡത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സെക്സ് ഓർഗൻ വരുന്നത് എവിടെയാടാ, ബ്രയോഫൈറ്റിലാണ് അല്ലേ. ഏതാണ്, മൾട്ടി സെല്ലുലാർ ആൻതെറിഡിയം, ആർക്കിഗോണിയം നമുക്കറിയാം. അപ്പോൾ ഇവിടെ ബ്രയോഫൈറ്റ് എന്ന് കൊടുക്കാം. ദെൻ ആൻഡ് ഇൻ ദിസ് ഗ്രൂപ്പ് സ്പോറോഫൈറ്റേഴ്സ് ഡിപ്പെൻഡന്റ് ആണ് അല്ലേ. സ്പോറോഫൈറ്റ് ഡിപ്പെൻഡന്റ് ആണ്, ഇതിൽ അറ്റാച്ച്ഡ് ആണ്. അത് ഫിസിക്കലി അറ്റാച്ച്ഡ് ആണ്, ന്യൂട്രീഷണലി ഡിപ്പെൻഡന്റ് ആണ്. ഏതിനെ, ഗെമിറ്റോഫൈറ്റിനെ. ആൻഡ് ഗെമിറ്റോഫൈറ്റസ് ഇൻഡിപെൻഡന്റ് അല്ലേ. അതാണ് മെയിൻ പ്ലാൻ ബോഡി ആയിട്ട് വരുന്നത്. സോ ബ്രയോഫൈറ്റ് ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ്. സോ ഓപ്ഷൻ 2 കൊടുക്കാം നമുക്ക് അല്ലേ. ബ്രയോഫൈറ്റ് എന്ന് കൊടുത്താൽ പിന്നെ ബ്രയോഫൈറ്റ് എന്ന് അറിയാമെങ്കിൽ ബാക്കി ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ശരിയല്ലേ. അപ്പോൾ തന്നെ ഓപ്ഷനിലോട്ട് വരാൻ കഴിയും. സോ ഓപ്ഷൻ വൈസ് ഇത് ഈസി ക്വസ്റ്റ്യൻ ആവുകയും ചെയ്തു. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ ഓപ്ഷൻ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് മാറി. കാരണം ബ്രയോഫൈറ്റിൽ വേറെ കോമ്പിനേഷൻ തന്നിട്ടില്ല. അപ്പോൾ പ്ലാൻ കിങ്ഡത്തിൽ നിന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വീണ്ടും മോർഫോളജിയിൽ നിന്ന്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടു, മോർഫോളജിയിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, വെൻ യങ്ങസ്റ്റ് ഫ്ലവേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി ടോപ്പ്. യങ്ങസ്റ്റ് ഫ്ലവർ ടോപ്പിലാണ് ശരിയല്ലേ. ഇത് ബേസ്, ഇത് ടോപ്പ് ആണെങ്കിൽ
ബോട്ടം ടോപ്പ് ആണെങ്കിൽ യങ്ങസ്റ്റ് ഫ്ലവർ ടോപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാടാ ഗ്രോത്ത് ടുവേർഡ്സ് ദി ടോപ്പ് ആണ്, അക്രോപെറ്റൽ ആണ് അല്ലേ? അക്രോപെറ്റൽ അല്ലടാ ഗ്രോത്ത് ടുവേർഡ്സ് ടോപ്പ്, അക്രോപെറ്റൽ ടുവേർഡ്സ് ടോപ്പ് ആണ്. സോ ഗ്രോത്ത് ടുവേർഡ്സ് ടോപ്പ് അക്രോപെറ്റൽ ഏതിലാ വരുന്നത്? റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സൈമോസ് ഇൻഫ്ലോറസൻസ് ഏതാ? ബേസിപെറ്റൽ ആണ് അല്ലേ? നമുക്കറിയാവുന്നതാണ്. ദെൻ ഐഡന്റിഫൈ ദ ഫീച്ചർ ദാറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു മൈറ്റോകോൺട്രിയ. സോ നമുക്ക് സെൽ ബയോളജിയിൽ ബയോമോളിക്യൂളിൽ നിന്നും സെൽ സൈക്കിളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ കണ്ടു. സെൽ സ്ട്രക്ചർ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ് ഇത്. മൈറ്റോകോൺട്രിയായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് ATP സിന്തസിസ് അസോസിയേറ്റഡ് ആണ് അല്ലേ? കണക്റ്റഡ് വിത്ത് ETC ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉണ്ട്, ശരിയാണ്. പക്ഷേ പ്രസന്റ് ഇൻ പ്രൊക്കാരിയോട്ട് തെറ്റാണ് അല്ലേ? പ്രസന്റ് ഇൻ പ്രൊക്കാരിയോട്ട് തെറ്റാണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പർ നോക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. പ്രൊക്കാരിയോട്ടിൽ മൈറ്റോകോൺട്രിയയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, മൈറ്റോകോൺട്രിയ ഇല്ലല്ലോ, സോ മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ പ്രൊക്കാരിയോട്ടിൽ പെർഫോം ചെയ്യുന്നത് ഏത് സ്ട്രക്ചർ ആണ് എന്ന് നീറ്റിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ടാവും. ഏതാണ്? യെസ്, ഏതാണ്? മീസോസോംസ് അല്ലേ? മീസോസോം പെർഫോംസ് ദ ഫംഗ്ഷൻസ് ഓഫ് മൈറ്റോകോൺട്രിയ, ദാറ്റ് ഈസ് എറോബിക് റെസ്പിറേഷൻ ഇൻ പ്രൊക്കാരിയോട്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നൈട്രജൻ സൈക്കിളാണ്. സോ പ്ലാൻ ഫിസിയോളജി തന്നെ, പ്ലാൻ ഫിസിയോളജിയിൽ മിനറൽ ന്യൂട്രീഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. റൈസോബിയം നൈട്രജൻ ഫിക്സേഷൻ ആണ്, സിംബയോട്ടിക് ആണ്. അസറ്റോബാക്ടർ നൈട്രജൻ ഫിക്സേഷൻ ആണ്, ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സർ ആണ്. നൈട്രോസോമോണാസ് നൈട്രിഫിക്കേഷനിൽ വരുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇതിൽ വരാത്തത്, ഒരു ബന്ധമില്ലാത്തത് ഏതാണ്? ക്ലാവിസെപ്സ് ആണ്. നിങ്ങൾ എന്തായാലും ശരിയാക്കിയിട്ടുണ്ടാവും. ദെൻ ജെനറ്റിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ജെനറ്റിക്സിൽ ദ ഓൺലി ലോ ഓഫ് മെൻഡൽ വിച്ച് സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം ആൻഡ് നീഡ്സ് നോ മോഡിഫിക്കേഷൻ. അങ്ങനെയുള്ള ഒരു ലോയേ ഉള്ളൂ അല്ലേ? മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് അറിയാമല്ലോ, 3 എണ്ണമല്ലേ ഉള്ളൂ അല്ലേ? ലോ ഓഫ് ഡോമിനൻസ്, ഡീവിയേഷൻസ് ഉണ്ട്. ഏത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ട്, കോ ഡോമിനൻസ് ഉണ്ട്, ശരിയല്ലേ? പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ലിങ്കേജ് ഉണ്ട്. ലിങ്കേജ് ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഇല്ല, ഉണ്ടോ? അപ്പോൾ ലോ ഓഫ് സെഗ്രിഗേഷൻ മാത്രമാണ് അല്ലേ? നമ്മളതിനെ എന്ത് പറയുന്നു? ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ് എന്നും വിളിക്കുന്നു അല്ലടാ? ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ജെനറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് അഗെയിൻ ജെനറ്റിക്സ് ആണ്, ബട്ട് അല്ലേ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് പ്രോജനി ഈസ് O ഗ്രൂപ്പ് ഫ്രം ദ മാരേജ് ബിറ്റ്വീൻ A ഗ്രൂപ്പ് മാൻ ആൻഡ് B ഗ്രൂപ്പ് വുമൺ ഇഫ് ബോത്ത് ഓഫ് ദം ആർ ഹെറ്ററോസൈഗസ്? അപ്പോൾ IA അല്ലേ, ഇതാണ് ഒരു പാരന്റ്. IBI ഇതാണ് അടുത്ത പാരന്റ്, ശരിയല്ലേ? സോ ഇതിൽ ഇപ്പോൾ O വരാൻ ഇതാ I വരണ്ടേ? ഇങ്ങനെ വരികയാണെങ്കിലല്ലേ O വരുള്ളൂ. സോ നിങ്ങളിങ്ങനെ ക്രോസ് എഴുതി ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ഏത് കിട്ടും? 1/4 കിട്ടും, ശരിയല്ലേ? എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാണ്. ദെൻ ജെനറ്റിക്സിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അഗെയിൻ ജെനറ്റിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ തന്നെയാണ്. ഹൗ മെനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീനോടൈപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ മെൻഡൽസ് ഡൈഹൈബ്രിഡ് ക്രോസ് അല്ലേ? ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാടാ? 9:3:3:1 ആണ് അല്ലേ? ഇതിൽ 9ഉം 1ഉം എന്താണ്? പാരന്റൽ ആണ്. 3ഉം റീകോമ്പിനന്റ് ആണ്. സോ 4 എണ്ണം. ആൻഡ് ഹൗ മെനി ഡിഫറെന്റ് ജീനോടൈപ്സ് ആർ ദർ? 9 ഡിഫറെന്റ് ജീനോടൈപ്സ് അല്ലേ? നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 ഓപ്ഷനിൽ തന്നിട്ട് പോലും ഇല്ല. സോ വളരെ ഈസി ആയി, ശരിയല്ലേ? റൈറ്റ്. ഫീനോടൈപ്പ് 4 എണ്ണം ഉണ്ട്, ജീനോടൈപ്പ് 9 എണ്ണം ഉണ്ട്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റിസൾട്ട് ഓഫ് എ ടെസ്റ്റ് ക്രോസ് ഇസ് ഡോമിനന്റ് ട്രേറ്റ് ഓൺലി ദ അൺനോൺ ജീനോടൈപ്പ് ഇസ്. അപ്പോൾ റിസൾട്ട് ഓഫ് എ ടെസ്റ്റ് ക്രോസ് ഇസ് ഡോമിനന്റ് ട്രേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അൺനോൺ ജീനോടൈപ്പ് എന്തായിരിക്കും? അപ്പോൾ ടെസ്റ്റ് ക്രോസിൽ നമ്മളിപ്പോൾ ടോൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഒരെണ്ണം, ശരിയല്ലേ? ഇതുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. നമുക്ക് ജീനോടൈപ്പ് അറിയാവുന്നത് ഇതിൻ്റെയാണ്. അപ്പോൾ റിസൾട്ട് കിട്ടുന്നത് കംപ്ലീറ്റ്ലി എന്താണ്? ഡോമിനൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാവിടാം. ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കിയാൽ പോരെ, ശരിയല്ലേ? ഇതൊരു ടെസ്റ്റ് ക്രോസ്. അടുത്തത് ഇതൊരു ടെസ്റ്റ് ക്രോസ്, ശരിയല്ലേ? ഇതിൻ്റെ എത്രയായിരിക്കും റിസൾട്ട്? 1:1 മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ നമുക്കറിയാം. ഇതെത്രയാണ് റിസൾട്ട്? 100% ടോൾ ആണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഹോമോസൈഗസ് ഡോമിനന്റ്. റിസൾട്ട് ഡോമിനന്റ് ട്രേറ്റ് ഓൺലി എന്ന് പറഞ്ഞില്ലേ? സോ ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. ഹെറ്ററോസൈഗസ് ഡോമിനന്റ് എന്ന് പറയണമെങ്കിൽ 1:1 ആയിരിക്കണം ടെസ്റ്റ് ക്രോസിന്റെ റിസൾട്ട്, റൈറ്റ്?
ദെൻ ടെസ്റ്റ് ക്രോസ് ബേസ്ഡും പ്രീവിയസ് ഇയർ നീറ്റ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. ദെൻ അഗെയിൻ ജെനറ്റിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. When heterozygous tall plant of Mendel is crossed with homozygous tall. Heterozygous tall, homozygous tall ആയിട്ട് ക്രോസ് ചെയ്തിരിക്കുന്നു. What percentage of the progeny to be heterozygous tall എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ രണ്ട് ടൈപ്പ് ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്ലാന്റ് മാത്രമാണ്, ശരിയല്ലേ? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഗാമീറ്റ്സ് ആണ്. സോ ഇതാ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് ക്യാപിറ്റൽ ടി. അപ്പോൾ 1:1 50% ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഹെട്രോസൈഗസ് ടോൾ അല്ലേ 50%, ഓപ്ഷൻ 3. അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് എഴുതിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിലും ഡയറക്റ്റ്ലി വായിച്ചിട്ടും ചെയ്യാം അല്ലേ. യെസ്, ബയോമോളിക്യൂൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ഇത് ആക്ച്വലി ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എൻസൈം ആണ് അല്ലടാ. ഹോളോ എൻസൈം എന്ന് പറയുന്നത് കംപ്ലീറ്റ് എൻസൈം ആണ്. കംപ്ലീറ്റ് എൻസൈം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് പ്രോട്ടീൻ പാർട്ടായിട്ടുള്ള അപ്പോ എൻസൈം വരുന്നുണ്ട്, പ്ലസ് നോൺ പ്രോട്ടീൻ പാർട്ടായിട്ടുള്ള കോഫാക്ടർ വരുന്നുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ, നോർമലി എക്സാക്ട്ലി അത് തന്നെ ഇവിടെ ഓപ്ഷനിൽ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ കോഫാക്ടർ 3 ടൈപ്പ് ഉണ്ടല്ലോ ഇല്ലേ? കോ എൻസൈംസ് ഉണ്ട്, പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഉണ്ട്, ഓർക്കുന്നില്ലേ? റൈറ്റ്. അപ്പോൾ ഇതിൽ മെറ്റാലിക് അയോൺ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൊടുക്കാവുന്ന ഓപ്ഷൻ ഏതാ? ഹോളോ എൻസൈം, അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ, യെസ്. അപ്പോൾ ബയോമോളിക്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത്. വീണ്ടും ജെനറ്റിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ചെറുതായിട്ടൊന്ന് ആലോചിക്കണം അല്ലേ. ഇഫ് എ പ്യുവർ ടോൾ പ്ലാന്റ്, ഇപ്പോൾ ക്യാപിറ്റൽ ടി is grown in a nutrient poor soil and reached the size of a pure dwarf plant, and if this plant is selfed, ഇത് സെൽഫ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. വാട്ട് വിൽ ബി ദ മോസ്റ്റ് ലൈക്ലി ഫിനോടൈപ്പ് ഓഫ് ദി F1? ഇതാ എന്തായിരിക്കും? എല്ലാം ടോള് തന്നെ, ഓപ്ഷൻ 1. ഓക്കെ, സോ അതിന് സഫീഷ്യന്റ് ന്യൂട്രിയന്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ആയതാണ്, അല്ലാതെ അതിന്റെ ജീൻ ചേഞ്ച് ചെയ്തിട്ടല്ല. ആണോ? അല്ല. സോ അത് മിനറൽ ഡെഫിഷ്യൻസി കൊണ്ട് അങ്ങനെ ആയി മാറിയതാണ് അല്ലേ, വളർച്ച മുരടിച്ചു പോയതാണ്, അല്ലാതെ ജീൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. റൈറ്റ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആലോചിക്കണം, അത്രേ ഉള്ളൂ. ദെൻ അഗെയിൻ ബയോമോളിക്യൂൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ബയോമോളിക്യൂളുമായിട്ടും മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാം, 2 ചാപ്റ്ററുമായിട്ടും. ഈ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഇല്ലേ, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത്, നമ്മൾ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടിന്റെ പേര് തന്നെ എന്താടാ? 3' 5' ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ് അല്ലേ. സോ 3rd കാർബൺ ആറ്റം, 5th കാർബൺ ആറ്റം, സെക്കൻഡ് ഓപ്ഷൻ അല്ലേ. ഒന്നും ആലോചിക്കാനില്ല. റൈറ്റ്, എല്ലാവരും എന്തായാലും ശരിയാക്കിയിട്ടുണ്ടാവും. ദെൻ അടുത്ത ചോദ്യം മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഓവറി സുപ്പീരിയർ എന്ന് പറയുമ്പോൾ അത് ഹൈപ്പോഗൈനസ് ആയിരിക്കണം, വേണ്ടേ? ഹൈപ്പോഗൈനസ് ആയിരിക്കണം അല്ലേ, അത് കത്തണം. ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. ഹൈപ്പോഗൈനസ് ഫ്ലവർ ബ്രിഞ്ചാളാണ് അല്ലേ. പീച്ച് പ്ലം എന്നൊക്കെ പറയുമ്പോൾ ഏതാടാ? പെരിഗൈനസ് ആണ്, ഹാഫ് ഇൻഫീരിയർ ആണ് അല്ലേ, അറിയാം. ദെൻ റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ നമ്മൾ എപ്പിഗൈനസിൽ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ് കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. സ്പോറോഫിൽസ് ഫോം കോമ്പാക്ട് സ്ട്രോബിലൈ അല്ലെങ്കിൽ കോൺ അല്ലേ. കോൺ എവിടെയാണ്? ഓൾ ടെറിഡോഫൈറ്റ്സ് പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് എ ജനറൽ ക്യാരക്ടർ ഓഫ് ടെറിഡോഫൈറ്റ്. ഓൾ ഫാനിറോഗ്യാംസ് പറ്റില്ല, കാരണം ഓൾ ഫാനിറോഗ്യാംസ് എന്ന് പറയുമ്പോൾ ജിംനോസ്പോം ആൻജിയോസ്പോം എല്ലാം വരും, അതിലില്ല. ദെൻ ഓൾ പ്ലാന്റ്സും പറ്റില്ല. സോ ആൻസർ ആയല്ലോ സെക്കൻഡ് ഓപ്ഷൻ, സം ടെറിഡോഫൈറ്റ്സ്. അതേതാണ് എന്നതായിരുന്നു പ്രീവിയസ് ഇയർ പേപ്പറിൽ ഉണ്ടായിരുന്ന നീറ്റ് ക്വസ്റ്റ്യൻ, ഓർക്കുന്നില്ലേ? എക്യോസീറ്റം, അതുപോലെ സെലാജനല്ല. ദെൻ ഇത് നമ്മുടെ ട്രാൻസ്പോർട്ട്, പ്ലാന്റ് ഫിസിയോളജിയിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതിൽ ട്രാൻസ്പോർട്ട് ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ. കൺട്രോൾ പോയിന്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ് അല്ലേ, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ്. വിച്ച് ആർ പ്രസന്റ് അറ്റ് സെൽ മെംബ്രെയിൻ ഓഫ് എൻഡോഡെർമിസ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ റൂട്ടിൻ്റെ എൻഡോഡെർമിസിൽ, റൈറ്റ്? കാരണം അതിൻ്റെ റേഡിയൽ വാളിലും ടാൻജൻഷ്യൽ വാളിലും കാസ്പേറിയൻ സ്ട്രിപ്സ് ഉണ്ട് അല്ലേ, സുബറിൻ ഡിപ്പോസിഷൻ ഉണ്ട്, ആ കാര്യം നമുക്കറിയാം. സോ ദീസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആക്ട് ആസ് കൺട്രോൾ പോയിന്റ്. ദേ അഡ്ജസ്റ്റ് എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂട്ട് ആൻഡ് ക്വാളിറ്റി ഓഫ് സൊല്യൂട്ട് അല്ലേ, ഏതൊക്കെ സൊല്യൂട്ട് എത്രത്തോളം, ഇത് രണ്ടും തീരുമാനിക്കുന്നത് ഈ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ്. ദെൻ അഗെയിൻ ജെനറ്റിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്.
അലീൽ ഡോമിനൻ്റ് ആണോ റിസസീവ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഓപ്ഷൻ 3 നിങ്ങൾ എന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. വെദർ ഇറ്റ് ഓർ അനദർ അലീൽ ഡിറ്റർമിൻസ് ദ ഫിനോടൈപ്പ് വെൻ ബോത്ത് ആർ പ്രസന്റ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പോൾ ക്യാപിറ്റൽ ടി ആണ് എക്സ്പ്രസ് ടോൾനെസ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യെസ് ക്യാപിറ്റൽ ടി ഇസ് ദ ഡോമിനൻ്റ് അലീൽ എന്ന്. ശരിയല്ലേ? ഹോമോസൈഗസ് കണ്ടീഷനിൽ ഏത് എക്സ്പ്രസ് ചെയ്യും? ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഏതാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ദെൻ പ്ലാൻ കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പ്ലാൻ കിങ്ഡത്തിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, NCERTയുടെ ടേബിളിലടാ. ടേബിളിൽ നമ്മൾ കുറേ പോയിന്റ്സ് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടില്ലേ? അതിൽ വരുന്നുണ്ട് കൃത്യമായിട്ട് ഫ്രഷ് വാട്ടർ ഫോംസ് ആർ റെയർ എന്ന് പറയുമ്പോൾ ബ്രൗൺ ആൽഗെ. അപ്പോൾ പിന്നെ ഈ ഓപ്ഷൻ എലിമിനേറ്റഡ് ആയി, ഇതും എലിമിനേറ്റഡ് ആയി. 1 ഉം 3 ഉം ആണ് പ്രോബിലിറ്റി ഉള്ളത്. പിന്നെ another group of algae found in both well lighted areas and areas where little light penetrates in depth എന്ന് പറയുമ്പോൾ റെഡ് ആൽഗെ. സോ ഫസ്റ്റ് ബ്രൗൺ ദെൻ സെക്കൻഡ് റെഡ് ആയിരിക്കണം. അപ്പോൾ ഏത് ഓപ്ഷനാ? തേർഡ് ഓപ്ഷൻ അല്ലേ? അപ്പോൾ NCERTയുടെ ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പോയിന്റ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലടാ, ചോദിക്കാവുന്നതാണ് കേട്ടോ. ദെൻ അഗൈൻ ജെനറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിംപിൾസ്. ഗ്യാപ്പ്. ഓക്കെ, നമ്മൾ കുറച്ച് സമയം ഒന്ന് ചെറിയൊരു 1 മിനിറ്റ് ഇടാം. Sorry for the inconvenience. Yeah. അപ്പോൾ നമുക്ക് ഡിംപിൾസ് ഓൺ ഫേസ് ആർ എ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറഞ്ഞു. എ മാൻ ആൻഡ് എ വുമൺ ഇസ് ഹെറ്ററോസൈഗസ് ഫോർ ദിസ് ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ എ സ്മോൾ എ കൊടുക്കുകയാണേ. ഇതാ ഇങ്ങനെ കൊടുക്കുകയാണേ. ഇഫ് ദേ മാരി വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് എ ചൈൽഡ് ഓഫ് ദിസ് വിൽ പോസസ് ഡിംപിൾസ്? ഒന്നും ആലോചിക്കാനില്ല. സ്മോൾ എ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/4 ആണ്. ശരിയല്ലേ? സോ 1/4 മാത്രമേ ഡിംപിൾസ് ഇല്ലാത്ത കുട്ടികളുണ്ടാവുള്ളൂ. കാരണം അത് റിസീവ് ആണ്. ഡിംപിൾസ് എന്താണ്? ഡോമിനന്റ് ട്രേറ്റ് അല്ലേ? അപ്പോൾ ബാക്കി 3/4 എന്തായിരിക്കും? ഡിംപിൾസ് ആയിരിക്കും. റൈറ്റ്? ഡിംപിൾസ് ഉള്ള കുട്ടികളായിരിക്കും. ബിക്കോസ് ഇറ്റ് ഇസ് എ ഡോമിനന്റ് ട്രേറ്റ്. സോ 75%, 3/4 അല്ലേ? 75%. ദെൻ നമുക്ക് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ? Length of DNA molecule greatly exceeds the dimensions of the nucleus in eukaryotic cells എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഓപ്ഷനെ കുറിച്ച്. How this DNA is accommodated? Super coiling in nucleosomes അല്ലേ? ഒന്നും പറയാനില്ല. DNA പാക്കേജിങ്ങിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Transfer of pollen grains from anther to stigma of another flower of the same plant. ഒന്നും ആലോചിക്കാനില്ല. പിന്നെ ഓപ്ഷൻ 4 നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ? ഒരു സംശയമില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ? സെൽ ബയോളജി എന്ന മെയിൻ അറീന ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് സെൽ എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസം അല്ലടാ? ഒരു സംശയത്തിനും സ്കോപ്പില്ല. ദെൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അഗൈൻ പ്ലാന്റ് ഫിസിയോളജിയിൽ റെസ്പിറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജിനേസ് ആണ്. കോംപ്ലക്സ് 2 സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ്. കോംപ്ലക്സ് 5 ATP സിന്തേസ് ആണ്. കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡൈസ് ആണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണ് അല്ലേ? ഓൾറെഡി മാച്ച്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. റൈറ്റ്? 1 1 2 2 3 3 4 4 എല്ലാം കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കിടക്കുന്നു അല്ലേ? റൈറ്റ്? അപ്പോൾ അതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളത് ഇപ്പോൾ കോംപ്ലക്സ് 3 ആണ്. കോംപ്ലക്സ് 3 ഇവിടെ തന്നിട്ടില്ല. നമുക്കറിയാം കോംപ്ലക്സ് 3 ഏതാണ്? സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ് അല്ലേ? ദെൻ പ്ലാന്റ് കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പൈറനോയിഡ്സ് ആർ പ്രസന്റ് ഇൻ ഏതിനകത്താണ്? ക്ലോറോപ്ലാസ്റ്റിനകത്താണ്. വാട്ട് ആർ പൈറനോയിഡ്സ്? സ്പെഷ്യൽ റിസർവ് ബോഡീസ് ആണ് അല്ലേ? ഇറ്റ് ഹാസ് പ്രോട്ടീനേഷ്യസ് സെൻറ്ററിലുള്ളത് ഏതാണ്? പ്രോട്ടീൻ ആണ്. ചുറ്റിനുള്ളതാണ് ഏത്? സ്റ്റാർച്ച് ഷീത്ത്.
So proteinaceous center surrounded by starch sheath. Then photosynthesis എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഫിസിയോളജിയിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ. ബയോസിന്തറ്റിക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡാഷ് ആൻഡ് ഡാഷ് ഓഫ് ദ ലൈറ്റ് റിയാക്ഷൻ ആർ യൂസ്ഡ്. ലൈറ്റ് റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ATP ഉണ്ട്, NADPH ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതിൽ ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ ഉപയോഗിക്കുന്നത് ATPയും NADPHും ആണ്. ഓപ്ഷൻ 2 എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. ദെൻ ഇത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ജെനറ്റിക്സിലെ പെഡിഗ്രി ബേസ്ഡ് ആണ്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ടത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മിസ്സിങ് ആയി പോയതാണ് കേട്ടോ, അല്ലേ? ഇത് ഷെയ്ഡ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏതിലോട്ടാണ് പോകുന്നത്? ഓട്ടോസോമൽ റിസസീവ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ മെയിലും ഫീമെയിലും അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൺഅഫക്റ്റഡ് പാരൻസ്, ഓപ്പൺ ആയിട്ടുള്ള സിമ്പിൾ എന്താണ്? ഡിസീസ് ഇല്ലാത്ത നോർമൽ പാരൻസ് ആണ്. സോ അൺഅഫക്റ്റഡ് പാരൻസിന് അഫക്റ്റഡ് ആയിട്ടുള്ള പ്രോജനി ഉണ്ടായിട്ടുണ്ട്. സോ മെയിൽ ഫീമെയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അൺഅഫക്റ്റഡ് പാരൻസിന് അഫക്റ്റഡ് പ്രോജനിയും ഉണ്ട്. ഈ 2 ഇൻഹെറിറ്റൻസ് പാറ്റേണും ഓട്ടോസോമൽ റിസസീവിന് ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നു, അല്ലേ? ദെൻ ബയോമോളിക്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ അനിമൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൊളാജൻ ആണ്. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ പ്ലാന്റ് വേൾഡ് അല്ലെങ്കിൽ ബയോസ്ഫിയർ ആണ് ഏത്? റുബിസ്കോ. ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ എന്ന് കണ്ടിട്ട് ഉടനെ തന്നെ കുത്തിയേക്കും. അങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, സില്ലി ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒന്ന് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. മുഴുവൻ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ദെൻ നമുക്ക് എക്കോളജി സെക്ഷൻ ആണ്, അല്ലേ? എക്കോളജിയിൽ നിന്ന് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന ക്വസ്റ്റ്യൻ ആണ്. എയർ ആക്ട് പാസ് ചെയ്ത്, അല്ലെ? എയർ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർഷമാണ് 1981. എന്തായാലും ശരിയാക്കിയിട്ടുണ്ടാവും. ദെൻ ജൂൺ 5th ഈസ് ഒബ്സർവ്ഡ് ആസ്, അല്ലേ? സെലിബ്രേറ്റ് ചെയ്യുന്ന എന്താടാ? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഡയറക്റ്റ്ലി NCERT തന്നിട്ടുണ്ടോ ചോദിച്ചാലും ഇല്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എക്കോളജിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, അല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവേണ്ടതാണ്, അല്ലേ? എന്തായാലും അടുത്തത് എവല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ജിയോളജിക്കൽ ടൈം ടേബിൾ റീസെൻറ്റ് എറ ഇസ് നോൺ ആസ് ഏതാണ്? സിനോസോയിക് എറ, അല്ലേ? എന്തായാലും നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവും. ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല. ദെൻ ഇൻ സിക്കിൾ സെൽ അനീമിയ ഗ്ലൂട്ടാമിക് ആസിഡ് ഇസ് റീപ്ലേസ്ഡ് ബൈ വലൈൻ. വലൈൻ ഇസ് കോഡഡ് ബൈ, എടാ ഗ്ലൂട്ടാമിക് ആസിഡ് കോഡ് ചെയ്യുന്ന ഏതാണ്? GAG ആണ്. GAG ആണ് ഗ്ലൂട്ടാമിക് ആസിഡ്, അല്ലേ? വലൈൻ വരുമ്പോൾ ഏതാവുകയാണ്? GUG ആണ്. GUG ആണ് വലൈൻ കോഡ് ചെയ്യുന്നത്, ശരിയല്ലേ? ഇപ്പം GUG എവിടെയുണ്ട്? വലൈൻ ഇസ് കോഡഡ് ബൈ GUG. ഓപ്ഷൻ 4. അപ്പോൾ ജെനറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ദെൻ അഗെയിൻ പ്ലാന്റ് ഫിസിയോളജിയിൽ ഫോട്ടോസിന്തസിസ്, അല്ലേ? ഡേഷ് ഫോർ ദ ഫസ്റ്റ് ടൈം ഷോഡ് ദാറ്റ് ഫോട്ടോസിന്തസിസ് വാസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ആരാണ്? ജൂലിയസ് വോൺ സാക്സ് ആണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ പിന്നെ ഡിസ്കവറിയാണ് ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ അതേപോലെ ഗ്ലൂക്കോസ് ആണ് പ്രൊഡക്റ്റ്. അത് സ്റ്റോർ ചെയ്യുന്ന സ്റ്റാർച്ച് ആയിട്ടാണ്. ഇതൊക്കെ ജൂലിയസ് വോൺ സാക്സിൻ്റെ കോൺട്രിബ്യൂഷനിൽ വരുന്നു. Then dash and dash were helpful in discovery of 2 pigment systems. ഇത് NCERT ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ പ്രീവിയസ് ഇയർ NEET പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം അവിടെ, അല്ലേ? ഇത് ആക്ച്വലി എമേഴ്സൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഓപ്ഷൻ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, സെക്കൻഡ് ഓപ്ഷൻ ആണ്. നമ്മൾ അറിഞ്ഞിരിക്കണം. റെഡ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിയോണ്ട് 680 നാനോമീറ്റർ ലൈറ്റ് കൊടുത്തപ്പോൾ ദർ വാസ് എ ഡ്രോപ്പ്, അല്ലേ? ഇൻ ഫോട്ടോസിന്തറ്റിക് ഈൽഡിൽ എന്താണ്? ഡ്രോപ്പ് ഉണ്ടായി. ബിയോണ്ട് 680 എന്ന് പറയുമ്പോൾ ഫാർ റെഡ് ലൈറ്റ്. ഓക്കെ. ദെൻ എൻഹാൻസ്മെന്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 2 ലൈറ്റ് കൂടെ കൊടുത്തു. ഏത്? ലെസ് ദാൻ 680 ആൻഡ് ഗ്രേറ്റർ ദാൻ 680. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന കാര്യം, യെസ്, 2 ഫോട്ടോ സിസ്റ്റംസ് വർക്ക്സ് സൈമൾട്ടേനിയസ്ലി, അല്ലേ? അതുകൊണ്ടാണ് ഈ 2 ടൈപ്പ്, അതായത് ഗ്രേറ്റർ ദാൻ 680 ലെസ് ദാൻ 680 കൊടുത്തപ്പോൾ ഫോട്ടോസിന്തറ്റിക് ഈൽഡിൽ എൻഹാൻസ്മെന്റ് ഉണ്ടായത്. ഓക്കെ, അങ്ങനെയാണ് 2 ഫോട്ടോ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നത്
മനസ്സിലാക്കിയത്. ആ 2 ഫോട്ടോ സിസ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലേക്ക് വന്ന എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് നീറ്റ് എക്സാമിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഇൻ ക്ലോറോപ്ലാസ്റ്റ്? ക്ലോറോപ്ലാസ്റ്റിൽ ഇല്ലാത്തത് യുബിക്വിനോൺ. ഇതാ യുബിക്വിനോൺ ഇസ് എ മൊബൈൽ കാരിയർ ഇൻ ഏതിലാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് മൈറ്റോകോൺട്രിയയാണ് അല്ലേ. ബാക്കിയെല്ലാം ഏതിൽ വരുന്നുണ്ട്? ഫോട്ടോസം 2 to ഫോട്ടോസം 1 അതിനിടയിലെല്ലാം വരുന്നുണ്ട്. അതായത് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. പ്ലാന്റ് ഫിസിയോളജി, അഗെയിൻ പ്ലാന്റ് ഫിസിയോളജി ക്വസ്റ്റ്യൻ തന്നെയാണ്. അൾട്ടിമേറ്റ് ആക്സെപ്റ്റർ, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഫോട്ടോസിന്തസിസ്. സോഴ്സ് ആണ് പറയുന്നത്. അൾട്ടിമേറ്റ് ആക്സെപ്റ്റർ, അൾട്ടിമേറ്റ് സോഴ്സ് ഏതാണ്? വാട്ടർ ആണ് അല്ലേ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫോട്ടോസം 2, ഫോട്ടോസം 1. അതിൻ്റെ ഫൈനൽ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് NADP+ ആണ്. എന്നിട്ട് NADP H+H+ ഫോം ചെയ്യുന്നു. ദെൻ ഓസോൺ ലെയർ ഇസ് മോസ്റ്റ്ലി അഫക്റ്റഡ് ബൈ, എക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ ലെയർ ഇസ് മോസ്റ്റ്ലി അഫക്റ്റഡ് ബൈ ഏതാടാ? എന്തായാലും നിങ്ങൾ ആൻസർ കൊടുത്തിട്ടുണ്ടാവും. CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലേ. അതിൽ ക്ലോറിൻ റാഡിക്കൽസ് വന്നിട്ട് അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അല്ലേ ഡീഗ്രഡേഷൻ ഓഫ് ഓസോൺ കാറ്റലൈസ് ചെയ്യുന്നു. അങ്ങനെ ഓസോൺ ഹോൾ ഫോർമേഷൻ അല്ലേ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ അല്ലേ, പ്ലാന്റ് കിങ്ഡം അതായത് ആ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ടുണ്ട്. മോർഫോളജി, അനാട്ടമി, സെൽ ബയോളജി, പ്ലാന്റ് ഫിസിയോളജി, ജെനറ്റിക്സ്, റീപ്രൊഡക്ഷൻ, എക്കോളജി. ഇത്രയും ഏരിയാസ് നമ്മൾ ഈ 50 ക്വസ്റ്റ്യനിൽ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ് മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിലെവിടെയൊക്കെയാണ് തെറ്റ് വന്നത് അല്ലേ? ഇന്ന് എനിക്ക് തോന്നുന്നത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു പേപ്പറാണ് അല്ലേ. നന്നായിട്ട് സ്കോർ ചെയ്യാം. ഇതിൽ തെറ്റിക്കാമെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒന്നുമില്ല അല്ലടാ, അങ്ങനെയല്ലേ? ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പേപ്പറും അല്ല. അപ്പോൾ അടുത്ത മോഡൽ വരുമ്പോൾ ഇന്ന് എന്താണ് തെറ്റ് വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റ് വന്നതെന്ന് ഓരോരുത്തരും അനലൈസ് ചെയ്യുക. ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ് മക്കളെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് യൂണിറ്റ് ആൻഡ് ഡയമെൻഷനിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഈക്വലായിട്ട് വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ വാരീസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ആസ് V is equal to P root x divided by x plus q, where P and Q are the constants. Then the dimension of PQ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഈ തന്നിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. P into root x divided by x plus q. x ഡിസ്റ്റൻസ് ആണ്. സോ നാച്ചുറലി ക്യൂവിൻ്റെ ഡയമെൻഷനും എന്ത് തന്നെ ആയിരിക്കണം? ഡിസ്റ്റൻസിൻ്റെ, അതായത് ഡയമെൻഷൻ L തന്നെ ആയിരിക്കണം. അപ്പോൾ പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പി ക്യൂവിൻ്റെ ഡയമെൻഷനാണ്. സോ നമ്മൾ ഡയമെൻഷനിൽ എഴുതുന്ന സമയത്ത് V സ്റ്റാൻഡ്സ് ഫോർ പൊട്ടൻഷ്യൽ എനർജി. സോ M L square T power minus 2 is equal to P in the dimension അറിയില്ല, that's what we have to find out. Then x എന്ന് പറയുമ്പോൾ L ആണ്. So this will be root of L എന്ന് വരും, divided by x plus q എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഡയമെൻഷൻ L തന്നെ അല്ലേ വരിക. സോ ദ ഡയമെൻഷൻ ഓഫ് P will be, ഇത് വെട്ടിപ്പോയിട്ട് ഇവിടെ ഒരു റൂട്ട് L വരും, അത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് P will be P into Q അല്ലേ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. ഡയമെൻഷൻ ഓഫ് P will be M L റൈസ് ടു ഇത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 5/2 T റൈസ് ടു -2 എന്ന് കിട്ടും. ക്യൂവിൻ്റെ ഡയമെൻഷൻ ഓൾറെഡി L ആണെന്ന് നമുക്കറിയാം. അപ്പോൾ പി ക്യൂ വിൽ ബി P ഇൻറ്റു ക്യൂ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ M അവിടെ തന്നെയുണ്ട്, T റൈസ് ടു -2 ഉണ്ട്, 5/2 + 1 എന്ന് പറയുമ്പോൾ 7/2 ആണ്. സോ L റൈസ് ടു
7/2 t raised to -2. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ലാസ്റ്റ് വൺ അല്ലേ? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, യൂണിറ്റ് ആൻഡ് ഡയമെൻഷനിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് 4 വേരിയബിൾസ് p, q, r ആൻഡ് s as a equal to p cube q square divided by root of rs എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The errors in the measurement are given. So what is the percentage error in a എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എറർ ഇൻ എ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ എ ബൈ എന്ന് എഴുതിയാലും മതി. സോ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു, സിമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അങ്ങ് ആൻസറിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ പി ബൈ പി പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ക്യൂ പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ എസ് ബൈ എസ് എന്ന് വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ പി ബൈ പിയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, ഡെൽറ്റ പി ബൈ പി എന്ന് പറയുന്നത് 1% ആണ്, പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ക്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 പ്ലസ് അടുത്തത് 1/2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ ആറിൽ വരുന്ന എറർ അഗെയിൻ 2% ആണ്, 2 പ്ലസ് അഗെയിൻ 1/2 ഇൻറ്റു ഡെൽറ്റ എസ് ബൈ എസ് എന്ന് പറഞ്ഞാൽ 4% ആണ്. സോ നമ്മുടെ ആൻസർ എത്ര വരണം? 3 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 2 7 8 10 10% ആൻസർ വരും ഇവിടെ. സെക്കൻഡ് ക്വസ്റ്റിന് 10% ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് 2 ക്വസ്റ്റിനും യൂണിറ്റ് ആൻഡ് ഡയമെൻഷനിൽ നിന്നുള്ളതാണ്. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റൻ എന്താണ്? നെക്സ്റ്റ് വൺ ഇത് 1 ഡയമെൻഷണൽ മോഷനിൽ നിന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം ദ ടവർ travels 1/4 of the total distance in the last second of its motion. അപ്പോൾ എത്ര സെക്കൻഡിലാണ് താഴെ എത്തുന്നതെന്ന് അറിയില്ല. സോ വി ജസ്റ്റ് കൺസിഡർ ദാറ്റ് ബൈ t സെക്കൻഡ് ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ട്രാവൽ ചെയ്ത ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എഴുതാം? ½ GT² എന്ന് എഴുതാം, ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ t എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ഓഫ് ട്രാവൽ ആണ്. ലാസ്റ്റ് സെക്കൻഡിൽ ഇറ്റ് ട്രാവൽസ് 1/4 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ 1/4 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ tth സെക്കൻഡ് ആണ് ലാസ്റ്റ് സെക്കൻഡ്. മൊത്തം 10 സെക്കൻഡ് വേണമെങ്കിൽ 10ാമത്തെ സെക്കൻഡ് ആണ് ലാസ്റ്റ് സെക്കൻഡ് ആയിട്ട് വരുന്നത്. ഇവിടെ t സെക്കൻഡ് വേണം. സോ tth സെക്കൻഡ് ഇസ് ദ ലാസ്റ്റ് സെക്കൻഡ്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ് ഓഫ് മോഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് u പ്ലസ് a ഇൻറ്റു n മൈനസ് 1/2. ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല. സോ h/4 ഈക്വൽ ടു g ഇൻറ്റു t മൈനസ് 1/2 എന്ന് കിട്ടും. രണ്ടും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. h കട്ട് ചെയ്ത് പോയി, പിന്നെ g കട്ട് ചെയ്ത് പോയി. സോ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. 4 ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു t² ഡിവൈഡഡ് ബൈ 2 ന്യൂമറേറ്ററിലും ഇവിടെ ഒരു t മൈനസ് 1/2 ഡിനോമിനേറ്ററിലും വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4t മൈനസ് 2 ഇസ് ഈക്വൽ ടു t² ബൈ 2. ഇതിനെങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 8t മൈനസ് 4 ഈക്വൽ ടു t². സോ നമ്മുടെ ഫൈനൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുമ്പോൾ t² മൈനസ് 8t അല്ലേ, തെറ്റിയിട്ടില്ലല്ലോ. ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ t² മൈനസ് 8t മൈനസ് 4 അല്ലേ, സോറി പ്ലസ് 4 അല്ലേ, ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൊല്യൂഷൻസ് വരുന്നത് ഒന്ന് 15/2 പിന്നെ ഒന്ന് 1/2 ആണ്. നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. -b പ്ലസ് ഓർ -b² മൈനസ് 4ac/2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിയുടെ വാല്യൂ വരുന്നത് അറൗണ്ട് 15/2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാനിപ്പോൾ സോൾവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ തേർഡ് ഓപ്ഷനാണ് ആൻസർ വരിക. എക്സാക്ട് 7.5 വരില്ല കേട്ടോ മക്കളെ. നമുക്കിവിടെ തന്നിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, ന്യൂമറിക്കലി ചെറിയ വ്യത്യാസം ഉണ്ടാവും, ബട്ട് അപ്രോക്സിമേറ്റ് ആൻസർ ഈസ് 7.5. ഓക്കെ, അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അത് വരുന്നത് 8 പ്ലസ് ഓർ മൈനസ് √48 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെയായിരിക്കും വരിക. ഒരു മിനിറ്റ് അതൊന്ന് പറഞ്ഞിട്ട് പോവാം. അവിടെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ 8 പ്ലസ് ഓർ മൈനസ് √48 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അതാണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 48ൻ്റെ റൂട്ട് 7 എന്ന് എടുത്ത് 8 പ്ലസ് 7 15 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇലക്ട്രോൺസ്, ഇത് സെക്കൻഡ് ഇയറിൽ ആറ്റമിക് ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ദ 4th ടു ദ 2nd ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. റെഡ്ബർഗ് കോൺസ്റ്റന്റ് ഇസ് ഗിവൺ. Then what is the frequency of the emitted radiation? Direct formula അല്ലേ, frequency of emitted radiation nu is equal to RC into hydrogen ആയതുകൊണ്ട് നമുക്ക് Z² എടുക്കേണ്ട കാര്യമില്ല. 1/n1² മൈനസ് 1/n2² ആണ്. n1 എന്ന് പറയുന്നത്
2 ആണ്, N2 എന്ന് പറയുന്നത് 4 ആണ്. സോ നമ്മൾ ചെയ്തു വരുമ്പോൾ ഫ്രീക്വൻസി ഈക്വൽ ടു RC എന്ന് പറയുമ്പോൾ 10⁻⁷ ഇൻറ്റു 3 ഇൻറ്റു 10⁻⁸ 1/4 മൈനസ് 1/60 എന്ന് വരും. 1/4 2 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയർ. സോ ദ ആൻസർ വിൽ ബി 3 ഇൻറ്റു 10⁻15 ഇൻറ്റു 3/16 അല്ലേ വരിക, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3/16. സോ അവിടെ 9/16 ഇൻറ്റു 10⁻15 ഹെഡ്സ് എന്ന് പറഞ്ഞ ആൻസർ വരും. ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, യെസ്, ഫസ്റ്റ് വൺ ഈസ് ദ ആൻസർ. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോവാം. ഇതാണ്, ഇത് പ്രൊജക്ടൈൽ മോഷനിൽ നിന്നാണ്. ദ റേഞ്ച് ഓഫ് എ പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഈസ് ലോഞ്ച്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ഈസ് 1.5 കിലോമീറ്റർ എന്നുണ്ട്. What is the range of the projectile when launched at an angle of 45 degree to the horizontal? ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റൻ അല്ലേ. R equal to U square sin 2 theta divided by G ആണ്. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് 1.5 is equal to U square sin 2 theta എന്ന് പറയുമ്പോൾ sin 30 divided by G എന്ന് വരും. സെക്കൻഡ് കേസിൽ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം. R equal to U square sin 2 theta എന്ന് പറയുമ്പോൾ sin 2 into 45 sin 90 1 ആണ് divided by G. ഈ U square by G എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്താൽ പോരെ. സോ നമുക്ക് എന്ത് കിട്ടി, 1.5 is equal to R into sin 30 എന്ന് പറഞ്ഞാൽ 1/2. സോ സെക്കൻഡ് കേസിലെ റേഞ്ച് വരുന്നത് 3 കിലോമീറ്റർ. ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക. നമ്മൾ ഈ U square by G ക്ക് പകരം R എന്ന് ഇവിടെ കൊടുക്കുന്നു. ദാറ്റ്സ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നെക്സ്റ്റ് വൺ. ഇതും പ്രൊജക്ടൈൽ മോഷനിൽ നിന്ന് തന്നെയാണ്. 2 ഡയമെൻഷണൽ മോഷനിൽ പ്രൊജക്ടൈൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. എന്തായാലും അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് വരുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് എല്ലാ വർഷവും പ്രൊജക്ടൈലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. 2 particles are projected upwards with the same initial velocity v0 at 2 different angles of projection such that their horizontal ranges are same. ഇതാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ക്ലൂ പറയുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് സെയിം ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ, ദ സം ഓഫ് ദ ആംഗിൾസ് മസ്റ്റ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്ര ആയിരിക്കണം, 90 മൈനസ് തീറ്റ ആയിരിക്കണം. അപ്പോഴേ റേഞ്ച് ഈക്വൽ ആയിട്ട് വരുള്ളൂ. റേഞ്ച് ഈക്വൽ ആണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദം വിൽ ബി, നമ്മളിത് ക്ലാസ്സുകളിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് റേഷ്യോ ഓഫ് ദ ഹൈറ്റ്സ് വിൽ ബി h1 ഡിവൈഡഡ് ബൈ h2 ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. ഫസ്റ്റ് കേസിലാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ, രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ ഓഫ് 90 മൈനസ് തീറ്റ. സോ നമുക്കവിടെ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ഓഫ് 90 മൈനസ് തീറ്റ, അതായത് കോസ് സ്ക്വയർ തീറ്റ. സോ യുവർ ആൻസർ വിൽ ബി ടാൻ സ്ക്വയർ തീറ്റ. ഓപ്ഷൻ വരുന്നത് മൂന്നാമത്തെ അല്ലേ, ടാൻ സ്ക്വയർ തീറ്റ. ഇതേപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചെങ്കിൽ ദാറ്റ് വിൽ ബി ടാൻ തീറ്റ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. The masses of 10 kg and 20 kg are respectively connected by a massless spring as shown in the figure. Laws of motion എന്നാണ്. 10 kg and 20 kg and a force of 200 Newton acts on the 20 kg mass as at the instant shown the 10 kg mass has an acceleration of 12 meter per second. ഇതിൻ്റെ acceleration 12 meter per second ആണ്. സോ വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദിസ് എന്നാണ് ചോദ്യം. നമ്മൾ 200 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന 200 ന്യൂട്ടൺ എന്ന് പറയുന്നത് 2 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ m1 a1 പ്ലസ് m2 a2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് m1 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 12 പ്ലസ് 20 ഇൻറ്റു a2 എന്ന് പറയാം. സോ 20 a2 ഇസ് ഈക്വൽ ടു, ഇത് 120 ആണ്, ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 200 മൈനസ് 180 ദാറ്റ് ഈസ് 80 എന്ന് കിട്ടും. സോ ആക്സലറേഷൻ ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻസർ ഉണ്ടാവുമല്ലോ അവിടെ. സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്, ബി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതും അഗെയിൻ ലോസ് ഓഫ് മോഷനിൽ തന്നെ ഉള്ളതാണ്. വെക്ടർ അഡീഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. ദ വാല്യൂ ഓഫ് ദ ടെൻഷൻ T1 വെൻ ദ സിസ്റ്റം സോൺ എബവ് ഇസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ 4 കിലോഗ്രാം ആണ്. സോ ഡൗൺവേർഡ് ആയിട്ട് അവിടെ വെയിറ്റ് 40 ന്യൂട്ടൺ ഉണ്ടാവും. ഇതാണ് ടെൻഷനുകളുടെ ഡയറക്ഷൻ T1 T2. ഓർമ്മിക്കണം, ടെൻഷൻ ഓൾവേസ് ആക്ട്സ് ടുവേഴ്സ് ദ ഫിക്സഡ് പോയിന്റ്. ഇനി നമുക്ക് ഈ T1നെ 2 കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇത് T1, ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 45 ഡിഗ്രി തന്നെ ആയിരിക്കുമല്ലോ, പാരലൽ ലൈൻസ് അല്ലേ. സോ ദിസ് കമ്പോണൻറ്റ് വിൽ ബി T1 cos 45. ആ T1 cos 45 ആണ് 40 ന്യൂട്ടനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് T1 cos 45 എന്ന് പറഞ്ഞാൽ 1/√2 ഈക്വൽ ടു 40. സോ നമുക്ക് T1ൻ്റെ വാല്യൂ കിട്ടിയല്ലോ. T1 ആണോ കണ്ടുപിടിക്കേണ്ടത്? ദ വാല്യൂ ഓഫ് T1
അല്ല ഇത് T2 അല്ലേ, T1 T2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ഇത് T2 ആണ്. അപ്പോൾ ഇത് T2 cos 45 എന്ന് കിട്ടും. അപ്പോൾ T2 × 1/√2 = 40. അപ്പോൾ T2 = 40√2 ന്യൂട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. T2ൻ്റെ വാല്യൂ എല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് T2 cos 45 ആണ്. സിമിലർലി ഇതാരാണ്, T2 sin 45 ആണ്. ആ T2 sin 45 ആണ് ആരെ ബാലൻസ് ചെയ്യുന്നത്, T1നെ ബാലൻസ് ചെയ്യുന്നത്. കളർ പ്രശ്നമുണ്ടോ മക്കളെ? ഇപ്പം മാറ്റാം കേട്ടോ, കളർ നമുക്ക് മാറ്റാം. യെസ്, കളർ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് അല്ലെങ്കിൽ ഗ്രീൻ കളർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇത് അഗെയിൻ 45 ഡിഗ്രി ആണ്. അപ്പോൾ 45 ഡിഗ്രി എന്ന് വരുമ്പോൾ ദിസ് കമ്പോണൻറ്റ് വിൽ ബി T2 cos 45. അപ്പോൾ T2 cos 45 ബാലൻസ് ചെയ്യുന്നത് 40 ന്യൂട്ടനെയാണ്. സോ T2 × 1/√2 = 40 എന്ന് കിട്ടും. സോ T2ൻ്റെ വാല്യൂ 40√2 ന്യൂട്ടൺ ആയി. ഈ കമ്പോണൻറ്റ് അറിയാം, ദാറ്റ് ഈസ് T2 sin 45 വിച്ച് ഈസ് ബാലൻസിങ് ദ T1. അപ്പോൾ T2ൻ്റെ വാല്യൂ 40√2 ആണ്. sin 45 ഈസ് 1/√2 = T1. അപ്പോൾ നമ്മുടെ ആൻസർ ആയല്ലോ, T1 = 40 ന്യൂട്ടൺ. ഈ കളർ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. A body projected vertically upwards from the ground rises to a maximum height of h. വെർട്ടിക്കലി പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് ആണ്. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കൊളീഷനിൽ കാണുന്നതാണ്. റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. റീബൗണ്ട്സ് ടു എ മാക്സിമം ഹൈറ്റ് ഓഫ് h ആൻഡ് ഫോൾസ് ബാക്ക് ടു ദ ഗ്രൗണ്ട്. After rebounding, the process repeats. If 0.5 is the coefficient of restitution E, then the coefficient of restitution between the body and the ground, the total distance travelled by it before coming into rest. നമ്മൾ പൊതുവെ പഠിച്ച് ശീലിച്ചൊരു ഫോർമുല ഉണ്ടാവും. നമ്മളൊരു ബോഡി താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ആ ഡ്രോപ്പ് ചെയ്ത് താഴെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ റീബൗണ്ടിങ് കഴിഞ്ഞ് ഫൈനലി ഇറ്റ് വിൽ കം ടു റെസ്റ്റ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന ബോഡി ഇത് ഇത്രയും ദൂരം റെസ്റ്റിൽ വരുന്നതിനുള്ളിൽ അത് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ടോട്ടൽ അതിൻ്റെ ഫോർമുല ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കും. ടോട്ടൽ ഡിസ്റ്റൻസ് = ഇനീഷ്യൽ ഹൈറ്റ് h ആണെങ്കിൽ h × 1 + e² / 1 - e² ആണ്. ഇത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ഡ്രോപ്പ് ചെയ്യല്ല ചെയ്യുന്നത്, യു ആർ ത്രോയിങ് ഇറ്റ് അപ്വേർഡ്സ്. അപ്പോൾ നമ്മൾ ആരെയും കൂടെ ആഡ് ചെയ്യണം. ഈ കേസിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുമ്പോൾ ഇൻ ദിസ് കേസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് = ഇതിൻ്റെ കൂടെ ആരെയും കൂടെ ആഡ് ചെയ്യണം, ഒരു h കൂടെ ആഡ് ചെയ്യണം. കാരണം ഓൾറെഡി അത് മേലേക്ക് പോയിട്ടാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് h × 1 + e² / 1 - e². ഇവിടെ മുകളിലേക്ക് എറിയുന്നതുകൊണ്ട് ഒരു h കൂടെ നമ്മളവിടെ ആഡ് ചെയ്യണം. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻ ദിസ് കേസ് = കാരണം മിക്കവാറും എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈ ഫോർമുലയാണ്. ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 5h/3 ആൻസർ കിട്ടും. ഓപ്ഷൻ ഉണ്ടാവില്ല ഇത്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വരാം അവിടെ. ഇവിടെ നമ്മൾ ത്രോ ചെയ്യാണ് ചെയ്യുന്നത് മേലേക്ക്. സോ ഇതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, മേലേക്ക് പോകുന്ന h കൂടെ ആഡ് ചെയ്യണം. സോ h + h × 1 + e² / 1 - e². അപ്പോൾ നമുക്കവിടെ h പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 + 1 + e² / 1 - e² എന്ന് വരും. അവിടെ LCM എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു h × ഇവിടെ 1 - e² + 1 + e² / 1 - e² എന്ന് വരും. e² കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ ദിസ് കേസ് = 2 / 1 - e² ഇൻറ്റു h എന്ന് കിട്ടും. അവിടെ ഈയുടെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ 0.5 എന്നല്ലേ പറയുന്നത്. സോ എന്ത് വരും, 2 / 1 - e² എന്ന് പറയുമ്പോൾ 0.5 1/2 അല്ലേ, അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1/4 എന്ന് കിട്ടും ഇൻറ്റു h. അപ്പോൾ ഇത് 3/4 ആണ്. അത് മുകളിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി = h × 8/3 എന്ന് കിട്ടും. തേർഡ് ഓപ്ഷനാണ് ആൻസർ വരിക. അപ്പോൾ ഇത് കാൽക്കുലേഷൻ നോക്കിക്കോളൂ. ഇത് 3/4 വരും. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 2 × 4 8 ആയി. 8/3 ഇൻറ്റു h എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് പ്രത്യേകം ഓർമ്മിച്ചോളൂ. നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഈ ഫോർമുലയാണ്. ഇത് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ 5h/3 ആൻസർ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവിടെ പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് എ പ്ലാനോ കോൺവെക്സ് ലെൻസ്? ഇത് ഡയറക്റ്റ് ഫോർമുലയാണ്, റേ ഓപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പ്ലാനോ കോൺവെക്സ് ലെൻസ്
has a curved surface of radius 15 centimeter. If the refractive index of the material is 1.5, what is the focal length എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ പ്ലാനോ കോൺവെക്സ് ലെൻസിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഒരു സർഫസിൻ്റെ റേഡിയസ് ആണ് 15, പ്ലാനോ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് മറ്റ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി ആണ്. സോ 1/f is equal to n-1 ഇൻറ്റു 1/r1 1/r2 വേണ്ടല്ലോ, ഒരൊറ്റ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ അവിടെയുള്ളൂ. സോ n-1 എന്ന് പറയുമ്പോൾ 1/2, 3/2 - 1 1/2 ഇൻറ്റു 1/r എന്ന് പറഞ്ഞാൽ 1/50. സോ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. തേർഡ് ഓപ്ഷനാണ്. ഓക്കെ, അടുത്തത് എന്താണ്? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. ദ റേഷ്യോ ഓഫ് 2013 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നീറ്റിൽ തന്നെ ഫസ്റ്റ് നീറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ദ റേഷ്യോ ഓഫ് ആംഗുലാർ സ്പീഡ്സ് ഓഫ് മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് എ വാച്ച്. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗുലർ സ്പീഡിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആംഗുലർ സ്പീഡ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം അല്ലേ. അപ്പോൾ ω1 / ω2 ഈക്വൽ ടു T2 / T1. T2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടൈം പീരീഡാണ്. അവർ ഹാൻഡിൻ്റെ ടൈം പീരീഡ് വരുന്നത് എത്രയാണ്? 12 മണിക്കൂറല്ലേ. മിനിറ്റ് ഹാൻഡിൻ്റെ ടൈം പീരീഡ് വരുന്നത് എത്രയാണ്? 1 അവർ അല്ലേ. സോ ദ റേഷ്യോ വിൽ ബി ω1 / ω2 ഈക്വൽ ടു 12:1. ഓപ്ഷൻ മൂന്നാമത്തെ തെറ്റിക്കരുത്. മിനിറ്റ് ഹാൻഡ് ബൈ അവർ ഹാൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത്, ω1 / ω2. ഓക്കെ, നെക്സ്റ്റ് വൺ, എ യൂണിഫോം തിൻ ബാർ ഓഫ് മാസ് 4 കിലോഗ്രാം ആൻഡ് ലെങ്ത് 2 മീറ്റർ. ഇത് കുറച്ച് റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്നുള്ളതാണ്, കുറച്ച് കോംപ്ലിക്കേഷൻ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും. എ യൂണിഫോം തിൻ ബാർ ഓഫ് മാസ് 4 കിലോഗ്രാം ആൻഡ് ലെങ്ത് 2 മീറ്റർ is bent into a square. The moment of inertia about an axis passing through the center of mass and perpendicular to the plane of the square. നമ്മളൊരു റോഡിനെ ഒരു സ്ക്വയർ ലൂപ്പാക്കി മാറ്റി ഇങ്ങനെ. അപ്പോൾ ഓരോന്നും ഈക്വൽ മാസും ഈക്വൽ ലെങ്ത്തും ഉള്ള 4 പീസാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇതായിരിക്കുമല്ലോ സെൻറ്റർ ഓഫ് മാസ്. സിമെട്രിക് അറേഞ്ച്മെൻ്റ് അല്ലേ. സിമെട്രിക് അറേഞ്ച്മെൻ്റ് ആകുമ്പോൾ എന്തായാലും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്റർ തന്നെയായിരിക്കും. സോ ഇത് നമ്മുടെ സ്ക്വയർ ലൂപ്പാണ്. യു ആർ റൊട്ടേറ്റിംഗ് ദ സ്ക്വയർ ലൂപ്പ് അബൌട്ട് ദിസ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. ഇതിലാണ് റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഒരു റോഡിൻ്റെ മാത്രം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് അതിന് എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ മാസ് ഞാനിപ്പോൾ ഇതാണ് കണ്ടുപിടിക്കുന്നത് വിചാരിച്ചു. ഇതിൻ്റെ മാസ് എമ്മും ലെങ്ത് എല്ലും ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റൊട്ടേഷൻ നടക്കുന്നത് ഈ റോഡിൻ്റെ സെൻട്രൽ ആക്സിസിലല്ല. സെൻട്രൽ ആക്സിസിൽ റൊട്ടേഷൻ നടക്കാത്ത സമയം വരുമ്പോഴൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആരെയാണ്? പാരലാക്സിസ് തിയറത്തിനെയാണ്. പലർക്കും അതൊരു സംശയമാണ്, എപ്പോഴാണ് പാരലാക്സിസ് തിയറം യൂസ് ചെയ്യേണ്ടി വരുന്നത്? വെൻ ദ റൊട്ടേഷണൽ ആക്സിസ് ഈസ് അതർ ദാൻ ദ സെൻട്രൽ ആക്സിസ് വി ഹാവ് ടു റിലൈ ഓൺ ദ പാരലൽ ആക്സിസ് തിയറം. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ളൂ. ഇതാണ് ഇങ്ങനെ വരുന്നതാണ് സെൻട്രൽ ആക്സിസ്, ഇതാണ് റൊട്ടേഷണൽ ആക്സിസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് L/2 ഡിസ്റ്റൻസ് അകലെയുള്ള വേറെ ഏതോ ഒരു ആക്സിസിലാണ് അതിൻ്റെ റൊട്ടേഷൻ നടക്കുന്നത്. സോ ഒരു റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ എത്ര വരും? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഇസ് mL² / 12 പ്ലസ് മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് വിച്ച് ഇസ് ഈക്വൽ ടു mL² / 3 എന്ന് കിട്ടും. ഇത് ഒരാളുടെയാണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിസ്റ്റം ഈക്വൽ ടു 4 ഇൻറ്റു mL² / 3 എന്ന് കിട്ടും. അപ്പോൾ 4 ഇൻറ്റു ഒരാളുടെ മാസ്, ടോട്ടൽ മാസ് 4 കിലോഗ്രാമാണ്. അപ്പോൾ ഒരാളുടെ മാസ് വരുന്നത് 1 കിലോഗ്രാം. ടോട്ടൽ ലെങ്ത് വരുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത് വരുന്നത് 1/2 മീറ്റർ. അപ്പോൾ അത് സ്ക്വയർ ചെയ്യുമ്പോൾ 1/2 ഹോൾ സ്ക്വയർ 1/4 / 3. 4 വെട്ടിപ്പോയി. സോ യുവർ ആൻസർ വിൽ ബി 1/3 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ 2 അല്ലേ? ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. യെസ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇത് ഗ്രാവിറ്റിയുടെ വേരിയേഷൻ ആണ്. ഇൻസൈഡ് എർത്ത് അല്ലെങ്കിൽ സെൻറ്റർ മുതൽ സർഫസ് വരെ ഗ്രാവിറ്റിയുടെ വേരിയേഷൻ. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. തേർഡ് ഓപ്ഷൻ അല്ലേ ആൻസർ വരിക. ഫ്രം സെൻറ്റർ ഓഫ് ദ എർത്ത് ടു സർഫസ് ഓഫ് എർത്ത് ഗ്രാവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് അല്ലേ വരുന്നത്. അല്ലേ ചോദിച്ചിരിക്കുന്നത്? ദ വാല്യൂ ഓഫ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്, ദ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് ടു ദ സർഫസ് ഓഫ് എർത്ത്. സെൻറ്റർ മുതൽ സർഫസ് വരെ ഗ്രാവിറ്റിയുടെ വാരിയേഷൻ വരുന്നത് ഇങ്ങനെയല്ലേ? G = gm / r³ ഇൻറ്റു സ്മോൾ ലെറ്റർ r എന്ന് പറഞ്ഞ രീതിയിലല്ലേ അതിൻ്റെ വാരിയേഷൻ വരുന്നത്. സോ ഗ്രാവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. ഗ്രാവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്റർ മുതൽ സർഫസ് വരെ ഗ്രാവിറ്റിയുടെ വേരിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. ഫ്രം ദ സർഫസ്, അതായത് ഔട്ട്സൈഡ് പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. സോ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡിസ്റ്റൻസ് അല്ല, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇവിടെയാണെങ്കിൽ G പ്രൊപ്പോർഷണൽ ടു r ആണ്, ഇവിടെയാണെങ്കിൽ G പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്.
സോ 1, 2 മൂന്നാമത്തെ ഓപ്ഷൻ അല്ലേ വരുന്നത്. ദിസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. The orbital speed of a satellite very close to the surface of Earth is v0. അതായത് ക്ലോസ് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റി നമുക്കറിയാം, ദാറ്റ് ഈസ് v ഈക്വൽ ടു റൂട്ട് ഓഫ് gm ഡിവൈഡഡ് ബൈ r പ്ലസ് h എടുക്കേണ്ട ക്ലോസ് ഓർബിറ്റ് ആണ് r. സോ വാട്ട് ഈസ് ഓർബിറ്റൽ സ്പീഡ് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു 3 times ദ റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ എത്ര വരും? v ഡാഷ് ഈക്വൽ ടു റൂട്ട് ഓഫ് gm ഡിവൈഡഡ് ബൈ r പ്ലസ് h. ഹൈറ്റ് ഈക്വൽ ടു 3 times ദ റേഡിയസ് ആണ്. സോ r പ്ലസ് 3r 4r എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു വി അല്ലേ. 4 പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 1, ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 1/2 ആയി. റൂട്ട് ഓഫ് gm ബൈ r എന്ന് പറഞ്ഞാൽ v ആണ്. സോ യുവർ ആൻസർ വിൽ ബി തേർഡ് ഓപ്ഷൻ, ഹാഫ് ഇൻറ്റു വി. ദെൻ അടുത്തത് എന്താണ്? എ മെറ്റാലിക് വയർ ഈസ് സ്ട്രെച്ച്ഡ് ബൈ സസ്പെൻഡിങ് എ വെയിറ്റ് ടു ഇറ്റ്. ഇഫ് ആൽഫ ഇസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആൻഡ് വൈ ഇസ് ദ യങ്സ് മോഡുലസ്, ദ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. മക്കളെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെ ഫോർമുല എന്താ? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ എന്തും പറയാറുണ്ട്, ഹാഫ് ഇൻറ്റു സ്ട്രെയിനിൻ്റെ സ്ക്വയർ ഇൻറ്റു യങ്സ് മോഡുലസ്. സോ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സ്ട്രെയിൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൽഫ ആയിട്ടാണ്, ഇൻറ്റു യങ്സ് മോഡുലസ്. ഹാഫ് ഇൻറ്റു ആൽഫ സ്ക്വയർ വൈ. ഇതല്ലേ ആൻസർ വരുന്നത്, സെക്കൻഡ് ഓപ്ഷൻ. ദെൻ അടുത്തത് എന്താണ്? നെക്സ്റ്റ് വൺ ഫ്ലൂയിഡ്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ്, സർഫസ് ടെൻഷൻ എന്നുള്ളതാണ്. എ സ്ക്വയർ ഫ്രെയിം ഓഫ് സൈസ് എൽ ഇസ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ്. സോപ്പ് ലിക്വിഡിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ. ഓൺ ടേക്കിംഗ് ഔട്ട് എ മെംബ്രെയിൻ ഈസ് ഫോംഡ് വിത്തിൻ ദ ഫ്രെയിം. അപ്പോൾ സോപ്പ് എന്താ പറയുക, സ്ക്വയർ ഫ്രെയിം നമ്മൾ സോപ്പ് സൊല്യൂഷനിൽ മുക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ലെയർ ഫോം ചെയ്യും. ഒരു ലെയർ അല്ല ഫോം ചെയ്യുന്നത്, സോപ്പ് സൊല്യൂഷൻ ആയതുകൊണ്ട് 2 ലെയർ ഫോം ചെയ്യും. ബബിൾ അതുപോലെ തന്നെ സോപ്പ് ലെയർ ഒക്കെ കഴിഞ്ഞാൽ അതിന് 2 സർഫസ് ഉണ്ടാവുമല്ലോ, ഒരു അപ്പർ സർഫസും ഒരു ലോവർ സർഫസും ഉണ്ടാവും. ഇഫ് സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് ഈസ് ടി, വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്രെയിം എന്നാണ്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. സോ ഫോഴ്സ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എഴുതാം, സർഫസ് ടെൻഷൻ ഇൻറ്റു ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞ് എഴുതേണ്ടി വരും. അപ്പോൾ സർഫസ് ടെൻഷൻ ടി ആണ് സർഫസ് ടെൻഷൻ. ഇനി ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സ്ക്വയർ ലൂപ്പ് അല്ലേ, അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര വരണം? L പ്ലസ് എൽ പ്ലസ് എൽ പ്ലസ് എൽ, 4L അല്ലേ ടോട്ടൽ ലെങ്ത് ഓഫ് ദ മെംബ്രെയിൻ വരുന്നത്, 4L. ഇത് സോപ്പ് സൊല്യൂഷൻ ആണ്. ഒരു സർഫസിൽ ഉണ്ടാകുന്ന ടോട്ടൽ ലെങ്ത് ആണ് 4L. 2 സർഫസും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 2 എടുക്കണം. സോ യുവർ ആൻസർ വിൽ ബി 8L ഇൻറ്റു ടി എന്ന് പറഞ്ഞ് കിട്ടും, മൂന്നാമത്തെ ഓപ്ഷൻ. അതിപ്പോൾ നമ്മൾ ബബിളൊക്കെ എടുക്കുന്ന സമയത്തും ബബിളിൻ്റെ ടോട്ടൽ ഏരിയ ശരിക്കും ആക്ച്വലി ഇപ്പോൾ മാത്തമാറ്റിക്കലി അതിൻ്റെ ഏരിയ 4πr² ആണെങ്കിലും 2 സർഫസുകൾ ഉള്ളതുകൊണ്ട് അതിന് 8πr² എന്നല്ലേ നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെംബ്രെയിൻ ആയതുകൊണ്ട്, സോപ്പ് ലെയർ മെംബ്രെയിൻ ആയതുകൊണ്ട് മേലെ ഒരു മെംബ്രെയിൻ ഉണ്ടാവും, അപ്പുറത്ത് ഒരു മെംബ്രെയിൻ ഉണ്ടാവും. സോ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ലെയർ എന്ന് പറയുന്നത് ഇവിടെ ഒരു 4L വരും, ബാക്കിലൊരു 4L വരും, 2 ലെയർ ഉള്ളതുകൊണ്ട്. സോ ടോട്ടൽ 8L ആണ് ലെങ്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഓസിലേഷൻ എന്നുള്ളതാണ്. എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ ആൻഡ് എ ടൈം പീരീഡ് ഓഫ് ടി. ദ ടൈം റിക്വയർഡ് ടു ട്രാവൽ ഫ്രം x ഈക്വൽ ടു a ടു x ഈക്വൽ ടു a/2. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയിൽ നിന്ന് a/2ലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ 2 ഫംഗ്ഷനായിട്ട്, കോസ് ഫംഗ്ഷനായിട്ടും സൈൻ ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ അത് എക്സ്ട്രീമിൽ നിന്ന് മീൻ പൊസിഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സൈൻ ഒമേഗ ടി ആയിട്ട് എഴുതിയാൽ പറ്റില്ലല്ലോ, x ഈക്വൽ ടു a കോസ് ഒമേഗ ടി ആയിട്ട് എഴുതണം. എക്സിൻ്റെ വാല്യൂ വന്നിട്ടുള്ളത് a/2ലേക്കാണ് വരുന്നത് എയിൽ നിന്ന്. കോസ് ഓഫ് ഒമേഗയ്ക്ക് പകരം 2π/t എന്ന് എഴുതിയാൽ മതിയല്ലോ, ഇൻറ്റു ടി. എ വെട്ടിപ്പോയി, കോസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് π/3 ഈക്വൽ ടു 2π/t ഇൻറ്റു ടി. പൈ വെട്ടിപ്പോയി. സോ ദ റിക്വയർഡ് ടൈം വിൽ ബി 1/6 ഓഫ് ദ ടൈം പീരീഡ്, ഒന്നാമത്തെ ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ അതെന്താണ്? 2 ട്യൂണിംഗ് ഫോർക്സ് എ ആൻഡ് ബി വെൻ സൗണ്ടഡ് ടുഗദർ പ്രൊഡ്യൂസസ് 6 beats per second. അതായത് F1 മൈനസ് F2 ഈക്വൽ ടു, അല്ലെങ്കിൽ F1 മൈനസ് F2 എന്നോ FA മൈനസ് FB എന്നോ അങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ. 6 beats per second ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൻ ദ 4K ഈസ് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഉരച്ച് കളയുക. അപ്പോൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നാച്ചുറലി ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ മാസ് കുറയും. ട്യൂണിംഗ് ഫോർക്കിൻ്റെ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും കുറയും. സോ ഇനീഷ്യൽ ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ നമ്മൾ ആ ട്യൂണിംഗ് ഫോർക്കിന് എന്തെങ്കിലും വെച്ച് ഉരച്ച് അതിൽ നിന്ന് കുറച്ച് മാസ് കളയാണ്.
അപ്പോൾ എന്തായാലും അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട്. സോ ആഫ്റ്റർ ഫയലിംഗ് ദ ഫസ്റ്റ് ട്യൂണിംഗ് ഫോർ ദ ബീറ്റ്സ് റെഡ്യൂസസ് ടു 4 beats per second. ആദ്യം 6 ബീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിലെ ആദ്യത്തെ ട്യൂണിംഗ് ഫോർക്കിനെ ഉരച്ച് കളഞ്ഞപ്പോൾ അത് 6 ബീറ്റ് 4 ബീറ്റായിട്ട് കുറഞ്ഞു. ഇഫ് ദ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ഫോർക്ക് എ ഇസ് 326, എയുടെ ഒറിജിനൽ ഫ്രീക്വൻസി 326 ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ബിയുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ ഉരച്ച് കളയുന്ന ആരെയാണ്? എനെ ഉരച്ച് കളയുന്നത്. അപ്പോൾ എയുടെ ഫ്രീക്വൻസി വരുന്നത് 326 ഹെർട്സ് ആണ് ആദ്യം. ഈ 326 6 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബിയുടെ വാല്യൂ ഒന്നുകിൽ 332 ആവണം. അപ്പോൾ 6 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഡിഫറൻസ് 6 ബീറ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 320 ആയിരിക്കണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വാല്യൂ വരുള്ളൂ. രണ്ടും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇനി 326 ആയിരുന്നു എയുടെ ഫ്രീക്വൻസി വരുന്നത്, ഐ മീൻ എയുടെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഈ 326നെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫയൽ ചെയ്ത്, അതായത് ഉരച്ച് കളയുന്നത്. അപ്പോൾ 326ൻ്റെ ഫ്രീക്വൻസി നാച്ചുറലി എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂ ടു ഫയലിംഗ് ഇറ്റ് ഇസ് ഡിക്രീസിങ്. അപ്പോൾ 326 എന്നുള്ളത് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് അത് 325 ആവാം, 324 ആവാം, 323 ആവാം, 322 ആവാം, അങ്ങനെ വരാം. ഇതിലേത് വേണമെങ്കിലും വരാം. ഇങ്ങനെ എത്ര വേണമെങ്കിൽ കുറയാം കേട്ടോ. അതിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് 3-4 വാല്യൂസ് എഴുതിയെന്നേ ഉള്ളൂ. 321 ആവാം, 320 ആവാം, അങ്ങനെ കുറഞ്ഞു വരാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബിയുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. ആദ്യം ഇവർ തമ്മിൽ 6 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ തമ്മിൽ 4 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് 2 പോസിബിലിറ്റി പറഞ്ഞ്. 332 വരാം, 320 വരാം. ബോത്ത് ആർ പോസിബിൾ. ഇതിപ്പോൾ 332 ആയിരുന്നെങ്കിൽ ബിയുടെ ഫ്രീക്വൻസി, അല്ലെങ്കിൽ നമുക്ക് 320 എന്ന് പറയാം. ബിയുടെ ഫ്രീക്വൻസി 320 ആണെന്ന് വിചാരിക്കുക. ബിയുടെ ഫ്രീക്വൻസി 320 ആണെങ്കിൽ ഇവരുമായിട്ട് ബിയുടെ ഫ്രീക്വൻസി അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇനീഷ്യൽ ഫ്രീക്വൻസി വരുന്നത് 326 ആണ്. ഇനീഷ്യലി 6 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 ബീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയുടെ ഫ്രീക്വൻസി നാച്ചുറലി എ അല്ലേ നമ്മൾ ഫയൽ ചെയ്യുന്നത്. സോ എൻ്റെ ഫ്രീക്വൻസി നാച്ചുറലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 326 എന്നുള്ളത് 325 ആവാം, 324 ആവാം, അല്ലെങ്കിൽ 323 ആവാം. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാലോ ബിയുടെ ഫ്രീക്വൻസി ഏതായിരിക്കാനാണ് സാധ്യത? എയുടെ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. എയുടെ ഫ്രീക്വൻസി ആദ്യം 326. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഫോർക്ക് ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇത് 326 ആയിരുന്നു. 326 എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് 6 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി കുറഞ്ഞു വരികയാണ്. ഫയൽ ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി കുറയുന്നു എന്ന് പറയുമ്പോൾ 324 ആയിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് 325 ആയിക്കഴിഞ്ഞാൽ 4 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. 324 ആണെങ്കിൽ 8 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. 23 ആയിക്കഴിഞ്ഞാൽ 9 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ 4 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വാല്യൂ എത്ര തന്നെയായിരിക്കണം? 320 ആയാലല്ലേ മക്കളെ പറ്റുള്ളൂ. കാരണം ബിയുടെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എ 326 ആണ്. അത് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇനീഷ്യലി 6 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ 332 ആവാം, അല്ലെങ്കിൽ 330 ആവാം. സോ 332 ആയിരുന്നെങ്കിൽ ബിയുടെ ഫ്രീക്വൻസി, ഇത് ഫ്രീക്വൻസി ഓഫ് ബി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബിയുടെ ഫ്രീക്വൻസി 332 ആയിരുന്നെങ്കിൽ എയുടെ ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് ഇവരുടെ ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കും. സോ നാച്ചുറലി അവിടെ ബിയുടെ ഫ്രീക്വൻസി എത്രയാവാൻ സാധ്യതയില്ല? 332 ആവാൻ സാധ്യതയില്ല. പകരം ബിയുടെ ഫ്രീക്വൻസി 320 ആയിരുന്നെങ്കിൽ ഇനീഷ്യലി ഇവർ തമ്മിൽ എത്ര ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 6 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എയുടെ ഫ്രീക്വൻസി കുറഞ്ഞു വന്നു. എയുടെ ഫ്രീക്വൻസി 324 ആയിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ 4 ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാമല്ലോ. സോ ഫ്രീക്വൻസി ഓഫ് ബി ക്യാൻ ബി 320 ഹെഡ്സ് അല്ലേ വരുന്നത്? 320 അല്ലേ ആൻസർ വരേണ്ടത് അവിടെ. കാരണം 332 എടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യലി 6 ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് ഫൈൻ. പക്ഷേ എയുടെ ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് ബിയുടെ ഫ്രീക്വൻസിയും എയുടെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് കൂടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ഒരു കാരണവശാലും 332 ആവാൻ സാധ്യതയില്ല. ആൻസറായിട്ട് വരാവുന്നത് ഏത് മാത്രമാണ്? 320 ഹെഡ്സ് മാത്രമാണ്. സോ ഓപ്ഷൻ 1 ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? അടുത്ത എളുപ്പമല്ലേ. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് ഈസ് 300 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അത് വിക്ക് പകരം ഗാമ RT/m അല്ലേ എൻ്റെ ഫോമുല വരുന്നത്. സോ ഇറ്റ് ഈസ് 300 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ RT/m ആണ്. വാട്ട് ഈസ് ദ RMS വെലോസിറ്റി ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ VRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT/m. രണ്ടും കൂടെ റേഷ്യോ എടുത്താൽ പോരെ. RT/m ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ ഡയറ്റോമിക് മോളിക്യൂളൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ബൈ ഡീഫോൾട്ട് നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാം? ഡയറ്റോമിക് ആയിട്ട് കൺസിഡർ ചെയ്യാം. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ. സോ 300 / VRMS ഈക്വൽ ടു
റൂട്ട് ഓഫ് ഗാമ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഈ ഗാമ ബൈ 3നെ ഞാൻ ഗാമയ്ക്ക് പകരം ഡയറ്റോമിക് നമ്മൾക്ക് ജസ്റ്റ് ഗ്യാസ് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ഡയറ്റോമിക് ആയിട്ട് എടുക്കാം. സോ 7/5 ഇൻറ്റു 3 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ VRMS ഈക്വൽ ടു 300 ഇൻറ്റു റൂട്ട് ഓഫ് 15/7 അപ്രോക്സിമേറ്റ്ലി 420 ആണ് മക്കളെ അതിൻ്റെ ആൻസർ വരിക. 426 സംതിങ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ നമുക്ക് 400 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അടുത്ത എന്താണ്? ഇഫ് ദ ലെങ്ത് ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഇസ് 1 meter ആൻഡ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇസ് 330 meter/second, ദെൻ ദ ഫ്രീക്വൻസി ഓഫ് ദ ഫസ്റ്റ് ഓവർടോൺ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഫ്രീക്വൻസി അല്ലേ, ഈവൻ ഹാർമോണിക്സ് എക്സിസ്റ്റ് ഇല്ല. മൂന്നാമത്തെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 3V/4 അല്ലേ വരുന്നത്. ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ ഓഡ് ഹാർമോണിക്സ് മാത്രം, ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ എല്ലാ ഹാർമോണിക്സും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസ്ഡ് പൈപ്പ് ആയതുകൊണ്ട് ഓഡ് ഹാർമോണിക്സ് മാത്രം നോക്കിയാൽ മതി. കണ്ടുപിടിക്കേണ്ടത് F3 ആണ്. F3 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓവർടോൺ. സെക്കൻഡ് ഹാർമോണിക് അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ F3 ഈക്വൽ ടു 3V/4 എന്ന് കിട്ടും. ലെങ്ത് 1 meter ആണ്, V 330 ആയിട്ട് തന്നിട്ടുണ്ട്. സോ 3/4 ഇൻറ്റു 300 എന്ന് കിട്ടും. 3/4 ഇൻറ്റു 330 ഇതല്ലേ ആൻസർ വരുന്നത്, സെക്കൻഡ് ഓപ്ഷൻ. യെസ്. ദെൻ ഇത് നല്ല ചോദ്യമാണ് തെർമോഡൈനാമിക്സിൽ നിന്ന്. In an adiabatic change, the pressure and temperature of a diatomic gas are related by the relation P directly proportional to T raised to C. Diatomic ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തായിട്ട് എടുക്കാം? 7/5 എന്ന് പറഞ്ഞാൽ എടുക്കാം. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ ഉണ്ടാവില്ല, പ്രഷറും ടെമ്പറേച്ചറും കൂടി റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ദാറ്റ് മീനോ P T raised to gamma divided by 1 minus gamma is constant. അതല്ലേ റിലേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം? പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ T പവർ ഗാമ ഡിവൈഡഡ് ബൈ ഗാമ -1. ഡയറ്റോമിക് ആയതുകൊണ്ട് ഗാമയ്ക്ക് പകരം 7/5 എന്ന് കൊടുക്കാം. അപ്പോൾ 7/5 ഡിവൈഡഡ് ബൈ 7/5 -1 എന്ന് പറഞ്ഞാൽ 2/5 അല്ലേ. 5 കട്ട് ചെയ്ത് പോയിട്ട് T പവർ 7/2 എന്ന് പറഞ്ഞു കിട്ടും. സോ ആൻസർ വരുന്നത് 4th ഓപ്ഷനാണ്. അതങ്ങനെ. A gas is compressed at a constant pressure of 50 Newton per meter square from a volume of 10 meter cube to a volume of 4 meter cube. Energy of 100 joule is then added to the gas by heating. So what is the change in internal energy എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. Compressed at a constant pressure അല്ലേ. കംപ്രഷൻ എന്ന് പറയുമ്പോൾ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു എത്ര വരണം? 50. പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ 4 - 10 ആണ്. അപ്പോൾ അത് -6 എന്ന് വരും. സോ -300 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ്. പിന്നെ ഡെൽറ്റ ക്യൂ, ഇത് ഡെൽറ്റ W ആണ്. ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ ഗ്യാസിന് കൊടുത്ത ഹീറ്റ് ആണ്, ആഡഡ് ടു ദ ഗ്യാസ് അല്ലേ. അപ്പോൾ അതിന് എത്രയായിട്ട് എടുത്താൽ മതി? +100 ജൂൾ ഈസ് ഗിവൺ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലേ. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ W. 100 മൈനസ് 300. അപ്പോൾ അത് 400 ജൂൾസ് എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അടുത്തത് എന്താണ്? എ ബീക്കർ full of hot water is kept in a room and it is cooling from 80 to 75 in T1 minutes, 75 to 65 in T2 minutes and from 70 to 65 in T3 minutes. അപ്പോൾ ടൈമുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് മക്കളെ. തണുക്കും തോറും തണുക്കാൻ വേണ്ടി വരുന്ന സമയം കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് മിനിമം ടൈം വരിക. ഇതാണ് മിനിമം ടൈം. ഇത് കുറച്ചും കൂടെ കൂടും. ആൻഡ് മാക്സിമം ടൈം വിൽ ബി 70 to 65. തണുക്കും തോറും തണുക്കാൻ വേണ്ടി വരുന്ന സമയം കൂടിക്കൊണ്ടിരിക്കും. സോ യുവർ ആൻസർ മസ്റ്റ് ബി ദ 4th ഓപ്ഷൻ. 4th one, T1 less than T2 less than T3 ആയിരിക്കണം അടുത്ത ആൻസർ വരും. ദെൻ അടുത്തത് എന്താണ്? ഇത് കപ്പാസിറ്റൻസി എന്നുള്ളതല്ലേ. എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. CC പാരലലാണ്. അപ്പോൾ നമുക്കത് 2C ആക്കി എടുക്കാം. ഇതിൻ്റെ വാല്യൂ വരുന്നത് 2C. ആ 2Cയും ഇപ്പുറത്തെ 2Cയും സീരീസ് അല്ലേ. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്രയായി? C ആയിട്ട് മാറി. ആ Cയും ഇപ്പുറത്തെ Cയും, ഈ രണ്ട് Cകൾ പാരലായിട്ട് വന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ എത്രയായിട്ട് മാറി? 2C ആയിട്ട് മാറി. ആ 2Cയും ഈ 2Cയും കൂടി സീരീസിലാണ്. സോ ഈ രണ്ടുപേരുടെയും എഫക്റ്റീവ് വാല്യൂ വരുന്നത് C ആണ്. ആ Cയും ലാസ്റ്റ് വരുന്ന 2C, ദേ ആർ ബിക്കമിങ് പാരലൽ. സോ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വാല്യൂ വരുന്നത് എത്രയാണ്? 3C ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ റെസിസ്റ്റൻസിലും കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞത് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പാരലായി 2C സീരീസ് ആണ്. അപ്പോൾ അത് C ആയി. ആ Cയും ഈ Cയും ഈ രണ്ടുപേര് പാരലല്ലേ വരുന്നത്. രണ്ടുപേര് പാരലായതുകൊണ്ട് 2C വന്നു. 2C ആൻഡ് 2C അഗൈൻ ഇൻ സീരീസ്. സോ അത് C വന്നു. ആൻഡ് ഫൈനലി ദിസ് C ആൻഡ് ദിസ് 2C ആർ പാരലൽ. സോ എഫക്റ്റീവ് വാല്യൂ വിൽ ബി 3C.
അടുത്ത എന്താണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ കണ്ടക്ടർ. കണ്ടക്ടറിന് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി അല്ലേ. ദെൻ അടുത്തത് എന്താണ് a soap bubble of radius 10 cm is charged to a potential of 32 volt. The radius is increased to 40 cm. Radius 4 times ആയിട്ട് മാറി. Radius 4 times ആയിട്ട് മാറി കഴിഞ്ഞാൽ potential will become 1/4 of the original value. ഓർമ്മ ഉണ്ടാവില്ല, V equal to 1/4πε0 into Q by R ആണ് സർഫസ് പൊട്ടൻഷ്യൽ വരുന്നത്. റേഡിയസ് 4 times ആയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ will drop to 1/4 of the original value. So 8 volt ആണ് അവിടെ ആൻസർ വരിക, സെക്കൻഡ് ഓപ്ഷൻ. Then എന്താണ് 8 dipoles of charges plus or minus E are placed inside a cube. 8 ഡൈപോളുകളുണ്ട്. 8 ഡൈപോളുകൾ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് 0 ആണ്. ടോട്ടൽ ചാർജ് 0 ആണെങ്കിൽ ആസ് പെർ ഗോസ് തിയറം ദ നെറ്റ് ഫ്ലക്സ് ഈക്വൽ ടു 0. കാരണം ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ആണ്. ഇവിടെ 8 പോസിറ്റീവ് ചാർജും 8 നെഗറ്റീവ് ചാർജും ഉണ്ട്. സോ ടോട്ടൽ ചാർജ് 0, സോ ടോട്ടൽ ഫ്ലക്സ് വിൽ ബി 0. The color code of 57 into 10 raised to 2 ohms. 5 എന്ന് പറയുമ്പോൾ ഗ്രീൻ അല്ലേ, BBROY ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. 5 എന്ന് പറയുമ്പോൾ ഗ്രീൻ ആണ്. 5 എന്ന് പറയുമ്പോൾ ഗ്രീൻ വന്നാൽ ഈ രണ്ട് ഓപ്ഷനുകളെ നമുക്ക് വെട്ടിക്കളയാം. 7 എന്ന് പറഞ്ഞാൽ BBR ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വേരി, അപ്പോൾ ഗ്രീനും വയലറ്റും വന്നു. 2 എന്ന് പറഞ്ഞാൽ 2 സ്റ്റാൻഡ്സ് ഫോർ റെഡ് ആണ്. സോ ഫോർത്ത് ഓപ്ഷൻ ആൻസർ കിട്ടും. Then 2 resistors are rated P1 V and P2 V. പവർ റേറ്റിംഗ് ആണ് തന്നിട്ടുള്ളത്. They are connected parallel across a difference of potential difference of V dash. The total power dissipated. Parallel connection ആണെങ്കിൽ അവിടുത്തെ effective power വരുന്നത് P1 plus P2 ആണ്. So first option. Parallel ആണെങ്കിൽ P1 plus P2, series ആണെങ്കിൽ P1 P2 by P1 plus P2. ഇക്വേഷൻ മറക്കണ്ട. നെക്സ്റ്റ് എന്താണ് an alpha particle. ഇത് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതുണ്ട്. An alpha particle travels a path of radius 0.5 meter in a magnetic field with magnetic field value equal to 1.2 Tesla. So what is the speed of the alpha particle? മക്കളെ ഇത് ഡയറക്റ്റ് ഫോർമുല അല്ലേ, ഞാൻ നമുക്ക് ഫോർമുല പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്ത് നോക്കാനുള്ളതല്ലേ ഉള്ളൂ. ദിസ് ഇസ് QBR ഡിവൈഡഡ് ബൈ M. എല്ലാം തന്നിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് അറിയാം, 2 times ഇലക്ട്രോണിക് ചാർജ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. റേഡിയസ് ഇസ് 0.45 ആണ്. മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 4 അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ 4 into 1.6 into 10 raised to minus 27 കിട്ടും. ഡയറക്റ്റ് ഫോർമുലയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഫോർത്ത് ഓപ്ഷൻ ആസ് ദ ആൻസർ. അപ്പം ഡയറക്റ്റ് ഫോർമുല വരുന്ന ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് എന്താണ് അറ്റ് എ സർട്ടൺ പ്ലേസ് എ മാഗ്നറ്റ് മേക്സ് 30 ഓസിലേഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻ. അതായത് അതിൻ്റെ ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻ എന്ന് പറയുമ്പോൾ 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ. സോ ടൈം പീരീഡ് ഈക്വൽ ടു, കളറൊന്ന് മാറ്റട്ടെ, ടൈം പീരീഡ് ഈക്വൽ ടു 2 സെക്കൻഡാണ് വരുന്നത്. 2 സെക്കൻഡാണ് ടൈം പീരീഡ്. കാരണം ഒരു മിനിറ്റിൽ അതായത് 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ ടൈം പീരീഡ് 2 സെക്കൻഡ്. സോ എനിക്ക് എന്ത് എഴുതാം, 2 ഈക്വൽ ടു 2π ഇൻറ്റു √I/MB അല്ലേ വരുന്നത്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഡബിൾ ചെയ്യുന്നു എന്ന് പറയുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഡബിൾ ആയി കഴിഞ്ഞാൽ T ഡാഷ് ബിക്കംസ് T/√2 ആയിട്ട് വരും. സോ യുവർ ആൻസർ വിൽ ബി 2 ഡിവൈഡഡ് ബൈ √2. സോ T ഡാഷ് ഈക്വൽ ടു √2 സെക്കൻഡ് എന്ന് ആൻസർ വരും. √2 സെക്കൻഡ്സ്. ഓക്കെ, അതങ്ങനെ. സോ ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ ആൻസർ വരുന്നത്, √2. ദെൻ അടുത്ത എന്താണ് ദ ഫീൽഡ് അറ്റ് ഇത് മിക്കവാറും പേര് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരിക്കാനാണ് സാധ്യത. ദ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് ഫോർ എ കറണ്ട് I പാസിംഗ് ത്രൂ ദ വയർ. ഇതൊരു സിംഗിൾ വയറായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഒരു സർക്കുലർ ലൂപ്പ് കൊണ്ടും ഒരു ലോങ് സ്ട്രൈറ്റ് വയർ കൊണ്ടും ഇവിടെ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ പോയിന്റ് ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസ് ആണ്. സോ ഡ്യൂ ടു ദ സർക്കുലർ ലൂപ്പ് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0I ഡിവൈഡഡ് ബൈ 2R ആണ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇനി ഈ ലോങ് സ്ട്രൈറ്റ് വയർ കൊണ്ട് ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. സോ പ്ലസ് μ0I ഡിവൈഡഡ് ബൈ 2πR, ദിസ് ഈസ് ആക്ടിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. സോ നമുക്ക് അവിടെ μ0I ഡിവൈഡഡ് ബൈ 2R കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ പോസിറ്റീവായിട്ടും ഇതിന് നെഗറ്റീവായിട്ടും എടുത്തു. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. സോ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും വരുന്നല്ലോ. ഒരാൾ ഇൻ ടു ദ പ്ലെയിനും ഒരാൾ ഔട്ട് ഓഫ് ദ പ്ലെയിനുമാണ്. സോ ഞാനിവിടെ ഇൻ ടു ദ പ്ലെയിനെ പോസിറ്റീവായിട്ടും ഔട്ട് ഓഫ് ദ പ്ലെയിനെ നെഗറ്റീവായിട്ടും എടുക്കുകയാണ്. സോ 1 - 1/π എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഇറ്റ് ഇസ് ആൻസർ. ഓപ്ഷൻ വരുന്നത് ഏതാ, μ0I/2R ഇൻറ്റു യെസ്, ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത എന്താണ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ മെറിഡിയൻസ് തമ്മിലുള്ള ആംഗിളാണ്. ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക് ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ, സെക്കൻഡ് ഓപ്ഷൻ. പിന്നെ അടുത്തത് എന്താണ് എ കപ്പാസിറ്റൻസ് ഓഫ് 50 മൈക്രോഫാരഡ് ആൻഡ് എ റെസിസ്റ്റർ ഓഫ് 10 ohm and inductor of L are in series with an AC source of 50 Hz. Phase angle between voltage and current is 0 എന്ന് പറഞ്ഞാൽ അത് റെസൊണൻസ് കണ്ടീഷനാണ്.
റെസൊണൻസ് കണ്ടീഷൻ വരുന്ന സമയത്ത് എന്താണ് L ഒമേഗ ഈക്വൽ ടു 1/C ഒമേഗ എന്ന് വരും. ആ ഒരു സമയത്ത് മാത്രമാണ്, റെസൊണൻസിൻ്റെ ടൈമിൽ മാത്രമാണ് വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിൽ വരുന്നത്, സർക്യൂട്ട് പെർഫെക്റ്റ്ലി റെസിസ്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം, XL കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. സോ L ഇൻറ്റു 2πf ഇസ് ഈക്വൽ ടു 1/C ഇൻറ്റു 2πf എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L അല്ലേ. സോ L ഈക്വൽ ടു 1/C ഇൻറ്റു 4π² f² എന്ന് വരും. തെറ്റിയിട്ടില്ലല്ലോ. സി ഇവിടെ ഉണ്ട്, ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 4π² ആയിട്ട് മാറും, F ഇൻറ്റു F f² ആയിട്ട് മാറും. ഫ്രീക്വൻസിയുടെ വാല്യൂ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ടല്ലോ, 50 Hz ആണ് ആൻസർ വരുന്നത്. അല്ല 50 Hz ആണ് വാല്യൂ വരുന്നത്. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വരുന്നത് 50 മൈക്രോഫാരഡ് ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷനിൽ അങ്ങോട്ടേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ഇൻഡക്ടൻസ് ആസ് 0.2 ഹെൻറി എന്ന് കിട്ടും. നിങ്ങൾക്ക് 0.2 ആണോ 0.1 ആണ് കിട്ടുന്നത്, 0.2 ഹെൻറി ആണ് അവിടുത്തെ ആൻസർ വരും. സെക്കൻഡ് ഓപ്ഷൻ. ഇതിനിപ്പോൾ കൂടുതൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അടുത്ത എന്താണ്, an EMF of 1 volt is generated in a coil when the current passes through it is changing from 0.1 to 0.2 ampere. Change in DI തന്നിട്ടുണ്ട് in 500 microsecond. What is the self inductance of the coil? Equation അറിയാലോ. Magnitude of the self inductance, magnitude of the induced EMF E equal to L into DI divided by dt. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, കാരണം ഇൻഡക്ടൻസിൻ്റെ വാല്യൂ അല്ല കണ്ടുപിടിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് EMF 1 ആണ്, L അറിയില്ല. DI എന്ന് പറയുമ്പോൾ 0.1, മറ്റേ ടൈം എന്ന് പറയുമ്പോൾ 500 മൈക്രോസെക്കൻഡ് അല്ലെങ്കിൽ 5 × 10⁻⁻⁴. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 5 × 10⁻³ ഹെൻറി അല്ലെങ്കിൽ 5 മില്ലി ഹെൻറി എന്ന് ആൻസർ കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ. The variation of capacitive reactance with the frequency of applied AC. Capacitive reactance എന്ന് പറയുമ്പോൾ 1/C × 2πf അല്ലേ, കുറച്ച് നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റൻ അല്ലേ. അപ്പോൾ 1/C × 2πf എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആൻസർ വരും. ദെൻ അടുത്ത എന്താണ്, ഇൻ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ ഇന്റർഫറൻസ് പാറ്റേൺ ഈസ് ഫൗണ്ട് ടു ഹാവ് ഇന്റൻസിറ്റി റേഷ്യോ ബിറ്റ്വീൻ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ്. ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് എന്ന് പറയുമ്പോൾ അത് I maximum by I minimum ആണ് 16 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ I maximum by I minimum 16 എന്ന് പറഞ്ഞാൽ I maximum എന്ന് പറഞ്ഞാൽ അത് A1 + A2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 - A2, ഇതാണ് ഡാർക്ക് ബാൻഡ് വരുന്നത്, ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 അല്ലെങ്കിൽ 16/1. സോ എന്ത് വരും, A1 + A2 ഡിവൈഡഡ് ബൈ A1 - A2 ഈക്വൽ ടു 4/1 എന്ന് വരും. അതായത് ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ സമ്മ് 4 വരണം, ഡിഫറൻസ് 1 വരണം. സോ A1 മസ്റ്റ് ബി ഈക്വൽ ടു 5 ആൻഡ് A2 മസ്റ്റ് ബി ഈക്വൽ ടു 3. സോ A1/A2 5:3 എന്ന് വരണം. സെക്കൻഡ് ഓപ്ഷൻ ആൻസർ കിട്ടും. ദ റേഷ്യോ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്സ് ഇസ് 5:3. അടുത്തത് എന്താണ്, ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് എ മീഡിയം ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/4. സോ വാട്ട് ഈസ് ദ പോളറൈസിങ് ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം, C ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 3/4 ആണ്. അപ്പോൾ നമുക്ക് സൈൻ C ഈക്വൽ ടു 3/4. സൈൻ C എന്ന് പറഞ്ഞാൽ അത് 1/n അല്ലേ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര കിട്ടി, 4/3 എന്ന് കിട്ടി. ആസ് പെർ ബ്രൂസ്റ്റേഴ്സ് തിയറം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു ടാൻ ഓഫ് ദ ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആണ്. സോ ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3. ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, അടുത്ത എന്താണ്, ഇൻ എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ബീറ്റ ഈക്വൽ ടു 62 RL ലോഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ലോഡ് റെസിസ്റ്റൻസ് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആർ 500 and 5500 ohm. ദ റേഷ്യോ ഓഫ് ദ പവർ ആംപ്ലിഫിക്കേഷൻ ടു ദ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. പവർ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് β² ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. എന്ത് ചെയ്താൽ മതി, ഡിവൈഡ്, രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്താൽ വെട്ടിപ്പോയി, β² കട്ട് ചെയ്ത് പോയി. സോ റേഷ്യോ ഓഫ് പവർ ബൈ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഈസ് ബീറ്റ വിച്ച് ഇസ് നത്തിങ് ബട്ട് 62. അടുത്തത് ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ആറ്റംസ് which must be added to a pure germanium semiconductor to produce an n-type semiconductor of conductivity 6.4 into 10⁻²⁻2 ohm per meter. Mobility തന്നിട്ടുണ്ട്. Neglect the contribution of holes to conductivity എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല ഡയറക്റ്റ് ഫോർമുലയാണ് n സിഗ്മ ഈക്വൽ ടു NE mu അല്ലേ. n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n ഈക്വൽ ടു സിഗ്മയുടെ വാല്യൂ ഉണ്ടല്ലോ അവിടെ, കണ്ടക്ടിവിറ്റി 6.4 into 10⁻²
divided by electronic charge 1.6 into 10 raised to minus 19 into mobility എത്രയാണ് 4 into 10 raised to minus 1. അപ്പോൾ ഇതൊക്കെ വെട്ടിപ്പോയില്ലേ 6.4. സോ 19 ഒന്ന് 20 മുകളിലേക്ക് പോയാൽ 22. തേർഡ് ഓപ്ഷനാണ് ആൻസർ കിട്ടുക. അത്രയേ ഉള്ളൂ. ഓക്കെ, കോമ്പിനേഷൻ ഇത് ഓർ ഗേറ്റ് അല്ലേ കാണുന്നത്? കാണുമ്പോൾ തന്നെ ആൻസർ പറയുന്ന ആൾക്കാരുണ്ടാവും. ഇത് അതായത് ഇവിടെ എയും ബി ആണ്, ഇത് എ ബാർ വരും, ഇത് ബി ബാർ വരും. അപ്പം ഇപ്പുറത്ത് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ബാർ ഇൻറ്റു ബി ബാർ ദ ഹോൾ ബാർ. സോ ആസ് പെർ ദ ഡി മോർഗൻസ് തിയറം ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബാർ ദ ഹോൾ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ. കോംപ്ലിമെൻറ്റ് ഓഫ് കോംപ്ലിമെൻറ്റ് ക്യാൻസൽ ആയി പോകും. സോ ഇറ്റ് ഈസ് എ പ്ലസ് ബി. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ ദ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഇത് ചിലപ്പോൾ അത്ര ഫെമിലിയർ ആയിരിക്കാൻ സാധ്യതയില്ല. ദ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് മെറ്റീരിയൽ ഇസ് യൂസ്ഡ് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ ഇസ് 1.6. വാട്ട് ഈസ് എ വെലോസിറ്റി ഫാക്ടർ? വെലോസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1/√of എപ്സിലോൺ r ആണ്. സോ സിംപ്ലി ഇറ്റ് ഈസ് 1/√of 1.6 എന്ന് കിട്ടും. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ആൻസർ. ഓക്കെ, അടുത്തത് എന്താണ്? ഓൾറെഡി പറഞ്ഞല്ലേ. What kind of a radioactive decay does not lead to the formation of a daughter nucleus that is an isobar of the parent nucleus? Isobar produce ചെയ്യാത്തത് ബീറ്റ മൈനസ് ആണെങ്കിലും പോസിട്രോൺ ആണെങ്കിലും ഇലക്ട്രോൺ ക്യാപ്ചർ ആണെങ്കിലും ഒക്കെ അവിടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഐസോബാർ ആയിരിക്കും. സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ളത്. മറ്റേ ഐസോബാർ ഫോം ചെയ്യാത്ത ഒരേ ഒരു ഡി കെ എന്ന് പറഞ്ഞാൽ ആൽഫ മാത്രമല്ലേ. ആൽഫ ഡി കെ നടക്കുന്ന സമയത്ത് പാരൻ ന്യൂക്ലിയസുമായിട്ട് യാതൊരു വിധത്തിലുള്ള സിമിലാരിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് അല്ലേ നമുക്ക് കിട്ടുന്നത് അവിടെ. സോ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ആൻസർ വരുന്നത്. അടുത്ത എന്താണ്? ഹാഫ് ലൈഫ് ഓഫ് പൊളോണിയം ഈസ് 140 days. 15 gram ഔട്ട് ഓഫ് ദ 16 gram ഓഫ് ദിസ് എലമെന്റ് വിൽ ഡീകേ ഇൻ. മൊത്തം 16 gram ഉണ്ട്, അതിൽ 15 gram ഡീകേ ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ ബാക്കി അവിടെ എത്ര ഉണ്ടാവും? n/n0 = 1/16 അല്ലേ. അതായത് 16 ഗ്രാമിൽ 15 gram ഡീകേ ചെയ്ത് പോയി. സോ ബാക്കി അവിടെ 1 ഗ്രാമേ ഉള്ളൂ. സോ റിമൈനിങ് ഫ്രാക്ഷൻ ഈസ് 1/16. 1/16 എന്ന് പറഞ്ഞാൽ 1/2⁴ അല്ലേ. സോ 4 ഹാഫ് ലൈഫ് അവിടെ ആവശ്യമാണ്. ഒരു ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 140. സോ 4 ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ 560 days എന്ന് വരും. സെക്കൻഡ് ഓപ്ഷൻ. ദെൻ വർക്ക് ഫംഗ്ഷൻ ഓഫ് മോളിബ്ഡിനം ഇസ് 5 electron volt. ഇത് കുറച്ച് ചെയ്യാനുണ്ട് തോന്നുന്നു. ഇഫ് ദ അൾട്രാവയലറ്റ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 1000 ആങ്സ്ട്രോം. അപ്പോൾ 1000 ആങ്സ്ട്രോം ഉള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ ആണെങ്കിൽ അവിടുത്തെ ഇൻസിഡൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ 1000 ആങ്സ്ട്രോം അല്ലേ. അപ്പോൾ 12400 ഡിവൈഡഡ് ബൈ 1000. സോ എനർജി ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റിങ് ഈസ് 12.4 electron volt ആണ്. സോ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു എനർജി മൈനസ് 50. സോ 12.4 മൈനസ് 5 electron volt എന്ന് കിട്ടും. ഇത്രയും ഇലക്ട്രോൺ വോൾട്ട്. സോ നമുക്ക് അവിടെ 7.4 electron volt എന്ന് വന്നു. ഈ 7.4 electron volt ആണ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് വരുന്നത്. സോ ഹാഫ് mv² = 7.4. ഇലക്ട്രോൺ വോൾട്ടിൽ നിർത്തിയാൽ പോരാ, അതിനെ 1.6 × 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിലിപ്പോൾ ഇലക്ട്രോണിക് മാസ് നിങ്ങൾക്ക് അറിയാം. സ്ക്വയർ ഓഫ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമ്മൾ ചെയ്തു വരുമ്പോൾ ആൻസർ വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വന്നു കഴിഞ്ഞാൽ 1.7 × 10⁻6 ആണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് വരിക. ബട്ട് ഇവിടെ ഇപ്പോൾ 1.7 ഇല്ല. സോ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ ആയിട്ട് എടുക്കേണ്ടി വരും. ഇവിടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. മാസ് ഓഫ് ഇലക്ട്രോണിന് പകരം 9.1 × 10⁻31 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ v² എന്ന് പറഞ്ഞ് കിട്ടും നമുക്ക് അവിടെ. അപ്പോൾ v = 1.6 × 10⁻6 എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇത് വേണമെങ്കിൽ ഇത് അടുത്ത ക്വസ്റ്റിനും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഇതൊരെണ്ണം വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് v² = 7.4 × 1.6 × 2 ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിക് മാസ് 9.1 അല്ലേ. ഇവിടെ ഒരു 10⁻31 ഉണ്ട്, ഇവിടെ 10⁻19 ഉണ്ട്. പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ടാവും? ബാക്കി 31 - 19 ദാറ്റ് ഈസ് 12 കിട്ടും. ഇതിനെ റൂട്ട് എടുക്കാം, നമുക്ക് ഡയറക്റ്റായിട്ട് റൂട്ട് എടുക്കാം. അപ്രോക്സിമേറ്റ് വാല്യൂസേ നടക്കുള്ളൂ കേട്ടോ. 7.4ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 8.5 എടുക്കാം. 8.5 × 1.6 ഡിവൈഡർ ഇതിപ്പോൾ എത്ര വരണം? 1.6 × 2 ഇത് 3.2 അല്ലേ. 3.2ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 1.8 വരും. ഡിവൈഡർ ബൈ ഇത് അപ്രോക്സിമേറ്റ്ലി 8.5 എന്ന് എടുത്തതാണ്. ഡിവൈഡർ ബൈ 3 അല്ലേ വരുന്നത്. ഇൻറ്റു 10⁻6 ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും കുറേയും കൂടെ നല്ലത്. 8.5 അല്ലേ, ഇവിടെ തെറ്റ് പറ്റിയില്ലേ. 7.4 അല്ലേ വരുന്നത്. 7.4ൻ്റെ റൂട്ട് എടുത്താൽ എത്ര വരും മക്കളെ? ഇപ്പോൾ 3ൻ്റെ റൂട്ട് എടുത്താൽ 9 വരും. സോ നമുക്കിത് അപ്രോക്സിമേറ്റ്ലി ഒരു 2.3 എടുക്കാം. 2.3 അല്ലേ വരും. 23 × 23 വരുന്നത് 729 ആണ്. അപ്പോൾ 2.3 × 2.3 എടുത്തു കഴിഞ്ഞാൽ 7.29. സോ ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഇത് വെട്ടിപ്പോയില്ലേ? 0.6 അല്ലേ.
അപ്പോൾ 2.3 ഇൻറ്റു 0.6 23 ഇൻറ്റു 6 എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 6 3 18 6 3 23 അല്ലേ? 2.3 2.7 27 ഇൻറ്റു 20 2.7 വരും അത് 2.7. അപ്പോൾ 27 ഇൻറ്റു 6 എടുത്തു കഴിഞ്ഞാൽ 42 4 2 6 12 4 16. അപ്പോൾ 1.62 എന്ന് കിട്ടും അത്. സോ നമ്മുടെ ആൻസർ വരുന്നത് 1.62 തന്നെയല്ലേ വരുന്നത്? 42 2 6 12 4 യെസ് കറക്റ്റാണ്. 1.62 ഇൻറ്റു 10⁻6 എന്ന് വരും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. ഡയറക്റ്റായിട്ട് നമ്മൾ എല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമയം കണ്ടമാനം കൺസ്യൂം ചെയ്യേണ്ടി വരും. സോ കഴിയുന്നത് ഈ രീതിയിൽ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റൻ ഇതുപോലെ തന്നെയാണ്. The velocity of moving electron which possesses an energy of 826 electron volt. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ, അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാനങ്ങ് ന്യൂമറിക്കൽ ചെയ്യുന്നില്ല. അവിടെ നമുക്ക് ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു വി സ്ക്വയർ ഈക്വൽ ടു 826 ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട് 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാം. ഇവിടെ വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയി 1.7 ഇൻറ്റു 10⁻7 ആണ് വരിക എന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൻസർ വരുന്നത് 1.7 ഇൻറ്റു 10⁻7. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ വരുന്നത്. വാല്യൂ 9.1 എന്നുള്ള ഇലക്ട്രോണിക് മാസ് മാത്രമേ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അറിയാം. സോ ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ അടുത്ത എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 120 to 480. 4 times ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അറ്റ് 120 Kelvin ദ വെലോസിറ്റി ഈസ് v. സോ അറ്റ് 480 Kelvin വാട്ട് വിൽ ബി ദ വെലോസിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ 4 times ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി v ബിക്കംസ് 2v. ഇവിടെ വേറെ കൂടുതൽ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ടെമ്പറേച്ചർ 4 മടങ്ങായി. ടെമ്പറേച്ചർ 4 മടങ്ങായി കഴിഞ്ഞാൽ വെലോസിറ്റി 2 മടങ്ങായിട്ട് കൂടും. ദെൻ അടുത്ത എന്താണ്? എ ബോൾ ഓഫ് മാസ് 1 gram ആൻഡ് എ ചാർജ് ഓഫ് 10 മിനിറ്റ് just a minute. Yes. A ball of mass 1 gram and a charge of 10⁻⁻8 coulomb moves from a point A where the potential is 600 volt to the point B where the potential is 0. അതായത് ഒരു ബോൾ മാസ് ഒരു ചാർജ്ഡ് ബോൾ 600 വോൾട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? 0 വോൾട്ടിലേക്ക് പോകുന്നു. സോ 600 വോൾട്ടിൽ നിന്ന് 0 വോൾട്ടിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്. സോ വാട്ട് ഈസ് എ ഫൈനൽ വെലോസിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ കളർ മാറ്റണ്ടേ? യെസ്, ഇങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് പോകുന്നു, 0 വോൾട്ടിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് പോവുകയാണെങ്കിൽ ദ വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ വിൽ ബി കൺവെർട്ടഡ് ആസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ വി ക്യു അല്ലേ? വി ക്യു ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. അപ്പോൾ 600 വോൾട്ടാണ്. 600 ഇൻറ്റു ചാർജിൻ്റെ വാല്യൂ വരുന്നത് 600, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 600, ചാർജ് വരുന്നത് 10⁻⁻8 ആണ്. സോ 6 ഇൻറ്റു 10⁻⁻6 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ദ ബോഡി വരുന്നത് 10⁻⁻3 കിലോഗ്രാം ആണ്. സോ v2 സ്ക്വയർ അറിയില്ല, ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. v1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? അപ്പോൾ 400 മീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമ്മളവിടെ 10⁻⁻4 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ ഒരു 7 വരുന്നുണ്ട്. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് 10 ആയിട്ട് മാറി. അപ്പോൾ 60 ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 2 ഈക്വൽ ടു v2 സ്ക്വയർ മൈനസ് 400 എന്നായില്ലേ? സോ v2 സ്ക്വയർ ഈക്വൽ ടു ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 400 പ്ലസ് 120, 520 എന്ന് കിട്ടും. സോ v2 ഇസ് ഈക്വൽ ടു 529ൻ്റെ റൂട്ട് വരുന്നത് 23 ആണ്. സോ ദിസ് ഇസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 23. സോ യുവർ ആൻസർ വിൽ ബി 22.8 എന്ന് പറഞ്ഞ് കിട്ടും. അതെയോ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയല്ലേ? 22.8. യെസ്. Then in the circuit zone, the values of the current I1 and I2 എത്രയാണെന്നാണ് നോക്കേണ്ടത്. കിർച്ചോഫ് ലോ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കറണ്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇവിടെ വന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ 2 ohmലൂടെ പോകുന്നത്. സോ ആദ്യം ടോട്ടൽ കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 12 വോൾട്ടാണ്. 4ഉം 12ഉം പാരലൽ ആണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വാല്യൂ വരുന്നത് 3 ohm അല്ലേ? 12 × 4/12 + 4, 3 2 5, 5ഉം ഇന്റേണൽ റെസിസ്റ്റൻസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മൊത്തം 6 ohm ആണ്. സോ ടോട്ടൽ കറണ്ട് ഈക്വൽ ടു എത്ര വരും? 12 ഡിവൈഡഡ് ബൈ
6, അതായത് 2 ആംപിയർ ആണ് ടോട്ടൽ കറണ്ട്. ആ 2 ആംപിയർ ആണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി പോകുന്നത്. ഈ I ആണ് സ്പ്ലിറ്റ് ആയി പോകുന്നത്. സോ നമുക്ക് എന്തായിട്ട് പറയാം, സ്പ്ലിറ്റിംഗ് നടക്കുന്ന സമയത്ത് I1/I2 ഈക്വൽ ടു എത്ര വരണം, R2/R1. R2/R1 എന്ന് പറയുമ്പോൾ 4/12, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. അതായത് നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് അക്രോസ് ആയിട്ട് 1:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. സോ I1 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, 1/4 ഓഫ് ദ ടോട്ടൽ കറണ്ടും I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3/4 ഓഫ് ദ ടോട്ടൽ കറണ്ടുമാണ്. 1/4 ഓഫ് ദ ടോട്ടൽ കറണ്ട് എന്ന് പറയുമ്പോൾ 1/4 ഇൻറ്റു 2 ആംപിയർ ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 2 ആംപിയർ. സോ നമ്മുടെ I1ൻ്റെ വാല്യൂ വരുന്നത് 0.5 ആംപിയറും I2ൻ്റെ വാല്യൂ വരുന്നത് 1.5 ആംപിയറും. ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, I1 ഈക്വൽ ടു 0.5 ആൻഡ് I2 ഈക്വൽ ടു 1.5. ഓക്കെ, സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ വരുന്നത്. പിന്നെന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ കോൺകേവ് മിറർ ഫോക്കൽ ലെങ്ത് F in vacuum is placed in a medium of refractive index to the focal length of the medium. മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് R/2, റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മീഡിയം. സോ നമ്മൾ വേറെ മീഡിയത്തിൽ വെച്ചാലും അതിൻ്റെ ഫോക്കൽ ലെങ്ത് വരുന്നത് എത്ര തന്നെയാണ്, F തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി അടുത്ത കെമിസ്ട്രി ഡിസ്കഷൻ ഇപ്പോൾ വരും നിങ്ങൾക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ന് നമ്മൾ കണ്ട ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് ഒന്നിലധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് വീക്കിൻ്റെ നമ്മുടെ മോഡൽ എക്സാമിൽ നമ്മൾ വേറൊരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി മക്കളെ, ഗുഡ് നൈറ്റ്. മക്കളെ, ഗുഡ് ഈവനിങ്. കണ്ടില്ലേ, നിങ്ങൾ പേപ്പറൊക്കെ നോക്കി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും. കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ പേപ്പറാണ്. ഏകദേശം ഇതിൻ്റെ ഒരു നിലവാരത്തിലുള്ള പേപ്പേഴ്സേ ചോദിക്കുള്ളൂ കേട്ടോ. മക്കൾ പഠിച്ച സംഭവങ്ങൾ തന്നെ വരുള്ളൂ. തെറ്റുകൂടാതെ അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ, മനസ്സിലായോ? പിന്നെ ടൈം മാനേജ്മെൻറ്റ് അത് കൃത്യമായിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ശരി, ഫസ്റ്റ് വൺ കണ്ടോ നിങ്ങളോ? ഡൈപോൾ മൊമെൻ്റ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. അത് എല്ലാവരും ശരിയാക്കി കാണും. അതിൽ ശരിക്കും നോക്കണം കേട്ടോ. ഡൈപോൾ മൊമെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഹൈലി പോളാറായിട്ടുള്ള ആൾ വാട്ടറാണ്. ഏകദേശം 1.8485 അടുത്ത് വരും ഡിബൈ. പിന്നെ വരുന്നയാൾ HF ആണ്. 1.78 അടുത്തേക്കൊക്കെയാണ് അത് വരുള്ളൂ. പിന്നെ വരുന്ന അമോണിയ, ദെൻ HCl. അത് NCERT നിങ്ങൾ ആ ഡൈപോൾ മൊമെൻറ്റിൻ്റെ കോളം നോക്കണം. 2 കോളം നോക്കണം കേട്ടോ. ഒന്ന് നിങ്ങൾ ഹാലോ ആൽക്കൈൻസിൻ്റെ ആ മീഥൈൽ ഹാലൈഡുകളില്ലേ, മീഥൈൽ ഫ്ലൂറൈഡ്, മീഥൈൽ ക്ലോറൈഡ് എന്നൊക്കെ പറയുന്നിടത്ത് അൺയൂഷ്വൽ ബിഹേവിയർ ഓഫ് മീഥൈൽ ക്ലോറൈഡ് നോക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പം ഡാറ്റാ ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ശ്രദ്ധിച്ചോളണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോയിലിംഗ് പോയിൻ്റ് ഓർഡർ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ വായിച്ചത് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും, പക്ഷേ മനസ്സിൽ വന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻസ് അവിടെ കോർഡിനേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ട് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. ബോയിലിംഗ് പോയിൻ്റാണ് ചോദിച്ചെങ്കിൽ മാക്സിമം ആർക്ക് തന്നെ വാട്ടർ തന്നെ, ദെൻ HF, ദെൻ അമോണിയ, ദെൻ HCl എന്നുള്ള ഓർഡർ തന്നെയാണ് അത് വരിക. ഏത് ബോയിലിംഗ് പോയിൻ്റ്. പൊളാരിറ്റീൻ്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ബേസിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാം. പിന്നെ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളറ്റാലിറ്റീൻ്റെ ഓർഡർ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അത് പിന്നെ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ അതേ കേസ് തന്നെ. ബോയിലിംഗ് പോയിൻറ്റ് മാക്സിമം ആയിട്ടുള്ള ലെസ് വോളറ്റൈലായിട്ട് വരും. അപ്പോൾ വോളറ്റാലിറ്റീൻ്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് അടിക്കണം. പിന്നെ വരാൻ ചാൻസ് ഉള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടാണ്, സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ നോക്കണം, അത് ഡൈപോളൻ്റ് ഒന്നുമല്ല, സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ആര് കയറി വരും? HF കയറി വരും, ദെൻ വാട്ടർ, ദെൻ അമോണിയ, ദെൻ HCl. പിന്നെ ഹൈഡ്രജൻ ബോണ്ട് വരുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് സംഭവങ്ങൾ പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാവുള്ളൂ കേട്ടോ.
ദെൻ അപ്പം നമുക്ക് ആൻസർ വരുന്നത് H2O, HF, NH3, HCl. സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടു നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ മക്കൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. Simmer coming out from a pool is covered with a film of water weighing 36 gram എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 36 gram എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി വാട്ടർ ആണ്. 36 gram എന്ന് പറഞ്ഞാൽ 2 moles ഓഫ് വാട്ടറായി. ഇൻറ്റേർണൽ എനർജി വേപ്പറൈസേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനെന്ത് തന്നിട്ടുണ്ട്? എൻതാൽപ്പി വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ΔH തന്നിട്ട് ΔU ആണ് ചോദിച്ചത്. അപ്പോൾ രണ്ടും കൂടെ കണക്ട് ചെയ്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ΔH = ΔU + ΔN × RT. ഇവിടെ ΔN എത്ര വരും? അവർ പറഞ്ഞിരിക്കുന്നത് 36 gram വാട്ടറാണ്. അപ്പോൾ 2 moles ഓഫ് വാട്ടറാണ്. അപ്പോൾ H2O ലിക്വിഡ് ഗിവ്സ് H2O ഗ്യാസ്. അത് 2H2O ലിക്വിഡ് ഗിവ്സ് 2H2O ഗ്യാസ്. അപ്പോൾ ΔN എത്രയാ? H2O ഗ്യാസ് 2 മോളും ഇപ്പുറത്ത് ലിക്വിഡുമാണ്. അപ്പോൾ 2 - 0. അപ്പോൾ ΔN = 2. പിന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞ ആൻസറാണ് വരിക. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 moles ഓഫ് വാട്ടർ വേപ്പറൈസ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് 1 മോളിനാണ് 44.01. അപ്പോൾ 2 മോൾസിന് എത്ര വരും? 88.02 വരും. ഇതാണ് ΔH. അല്ലാതെ തന്ന ΔH ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത് കേട്ടോ. കാരണം തെർമോഡൈനാമിക്സിൽ നിങ്ങൾ ഏത് ക്വാണ്ടിറ്റി എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഈ ക്വാണ്ടിറ്റീസ് വരുമ്പോൾ അത് എക്സ്റ്റെൻസീവാണ്, എമൗണ്ട് ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ എമൗണ്ട് എത്ര തന്നു നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനത്. അപ്പം ΔU + ΔN എന്ന് പറഞ്ഞാൽ 2 × R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ ജൂൾസിലല്ലേ വന്ന്. അപ്പോൾ 8.314 × 10⁻³ × 298 നമുക്ക് നിയർലി 300 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. കാരണം ഈ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 88.02 ആണ്. ഈ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പം ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് നെഗറ്റീവായി. അപ്പോൾ എന്തായാലും ഒരു സെർട്ടൺ ക്വാണ്ടിറ്റി 88 point something എന്ന് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ ഒരിക്കലും അതെന്താവില്ല, ഹാഫ് ഒന്നായിട്ട് മാറില്ല. അപ്പോൾ 88-നേക്കാളും കുറച്ച് കുറഞ്ഞ ആൻസറാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയത്. ഈ രണ്ടെണ്ണത്തിനും പ്രോബബിലിറ്റി വരുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളതിൽ ഭേദം 83 ഉള്ളൂ. അപ്രോക്സിമേഷൻ മെത്തേഡ് ഇവിടെ വർക്ക് ചെയ്യും, എല്ലാ ക്വസ്റ്റനിലും വർക്ക് ചെയ്യൂല കേട്ടോ. അങ്ങനെയും ചെയ്യല്ലേ. ബ്ലൈൻഡ് അപ്രോക്സിമേഷൻ ഒരിക്കലും ചെയ്യരുത്, തെറ്റിക്കരുത് കൊണ്ടുപോയിട്ട്. ദെൻ അടുത്ത പറഞ്ഞിരിക്കുന്നത് pH കാൽക്കുലേഷനാണ്. pH കാൽക്കുലേഷൻ ആരെ കേസാണ് ചോദിച്ചിരിക്കുന്നത്? 0.05 മോളാർ സൊല്യൂഷൻ ഓഫ് അമോണിയാണ്. pH 4 കേസിലേ മക്കളോർക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഒന്ന് സ്ട്രോങ് ആസിഡിൻ്റെ സംഭവങ്ങൾ തരിക. 2 വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ബേസ്. 3 സോൾട്ട് ഹൈഡ്രോളിസിൻ്റെ pH കാണുന്ന സംഭവങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 3 ടൈപ്പിൽ നിങ്ങൾക്ക് pH ഫോർമുലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുള്ളൂ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ശരിക്കും ചെയ്ത് തറവാക്കുക നിങ്ങൾ. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമോണിയാണ്, വീക്ക് ബേസ് ആണ്. അപ്പോൾ പിന്നെ pH അല്ല വരിക, POH ആണ് ആദ്യം കണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, POH ആണ് കണ്ടത്. അപ്പം POH കിട്ടണമെങ്കിൽ OH - M കോൺസെൻട്രേഷൻ വേണം. OH - M കോൺസെൻട്രേഷൻ = C α = √Kb × C ആണ്. when degree of dissociation is comparatively lower. നമുക്ക് ഈ ഇക്വേഷനാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസേ നീറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് സോൾവ് ചെയ്താൽ മതി മക്കൾ. അപ്പോൾ എന്താ കിട്ടുക? OH- കിട്ടും. നെഗറ്റീവ് ലോവർ എടുത്താൽ POH കിട്ടും. 14 മൈനസ് ചെയ്താൽ pH കിട്ടുള്ളൂ. അപ്പോൾ നോക്കണം pH ആണോ POH ആണോ തന്നിരിക്കുന്നത് നോക്കണം. അപ്പോൾ പെട്ടെന്ന് കയറി ചാടി കയറി ആൻസർ ചെയ്തിട്ട് അത് തെറ്റിക്കരുത്. നമുക്ക് 11 ആണ് ഇവിടെ ആൻസർ വരിക. അപ്പോൾ നോക്കണം കേട്ടോ, ബേസ് ആണോ നോക്കുക, pH ആണോ ചോദിച്ചോ നോക്കുക. ഇനി അതല്ല സിംപ്ലി POH മാത്രമാണോ ചോദിച്ചോ നോക്കുക, ആൻസർ ചെയ്യാം. അപ്പം 3 ടൈപ്പ് pH നിങ്ങളൊന്ന് കൃത്യമായിട്ട് ചെയ്യേണ്ടതുള്ളൂ. സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ്, പിന്നെ അതിൽ തന്നെ വാട്ടറുമായിട്ടുള്ള കമ്പാരിസണിൽ വരുന്ന സംഭവങ്ങൾ അറിയാമല്ലോ. H+ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസ്. പിന്നെ വരുന്നത് വീക്ക് ആസിഡ്, വീക്ക് ബേസ്, പിന്നെ സോൾട്ട് ഹൈഡ്രോളിസിൻ്റെ pH. ഇത്രയും pH തറവാക്കിയാൽ മതി. ദെൻ അടുത്ത നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റോ. അപ്പോൾ pH5 പറഞ്ഞത്. pH5 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ PI5 ഇല്ല. ബാക്കി ആ 3 സംഭവങ്ങളും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആൻസർ pH5. പിന്നെ നിങ്ങൾക്ക് അവിടെ പ്രോബബിലിറ്റി വരുന്നത് ബിസ്മത്തിൻ്റെ സംഭവങ്ങളാണ്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അവിടെ ക്വസ്റ്റ്യൻ വരിക. ബിസ്മത്ത് പെൻഡ ഫ്ലോറൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയൊന്നും പെൻഡ സ്റ്റേറ്റിൽ അവിടെ വരുന്നില്ല. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് ചെയ്തോളണം കേട്ടോ, വന്നാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊട്ടാസ്യം ഇൻ KO2 ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം നോർമലി നമ്മളൊരു പൊട്ടാസ്യത്തിന് എപ്പോഴും +1 ആണ് അതിൻ്റെ കോമ്പൗണ്ടുകളിൽ വരുന്നത്, +1. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഓക്സിജനാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങ് അസംഷൻ എടുക്കും. KO2 കാണുമ്പോഴേക്കും നമ്മൾ
ഫസ്റ്റ് ആൻസർ തന്നെ നമ്മളുടെ -1/2 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ട് അത് കൊണ്ടുപോയിട്ട് ആൻസർ ചെയ്യും. നോക്കണം, പൊട്ടാസ്യം തന്നത്, അപ്പോൾ അത് +1 ആവും. ദെൻ അതിനടുത്തത് ഐസോമറിസം കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ ഡബിൾ ബോണ്ട് ആക്റ്റീവ് ആവണം. ഇപ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ 2 സെയിം ഗ്രൂപ്പാണ് അവിടെ വന്നത്. സെയിം ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ജോമെട്രിക്കൽ കാണിക്കില്ല, അപ്പോൾ ഇയാൾ കാണിക്കില്ല. സെയിം ഗ്രൂപ്പാണ് ഇവിടെ ഹൈഡ്രജൻ വന്ന് കാണിക്കില്ല. ഇവിടെ 2 ഡിഫറൻറ്റ് ഗ്രൂപ്പാണ് വന്നത്, ഇവിടെയും 2 ഡിഫറൻറ്റ് ഗ്രൂപ്പാണ്, ഹൈഡ്രജൻ ആൻഡ് മിഥായിൽ. ഇവിടെയാണെങ്കിലും ഡിഫറൻറ്റ് ഗ്രൂപ്പ്സാണ് വന്നത്. അപ്പോൾ നമുക്ക് 3, 4 മാത്രമേ അവിടെ വരുന്നുള്ളൂ. 3 and 4 വരുന്ന ആൻസർ 3 ആണ്. എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും അത്. നെക്സ്റ്റ് സാധാ ബോർഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഡെൻസിറ്റി കാൽക്കുലേഷൻ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു Z ഇൻറ്റു W ഡിവൈഡഡ് ബൈ N ഇൻറ്റു A ക്യൂബ്. അപ്പോൾ പിന്നെ മക്കളത് സോൾവ് ചെയ്ത് എടുത്താൽ മതി. നിങ്ങൾക്ക് അറൗണ്ട് 40 ആ സംതിങ്ങിൽ ആൻസർ വരും. 48.4 എന്നുള്ള ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആൻസർ അവിടെ വരിക. ഒന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത് അറൗണ്ട് 48.4 ഇൻറ്റു 10⁻23 എന്നുള്ള ടേംസിൽ വരും. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ടൈപ്പ്, ശ്രദ്ധിച്ചോളണം. ദെൻ അടുത്ത് നമുക്ക് സെൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സെല്ല് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലല്ല സെല്ല് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നേൺസ്റ്റിക്കേഷൻ യൂസ് ചെയ്യണം. EMF ഓഫ് ദി സെൽ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി സെൽ മൈനസ് 0.059 അല്ലെങ്കിൽ 0.06. ചോയ്സ് തമ്മിൽ അത്യാവശ്യം വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് 0.06 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. ഇൻറ്റു ലോഗ് റൈറ്റ് ഡിവൈഡഡ് ബൈ ലെഫ്റ്റ് എന്നാണ് പറയേണ്ടത്. റൈറ്റ് കോൺസെൻട്രേഷൻ ഓഫ് Ni2+ ആണ്, അത് 0.16 ഡിവൈഡഡ് ബൈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് Ag+ raised to എന്ന് വേണം. അപ്പോൾ നമുക്ക് 0.002 raised to. മക്കളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0.914 എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വരിക. ഒരു സെർട്ടൻ ക്വാണ്ടിറ്റി ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ 1.05നേക്കാളും കുറഞ്ഞ ആൻസറാണ് വരിക. അത് കുറഞ്ഞ ആൻസർ മാക്സിമം പ്രോബബിലിറ്റി 1 വരുന്നുള്ളൂ. നോക്കി പെട്ടെന്ന് ആൻസർ ചെയ്താൽ മതി. അത് കാൽക്കുലേഷൻ ഒന്നും അധികം വരുന്നുമില്ല അതിനകത്തൊന്നും കേട്ടോ. ദെൻ അതിനടുത്തത് 2 സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട്, അസർഷൻ റീസൺ അല്ല, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അവർ ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനത്തെ 2-3 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞത് അനിലീൻ ഈസ് ലെസ് ബേസിക് ദാൻ അസെറ്റമൈഡ് എന്നാണ് പറഞ്ഞത്. അത് തെറ്റിപ്പോയി. അനിലീൻ ഈസ് മോർ ബേസിക് ദാൻ അവർ അമൈഡിനേക്കാളും മോർ ബേസിക് ആണ് അനിലീൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എല്ലാവർക്കും ശരിയാണ്, കാരണം ലോൺ പെയർ ഇൻ ഡിലോക്കലൈസേഷൻ വിത്ത് ദി പൈ ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 ഇറ്റ് വെൻറ്റ് റോങ്, 2 കറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് 1 ആണ് കറക്റ്റ് ആൻസർ. നോക്കിയാൽ കാണാം. ദെൻ അതിനടുത്തത് സാധാ നമ്മളുടെ കൈനറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിയാമല്ലോ, എക്സ് ഗീവ്സ് വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞു. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് റേസ് ടു 2 എന്ന് വന്നു. അതിൽ എക്സ് എത്ര ടൈംസ് ആയി? 3 ടൈംസ് ആയി. അപ്പോൾ 3 റേസ് ടു 2 9 ടൈംസ് ആയിട്ട് മാറും. റേറ്റ് ബിക്കംസ് 9 ടൈംസ്. ചിലപ്പോൾ അവർ ഇങ്ങനെയല്ല തരിക, അവർ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ചോദിക്കുക. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തരും റേറ്റ് കോൺസ്റ്റൻറ്റ് ബിക്കംസ് 9 ടൈംസ്. അപ്പം നമ്മൾ എന്തേ കാണുള്ളൂ? റേറ്റേ കാണുള്ളൂ, പിന്നെ ഇതേ കാണുള്ളൂ, 9 ടൈംസേ കാണുള്ളൂ. ഇടയിലുള്ള കോൺസ്റ്റൻറ്റ് ചിലപ്പോൾ അങ്ങ് മിസ് ചെയ്ത് പോകും. അപ്പോൾ നല്ല കോൺഷ്യസ് ആയിട്ട് അത് വായിച്ച് ആൻസർ ചെയ്യുള്ളൂ. ആ കോർഡിനേഷൻ കറക്റ്റ് ആവണം കേട്ടോ. പേന വെച്ച് കൃത്യമായിട്ട് വായിച്ച് മക്കളെ ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയതാണ്. ദെൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. ലാർജർ നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3D സീരീസിൽ മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസ്. മിനിമം വരുന്നത് നമുക്ക് അവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് സ്കാൻ ചെയ്യണം. കോപ്പർ നമുക്ക് +1 ഉണ്ട്, +2 ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അതവിടെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആണ്. നെക്സ്റ്റ് ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എണ്ണി ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക് ഓർഗാനിക്കാണ് നിങ്ങളോട് ചോദിക്കുക. അത് NCERT തറുവാക്കിയിട്ട് വെക്കുക. ബേസിക് റിയാക്ഷൻസ് കംപ്ലീറ്റ്. CL പോയിട്ട് അവിടെ ആര് വരും? KNO2 അല്ലേ, അയോണിക് അല്ലേ, അപ്പോൾ ONO വരും. അപ്പോൾ ONO വരുന്ന ആൻസർ ഇതാണ്. ബാക്കി ONO വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാർബണിൻ്റെ എണ്ണം, കാർബൺ സ്കെലിട്ടൺ സെയിം അല്ലേ നോക്കണം. ഇവിടെ 3 കാർബണാണ്. അവരെന്ത് ചെയ്യുമെന്ന് അറിയോ? ONO ഫസ്റ്റ് തരും, അതിലൊരു CH2 അങ്ങ് വിട്ട് കളയും. നമ്മൾ ആരെയും നോക്കുള്ളൂ? ONO മാത്രമേ നോക്കുള്ളൂ. എന്ത് നോക്കൂല? സ്കെലിട്ടൺ നോക്കൂല. സ്കെലിട്ടൺ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സ്കെലിട്ടൺ നോക്കിയിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്ന പ്രോഡക്റ്റും നോക്കണം, സ്കെലിട്ടണും നോക്കണം. ദെൻ അടുത്ത ഡൈസോട്ടൈസേഷൻ N2Cl. വേറെ ഇവിടെ അൺയൂഷ്വൽ ആയിട്ടുള്ള സംഭവമൊന്നുമില്ല. അടുത്ത N2Cl പോയിട്ട് ഫിനോളായിട്ട് കപ്ലിങ് ആൽക്കലൈൻ മീഡിയം. pH ശ്രദ്ധിക്കണേ. ഫിനോളായിട്ടുള്ള കപ്ലിങ് ആൽക്കലൈൻ മീഡിയത്തിൽ. അപ്പോൾ ഫിനോൾ ആയതുകൊണ്ട് നമുക്ക് ഓറഞ്ച് ഡൈ ആണ് അവിടെ വരിക. ഓറഞ്ച് കിട്ടും. അപ്പോൾ അത് മറന്നു പോകണ്ട.
ആസിഡ് ഐ ആണ് വരുന്നത്. അപ്പം NaOH ആണ്. അപ്പോൾ SO3 Na എന്നുള്ള ടേംസിലേക്കാണ് അത് മാറുക. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അത് ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അത്. മോർ അസിഡിക് ഗ്രൂപ്പാണത്. അപ്പോൾ പിന്നെ SO3 Na എന്നുള്ള ഫോമിലേക്കാണ് ആ സംഭവങ്ങൾ വരിക. ശ്രദ്ധിച്ചോളണം. ഓക്കെ, വേറെ ഓപ്ഷൻസിനൊന്നും അതിൽ ചാൻസ് വന്നിട്ടില്ല. വേറെ അസിഡിഫിക്കേഷൻ്റെ സ്റ്റെപ്പൊന്നും കാണിച്ചിട്ടില്ല അതിനകത്ത് കേട്ടോ. നോക്കിയാൽ കാണാം. ഓക്കെ, ദെൻ അടുത്തത് HCl ആയിട്ടുള്ള ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയാണ്. അപ്പോൾ HCl ആഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോഫിലിക് അഡീഷനാണ് നടക്കുക. കാരണം ആഡ് ചെയ്യാൻ പോകുന്ന ആൾ H+ ആണ്. അപ്പോൾ ഡബിൾ ബോണ്ടിലാണ് അഡീഷൻ നടക്കുക. ഡബിൾ ബോണ്ട് അഡീഷൻ നടക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റ് കാർബോകേറ്റയോൺ. സ്റ്റേബിൾ കാർബോകേറ്റയോൺ വരണമെങ്കിൽ എല്ലാം തന്നെ ബെൻസാലിക് കാർബോകേറ്റയോൺ ആണ്. കാരണം ഇവിടെയാണ് പ്ലസ് വരിക. അതിൽ സ്റ്റേബിൾ കാർബോകേറ്റയോൺ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OCH3 സംഭവമാണ് മോസ്റ്റ് സ്റ്റേബിൾ. ഇവിടെ വരുന്ന പ്ലസ് വരുന്ന മോസ്റ്റ് സ്റ്റേബിൾ ആവുക. ഇവിടെ വരുമ്പോൾ NO2 വിഡ്രോയിങ് ആണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് പ്ലേസ്ഡ് ആവുക. ഇവിടെയാണ് പ്ലസ് വരിക. നമ്മളുടെ Cl അഡീഷൻ ഇവിടെയാണ് നടക്കുക. പ്ലസ് വന്നിടത്താണ് Cl- പോവുക. അപ്പോൾ NO2 വിഡ്രോയിങ് ആണ്. അപ്പോൾ ഇവിടെയാണ് പ്രൈമറി കാർബോകേറ്റയോൺ ആണ് വരിക. അതിൽ റിലേറ്റീവ്ലി ലെസ് സ്റ്റേബിൾ ആണ്. ഇത് അങ്ങോട്ടാണ് പോളറൈസ്ഡ് ആവുക. അപ്പോൾ ബെൻസാലിക് കാർബോകേറ്റയോൺ കിട്ടും. നോട്ട് ഓൺലി ബെൻസാലിക്, അത് സെക്കൻഡറി ആണ്. OCH3 ഡൊണേറ്റിംഗ് പവർ കൂടെ വരും, +R ഇഫക്റ്റ്. അപ്പം 3, 2, 1 എന്നുള്ള രീതിയിലാണ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി വരിക. ശ്രദ്ധിച്ചോളണം, 3, 2, 1. അപ്പം നമ്മുടെ ആൻസർ സെക്കൻഡ് 1 ആണ്. ദെൻ അടുത്തത് കാർബോഹൈഡ്രേറ്റ് കെമിസ്ട്രി എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് നോക്കി വെക്കണം കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ് മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ്, സെല്ലുലോസ്, ദെൻ ഗ്ലൂക്കോസ്, ബേസിക് സ്ട്രക്ചർ, നമ്മളെ മോണോസാക്കറൈഡ്സിൻ്റെ സ്ട്രക്ചേഴ്സ് അത് ശരിക്കും നോക്കി വെച്ചിട്ടുണ്ടാവണം. ക്വസ്റ്റ്യൻസ് അവിടുന്ന് വരും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് മാൾട്ടോസ് ആണ്. ദെൻ അടുത്ത് മോണോമർ ഓഫ് ഡാക്രോൺ. ഡാക്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ടെറിലീൻ ആണ്. അപ്പോൾ ടെറിത്താലിക് ആസിഡ്, ബെൻസീൻ 1,4-ഡൈകാർബോക്സിലിക് ആസിഡും എത്തിലീൻ ഗ്ലൈക്കോൾ വേണം. പോളിയെസ്റ്റർ ആണ്. അപ്പോൾ പോളിമേഴ്സിൻ്റെ എല്ലാ സ്ട്രക്ചേഴ്സും നോക്കണം. മോണോമേഴ്സ് അറിയണം. പിന്നെ അതിൻ്റെ കണ്ടൻസേഷൻ അല്ലെങ്കിൽ അഡീഷൻ പോളിമറൈസേഷൻ നടന്ന സ്ട്രക്ചേഴ്സ് കൂടെ അറിയണം കേട്ടോ. കൃത്യമായിട്ട് നോക്കണേ. അത് യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ വേണം അത് ആൻസർ ചെയ്യുക. പ്രത്യേകിച്ച് ഇതിൻ്റെ കണ്ടൻസേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത് മോണോമറേ ചോദിച്ചിട്ടുള്ളൂ. കണ്ടൻസ്ഡ് ആ യൂണിറ്റ് ചോദിക്കുക. ആ യൂണിറ്റ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുമ്പോൾ. ദെൻ ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് പിന്നെ ഈ ഗ്രൂപ്പിൽ പെടാൻ പറ്റിയ ആളല്ല. ഇത് നമുക്ക് ആൻറ്റാസിഡിൻ്റെ ടൈപ്പിലേക്ക് വരും. നമുക്ക് ആൻറ്റി ഹിസ്റ്റമൈൻസിൻ്റെ ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് 1 ആണ് അവിടെ ആൻസർ. അപ്പം എവറിഡേ ലൈഫിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതിനകത്തൊന്നും ഒരു മിസ്സിങ്ങും വരരുത്. ദെൻ അടുത്ത കറക്റ്റ് ഓർഡർ ഡിക്രീസിങ് മെറ്റാലിക് ക്യാരക്ടറാണ്. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അക്രോസ് ദി പീരീഡ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. അപ്പോൾ മോസ്റ്റ് മെറ്റാലിക് ഗ്രൂപ്പ് 1 മെറ്റലാണ്. ഗ്രൂപ്പ് 1 മെറ്റൽ നമുക്ക് അവിടെ ഉണ്ട്, സോഡിയാണ്. പിന്നെ ഡൗൺ ദി ഗ്രൂപ്പ് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അപ്പോൾ ബെർലിയം മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ തന്നെ ഡൗൺ ദി ഗ്രൂപ്പ് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും. അപ്പോൾ സോഡിയം ഫോളോഡ് ബൈ മഗ്നീഷ്യം, ദെൻ ബെർലിയം, ദെൻ അക്രോസ് ദി പീരീഡ് വി ഹാവ് ഇറ്റ് ഡിക്രീസസ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ വരിക 4th 1 അതിനകത്ത് വരുള്ളൂ. ദെൻ യുപാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ബെൻസീൻ റിംഗിലാണ് നോക്കേണ്ടത്. ആദ്യം തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ എന്നാണ്. NO2 Cl ആണുള്ളത്. ഫങ്ഷൻ ഗ്രൂപ്പ് അല്ല, മിയർലി സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. അപ്പം ലോവസ്റ്റ് സെറ്റ് ഓഫ് ലോക്കൻസ് ആണ് എടുക്കേണ്ടത്. ലോക്കൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ലോക്കൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇയാൾക്ക് 1 കൊടുക്കും, ഇയാൾക്ക് 2 കൊടുക്കും, ഇയാൾക്ക് 4 കൊടുക്കും. 1 ക്ലോറോ പിന്നെ എഴുതുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ വരണം. 1 ക്ലോറോ, ദെൻ നമുക്ക് അവിടെ 2,4-ഡൈനൈട്രോ ബെൻസീൻ വരും. മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയതാണ്, കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് 1 കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും. ദെൻ അടുത്തത് ബൈഫിനൈല, ദെൻ ആന്ത്രസീന. അരോമാറ്റിക്കാന്ന് പറഞ്ഞു. നമ്പർ ഓഫ് ഇലക്ട്രോൺസാണ് ചോദിച്ചത്. അപ്പോൾ തന്നെ മനസ്സിലായി ബൈഫിനൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ബെൻസീൻ റിംഗ് ലിങ്ക് ത്രൂ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ്. ഇലക്ട്രോൺസാണ് ചോദിച്ചത്. അപ്പോൾ 12 ഇലക്ട്രോൺസ് അവിടെ വരുന്നുണ്ട്. 6+6 അത് ഫ്യൂസ്ഡ് റിംഗ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് റിംഗ് ആയിട്ട് എടുക്കണം, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആയിട്ട് എടുക്കണം. അപ്പോഴാണ് അത് അരോമാറ്റിക് ക്യാരക്ടറിൽ വരുന്നത്. അപ്പോൾ 12 അവിടെ വരും. പിന്നെ ആന്ത്രസീൻ ആകുമ്പോൾ 3 ബെൻസീൻ റിംഗ് ആണ്. 3+2+2. അപ്പോൾ നമുക്ക് 5+2 7+7 × 2 14. അപ്പോൾ നമുക്കാകെ 26 എന്നുള്ള രീതിയിലേക്ക് സംഭവങ്ങൾ വരും. നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, കുഴപ്പമില്ലല്ലോ. 12ഉം പിന്നെ നമ്മളെ 3ഉം 2 5ഉം 2 7 14. ദെൻ അടുത്ത ZNO സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി എന്നാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ ആ എക്സാമ്പിളുകളും ഡിസ്ക്രിപ്റ്റീവ് ഏരിയാസ് ഉണ്ടല്ലോ, ഡിഫക്റ്റ് പറയുന്നതും മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, അവിടെയുള്ള എല്ലാ എക്സാമ്പിളുകളും പിന്നെ അവിടെ ബാക്കിയുള്ള സംഭവങ്ങളും നോക്കി വെച്ചിട്ടുണ്ടാവണം. സിങ്ക് ഓക്സൈഡ് എല്ലാവർക്കും അറിയുന്നതാണ്. മെറ്റൽ നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട് ആണ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ ആണ്. മറ്റേത് നമ്മളുടെ ഫ്രങ്കൽ ഡിഫക്റ്റ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് 3rd 1 ആണ്. ദെൻ
അടുത്തത് പൊട്ടാസ്യം അയോഡൈഡിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ്റെ നേച്ചർ അവർ പറഞ്ഞിട്ടുണ്ട്. 20% ആണ്. അത് ബൈ മാസ്സാണ്, മാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100 ഗ്രാം സൊല്യൂഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് 20 ഗ്രാം സൊല്യൂട്ടാണ് ഉള്ളത്. അതാണ് മാസ് ബൈ മാസ്. ചോദിച്ചിരിക്കുന്ന മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് അപ്പോൺ ടോട്ടൽ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് 166. അപ്പം മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. പിന്നെ എന്ത് വേണം, വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് വേണം. വോളിയത്തിന് എന്ത് തന്നിട്ടുണ്ട്, സൊല്യൂഷൻ്റെ മാസ് അറിയാം, സൊല്യൂഷൻ്റെ ഡെൻസിറ്റി അറിയാം. സോ സൊല്യൂഷൻ്റെ മാസിനെ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൊല്യൂഷൻ്റെ വോളിയായി. ദെൻ അതിനടുത്ത കേസിൽ ഇൻറ്റു 1000 ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലിറ്റേഴ്സിൽ മാറി ഇവിടെ ഇൻറ്റു 1000 വരുമ്പോൾ. അപ്പം നമുക്ക് ഈ വാല്യൂ ഡിനോമിനേറ്ററിൽ കൊടുക്കണം. പിന്നെ നമുക്കൊരു ഇൻറ്റു 1000 കൂടെ അവിടെ വരും. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ വരും അറൗണ്ട് 1.45 അടുത്ത് ആൻസർ വരും. ഫസ്റ്റ് വണ്ണാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടോ കൺവേർട്ട് ചെയ്തിട്ട് തരും. ശ്രദ്ധിച്ചോളണം അത്. ദെൻ അടുത്തത് നമ്മുടെ സർഫേസ് കെമിസ്ട്രി എന്നാണ്. സർഫേസ് കെമിസ്ട്രി ഡിസ്ക്രിപ്റ്റീവ് ആണ് ഹൈലി. അപ്പോൾ NCERTയിലെ എല്ലാ വേർഡ് ബൈ വേർഡും അത് ക്ലിയർ ചെയ്ത് വെച്ചോളാം. കൊള്ളോടെയാണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രോസെല്ലുലോസിൻ, ആൽക്കഹോൾ ആൻഡ് ഈതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ, നിങ്ങൾ 4% കറക്റ്റ് ആക്കും. പിന്നെ നിങ്ങൾ അൺയൂഷ്വലായിട്ട് ഇവിടെ സ്പീഡ് കൂട്ടും. നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് വന്ന് അൺയൂഷ്വലായിട്ട് നിങ്ങൾ സ്പീഡ് കൂട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 4% നൈട്രോന്ന് കണ്ടു, ആൽക്കഹോൾ ഈതർന്ന് കണ്ടു, ഇത് കൊണ്ടുപോയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു പ്രോബബിലിറ്റി വരും. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് ആൻസർ ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. നമ്മുടെ ആൻസർ 4th വൺ വരും. അടുത്തത് വിച്ച് ആൽക്കഹോൾ ഗീവ് വൈറ്റ് ടർബിഡിറ്റി എന്നാണ് പറഞ്ഞത്. ചിലവർ ഈ വൈറ്റ് ടർബിഡിറ്റി മാത്രമേ കാണുള്ളൂ, എന്നിട്ട് ചാടി കയറി ടെർഷ്യറി ഒക്കെ കൊണ്ടുപോയിട്ട് ആൻസർ ചെയ്യും. അങ്ങനെയല്ല, വൈറ്റ് ടർബിഡിറ്റി ഇൻ 5 minutes എന്നാണ് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡറി ആണെന്ന് മനസ്സിലായി. സെക്കൻഡറി നമുക്ക് ഇതാണ്. ഇതാരാ, പ്രൈമറിയാണ്, ഓൺലി ഓൺ ഹീറ്റിംഗ് ആണ്. ഇതാരാ, ഇത് നമുക്ക് സ്റ്റേബിൾ കാർബോക്കേറ്റയോൺ തരുന്ന സ്പീഷീസാണ്. ഇത് ബെൻസൈലിക് ആണ്, സ്റ്റേബിൾ കാർബോക്കേറ്റയോൺ തരും. അപ്പോൾ ഇമ്മീഡിയറ്റ് വൈറ്റ് ടർബിഡിറ്റി തരുന്നയാളാണ് ഇത്, മറക്കണ്ട അത്. അടുത്തത് നിങ്ങൾ കണ്ടുവോ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. 6 liters of hydrogen and 5.6 liters of chlorine are mixed and explode in a radiometer. The volume of HCl formed is. ഒരു കണ്ടീഷൻ ഉണ്ട്, all the volumes are measured at the same temperature and pressure ആണ് കേട്ടോ. ആ ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വരിക H2 + Cl2 gives 2HCl എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ വോളിയം റേഷ്യോ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 വോളിയത്തിന് 1 വോളിയം, അപ്പോൾ ഇവിടെ 2 വോളിയം കിട്ടും. ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത്, ഇത് 5.6. അപ്പോൾ ഇയാൾ എത്ര വേണം, 5.6 വേണം. ഇവിടെ എത്ര ഉണ്ട്, 6 ഉണ്ട്. ആവശ്യത്തിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ ഇയാൾ എക്സസ് വരും. അപ്പോൾ ഇയാൾ ലിമിറ്റിംഗ് റിയേജൻറ്റ്. 1 വോളിയത്തിന് 2 വോളിയം, 5.6ന് അതിൻ്റെ ഡബിൾ 11.2 വരും. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ വന്നത്. 1 വോളിയത്തിന് 1 വോളിയം, 5.6ന് 5.6 മതി. ഇവിടെ എത്ര ഉണ്ട്, 6 ഉണ്ട്. അതിലെത്ര മതി, 5.6 മതി. അപ്പോൾ ഇയാൾ എക്സസാണ്. അപ്പോൾ ഇയാൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. അതിൻ്റെ ബേസിലാണ് പ്രോഡക്റ്റ് പറയേണ്ടത്. അതിൻ്റെ ഡബിൾ വരും. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഇൻ സെനോൺ ആണ്. അപ്പം സെനോൺ എന്ന് പറയുമ്പം അതിൻ്റെ അറ്റോമിക് നമ്പർ എടുത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതി കൊണ്ടുവന്ന് അങ്ങനെ ഓർബിറ്റൽസിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ് ആൻഡ് ദറ്റ് ഈസ് വൺ ഓഫ് ദി ലെങ്തി മെത്തേഡ്. അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. നേരം വെളുക്കും, പേപ്പർ തിരുവനന്തപുരത്ത് എത്തും. മനസ്സിലായോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ഇവിടെ ഹീലിയം വന്നു, നിയോൺ വന്നു, ആർഗൺ വന്നു, ക്രിപ്റ്റോൺ വന്നു, സെനോൺ വന്നു. ഇവിടെയാണ് നമ്മുടെ സെനോൺ വരുന്നത്. അപ്പോൾ നോബിൾ ഗ്യാസ്. അപ്പോൾ ക്ലോസ്ഡ് ഷെല്ലിലേക്കാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. NH2NP6. ഇയാൾ 2 ഇലക്ട്രോൺസ്. ഫസ്റ്റ് പീരിയോഡിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഫസ്റ്റ് പീരിയോഡിൽ 2 എലമെൻറ്റ്സ് ആണ്. 2 എലമെൻറ്റ്സ് ആകുമ്പം നമ്പർ അവൈലബിൾ ഓർബിറ്റൽസ് ഫോർ ഫില്ലിംഗ് എത്രയാണ്? അതിൻ്റെ പകുതിയാണ് വരിക. അപ്പോൾ 1 ഓർബിറ്റൽ അവിടെ വരും. ഇവിടെ സെക്കൻഡ് പീരിയോഡിൽ how many elements? 8 elements. സോ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അവൈലബിൾ ഫോർ ഫില്ലിംഗ് അതിൻ്റെ പകുതിയാണ് വരിക. അപ്പോൾ 4 വരും. ഇവിടെ എത്ര എലമെൻറ്റ്സ്? 8 elements ഇൻ ദി തേർഡ് പീരിയോഡ്. 8 elements മീൻസ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് അവൈലബിൾ ഫോർ ഫില്ലിംഗ് അതിൻ്റെ ഹാഫ് വരും, 4. ഇവിടെ 18 വരിക, അപ്പം 9. ഇവിടെ 18 വരിക, 9. ഇനി മക്കൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18, 22, 26, 27. അപ്പോൾ 27 ഓർബിറ്റൽസ് വരും. സിമ്പിൾ ഐഡിയ ഉള്ളൂ. എന്ത് സംഭവം? അതെ, എത്ര എലമെൻറ്റ്സ് പോസിബിളോ അവിടെ? 8 elements. എത്ര ഓർബിറ്റൽസ് അവൈലബിൾ ആ ഫില്ലിങ്ങിന്? 4. അപ്പം നമ്പർ ഓഫ് ഓർബിറ്റൽസ് അവൈലബിൾ ഫോർ ഫില്ലിംഗ് എത്രയാണോ അതിൻ്റെ ഡബിൾ ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പീരിയോഡ്. ആ കോൺസെപ്റ്റ് മാത്രമേ അവിടെ യൂസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആൻസർ ആണ്. നേരെ മറിച്ച് നിങ്ങളിത് എഴുതി കൊണ്ടുവരുമ്പം കോൺഫിഗറേഷൻ എഴുതി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. അപ്പം നിങ്ങളത് അങ്ങനെയല്ല ആൻസർ ചെയ്തെടുക്കേണ്ടത് കേട്ടോ.
അടുത്ത ഐഡിയലിറ്റി അപ്രോച്ച് ചെയ്യുന്ന ക്യാരക്ടറാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോൺ ഐഡിയൽ ഗ്യാസസ് അപ്രോച്ച്. അപ്പോൾ നോക്കണത് അപ്രോച്ച് ആണോ ഇനി അതല്ല ഡീവിയേഷൻ ആണോ നോക്കി ആൻസർ ചെയ്യുള്ളൂ. ബിഹേവിയർ ഓഫ് ഐഡിയൽ ഗ്യാസ് സെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറുമാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ ആൻസർ കാണാം. ഓക്കെ, ദെൻ അടുത്ത പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അവരെന്താ തന്നിരിക്കുന്നത്, ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. പിന്നെ ആരെ പറ്റിയാണ് പറയുന്നത്, ഇൻറ്റേർണൽ എനർജി ചേഞ്ചാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് വേണം, ഡെൽറ്റ എൻ ഇൻറ്റു ആർ ടി വേണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഡെൽറ്റ എൻ ഇൻറ്റു ആർ ടി ആണ് നമ്മൾ സോൾവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എച്ച് എത്രയാണ്, ഇതാണ് വാല്യൂ. ഡെൽറ്റ എൻ എത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, ബാലൻസ്ഡ് അല്ലേ നോക്കി ആണ്. അപ്പോൾ 2 - 7, അപ്പോൾ -5 ആണ് വാല്യൂ വരിക. നിങ്ങൾക്ക് നോക്കിയൊക്കെ കാണാം. അപ്പോൾ -5 ഇൻറ്റു സംതിങ് ആ വരിക. വാല്യൂ ഇവിടെ നെഗറ്റീവാണ്, ഇങ്ങോട്ട് വരുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പോൾ ഈ നെഗറ്റീവിൻ്റെ കൂടെ പോസിറ്റീവ് വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഇതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇതിനേക്കാളും കുറവായിട്ടുള്ള ആൻസർ പറയണം. അത് നെഗറ്റീവ് എന്നേ വരുള്ളൂ, കാരണം ഈ ഒരു ഹ്യൂജ് നമ്പർ ഒന്നും ഈ സംഭവം വരില്ല, അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അതിനേക്കാളും ലോവർ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ ഇത് ചാൻസ് വരുന്നുള്ളൂ. അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴെങ്കിൽ അത് വർക്കൗട്ട് ആവണേ, എന്നിട്ട് ആൻസർ ചെയ്യുള്ളൂ, അല്ലാണ്ട് ബ്ലൈൻഡ് അപ്രോക്സിമേഷൻ നടത്തരുത്. ദെൻ അടുത്തത് ഹയസ്റ്റ് മെറ്റലിക് ക്യാരക്ടറാണ്. ഹയസ്റ്റ് മെറ്റലിക് ക്യാരക്ടറിന് ഏത് ഐഡിയ തന്നത്, അയണൈസേഷൻ എനർജിയാണ്. അയണൈസേഷൻ എനർജി മിനിമം വരുന്നയാളാണ് ഹൈലി മെറ്റലിക്. അപ്പോൾ അത് 370 തന്നെ, 4th one ആണ്. ബേസിക് എന്നാണ് ക്വസ്റ്റ്യൻസ്. ദെൻ ഫോർമൽ ചാർജ് ഓൺ കാർബൺ ആറ്റം ഇൻ കാർബണേറ്റ് അയോണാണ് പറഞ്ഞിരിക്കുന്നത്. കാർബണേറ്റിൻ്റെ സ്ട്രക്ചർ കിട്ടിയല്ലോ മക്കൾക്ക്, നടുക്ക് കാർബൺ, ദെൻ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ 3 ഓക്സിജൻ, 2 നെഗറ്റീവോ. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ് ഓക്സിജൻ 2 എണ്ണം കൊടുക്കണം. നെഗറ്റീവ് ഓക്സിജൻ പറഞ്ഞാൽ സിംഗിൾ ബോണ്ടേ വരാവുള്ളൂ. പിന്നെ ഡബിളി ബോണ്ടഡ് ഓക്സിജൻ. ഈ ഓക്സിജൻ്റെത് -1, ഈ ഓക്സിജൻ്റെത് -1, ഈ ഓക്സിജൻ്റെത് അയാളുടെ ഡൈവാലൻസി കംപ്ലീറ്റ് ചെയ്തതാണ്. നത്തിങ് ടു ലൂസ്, നത്തിങ് ടു ഗെയിൻ എക്സ്ട്രാ. അപ്പോൾ അത് 0യിൽ വരും. പിന്നെ കാർബൺ അതിൻ്റെ ടെട്രാവാലൻസി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ടെട്രാവാലൻസി സാറ്റിസ്ഫൈ ചെയ്ത കാർബൺ ആണെങ്കിൽ 0യിലേ വരുള്ളൂ. പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രക്ചർ കാണുമ്പോഴേക്കും തന്നെ ആൻസർ ചെയ്യാൻ നിൽക്കും. അപ്പോൾ ഇത് 0യിൽ, ബാക്കി ഇത് -1, ഇത് 0യിൽ. ആവറേജ് ഫോർമൽ ചാർജ് ഓൺ ഓക്സിജൻ പറയുമ്പോഴും നമുക്ക് -2/3 വരും. അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ മക്കളെ, സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അത് 0 കാർബണാണ് ചോദിച്ചത്, ഓക്സിജൻ അല്ല കേട്ടോ. അടുത്തത് മക്കളെ നമ്മൾ ക്യാമറയുടെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ട് മക്കൾ ടി ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ClF3 ടി ഷേപ്പാണ്. CHCl3 നമുക്ക് ഓൾമോസ്റ്റ് ടെട്രാഹീഡ്രൽ വരും. PCl5 ട്രൈഗഡൽ ബൈപിരമിഡൽ, CCl4 എക്സാക്റ്റ് ടെട്രാഹീഡ്രൽ വരും. അപ്പോൾ ഈ മോളിക്യൂൾസൊക്കെ ഫെമിലിയർ ആണ്. ഒന്നുകിൽ ഐസോ സ്ട്രക്ചറിൽ ചോദിക്കും, അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഫോർമുലേറ്റ് ചെയ്യുള്ളൂ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം, ശ്രദ്ധിച്ചോളണം. ദെൻ അടുത്തത് സാധാ കോമ്പൗണ്ടുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്സിജൻ ആകുമ്പോൾ നമുക്കറിയാമല്ലോ Na2O2 ആണ്. ചില്ലി സാൾട്ട് പിറ്റ് എന്ന് പറഞ്ഞാൽ NaNO3 ആണ്. ഇന്ത്യൻ സാൾട്ട് പിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാൾ സാൾട്ട് പിറ്റാണ്, അത് KNO3 ആണ്. പിന്നെ സോഡമൈഡ് ആണ്, സോഡമൈഡ് NaNH2 ആണ്. ദെൻ അടുത്തത് കാർണലൈറ്റ് കറക്റ്റ് ആണ്. ജിപ്സം ഈസ് ദി ഓറോ കാൽഷ്യം. CF2 ഈസ് ഫ്ലോർ സ്പാർ. മാർബിൾ ഈസ് എ കോമ്പൗണ്ട് മഗ്നീഷ്യം. തെറ്റിപ്പോയില്ലേ അത്? യെസ്. അപ്പോൾ 4th one തന്നെയാണ് അവിടെ നമുക്ക് വന്നിരിക്കുന്നത്. ദെൻ അടുത്ത് number of acyclic structural isomers represented by the molecular formula C4H10OA. C4H10O കണ്ടു നിങ്ങൾ? ആ ഫോർമുല കാണുമ്പോൾ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? C4H10OA. അപ്പോൾ CnH2n+2OA. അപ്പോൾ ഇതർ ആൽക്കഹോൾ ഓർ ഈത്തർ ആണ്. അതിൽ C4H10 ആണ്. C4H10 മാത്രം എടുക്കുക. അപ്പോൾ അത് ബ്യൂട്ടൈൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഒന്നുകിൽ അത് നോർമൽ ബ്യൂട്ടൈൻ ആവാം ചെയിൻ സ്ട്രക്ചർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഐസോബ്യൂട്ടൈൻ ആവാം. കാരണം C4H10 എന്ന് പറയുമ്പോൾ നമുക്ക് 2 പോസിബിലിറ്റി അവിടെ വരുന്നുള്ളൂ, either നോർമൽ ബ്യൂട്ടൈൻ ഓർ ഐസോബ്യൂട്ടൈൻ. ഇനി OH പ്ലേസ് ചെയ്യണം. ആൽക്കഹോൾ ആകുമ്പോൾ OH പ്ലേസ് ചെയ്യണം. നമുക്കിവിടെ OH പ്ലേസ് ചെയ്യാം. അപ്പം ബ്യൂട്ടൻ 1 ഓൾ, ബ്യൂട്ടൻ 2 ഓൾ. ഇവിടെ വരുമ്പം ബ്യൂട്ടൻ 2 ഓൾ.
അതിൽ ബ്യൂട്ടൻ 2 ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൈറാൽ കാർബൺ വന്നിട്ടുണ്ട്. പക്ഷേ സ്ട്രക്ചറൽ ഐസോമർ എന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ സ്റ്റീരിയോ ഐസോമർ എടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ബ്യൂട്ടൻ 2 ഓൾ എന്ന് പറയുമ്പോൾ ഡെസ്ട്രോയും വരും, ലേവോയും വരും. അപ്പോൾ അവിടെ ടോട്ടൽ നമുക്ക് 3 ഇതിൻ്റെ മുകളിൽ തന്നെ കിട്ടും. ഇവിടെ നമ്മൾ 2 എടുത്താൽ മതി, 1 ഓളും 2 ഓളും. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ 1 ഓൾ വെക്കാം, ഇവിടെ നമുക്ക് 2 ഓൾ വെക്കാം. ഇത് മൂന്നും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അവിടെയും നമുക്ക് 2, ഇവിടെ 2, 4 എണ്ണം കിട്ടി. ഇനി നമുക്ക് ഈതർ വേണമെങ്കിൽ നമുക്ക് ഓക്സിജൻ പ്ലേസ് ചെയ്യണം. ഈ സ്കെലറ്റൻ തന്നെ ഓക്സിജൻ പ്ലേസ് ചെയ്യാൻ പഠിക്കും. ഈ സ്കെലറ്റനിൽ നമ്മൾ ഓക്സിജൻ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെ പ്ലേസ് ചെയ്യുക? നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം ഓക്സിജനെ. അപ്പോൾ നമുക്ക് മെത്തോക്സി പ്രൊപ്പൈൻ കിട്ടും. ഓക്സിജൻ ഇവിടെ പ്ലേസ് ചെയ്യാൻ നമുക്ക് എത്തോക്സി ഈതയും കിട്ടും, മെറ്റാമാസ്. ഇനി ഈ സ്കെലറ്റനിൽ വന്നിട്ട് ഓക്സിജൻ പ്ലേസ് ചെയ്യുക, ഇവിടെ പ്ലേസ് ചെയ്യുക. അത് ഇവിടെയാണെങ്കിൽ സെയിം ആയിട്ടാണ് വരിക. അപ്പോൾ 3 ഈതർ അവിടെയും കിട്ടും, 4 ആൽക്കഹോൾ ആദ്യം കിട്ടി. അപ്പോൾ ടോട്ടൽ 7 കിട്ടും. ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. അത് സ്കെലറ്റൻ എഴുതുക, സിംപ്ലി യു പ്ലേസ് ഓക്സിജൻ. അപ്പോൾ ഒന്നുകിൽ ആൽക്കഹോളിക് ഓക്സിജൻ ആവാം, ഇൻ ബിറ്റ്വീൻ പ്ലേസ് ചെയ്യുമ്പം ഈതർ ഓക്സിജനായി. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാണ്ട് ബ്ലൈൻഡായിട്ട് ആകെ 2 സ്കെലറ്റൻ മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ. യു ക്യാൻ ഫോർമുലേറ്റ് റെസ്റ്റ് ഓഫ് ദി കോമ്പൗണ്ട്സ് ഫ്രം ദാറ്റ് സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ടോട്ടൽ 7 വരും. സ്റ്റീരിയോ ചോദിച്ചാൽ ടോട്ടൽ 8 വരും. ദെൻ മോസ്റ്റ് അസിഡിക്കാണ് ചോദിച്ചത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ചൂസ് ദി വീക്കസ്റ്റ് ആസിഡാണ്. വീക്കസ്റ്റ് ആസിഡ് വരുമ്പം ഇത് ട്രൈഫ്ലൂറോ സ്ട്രോങ്ലി വിഡ്രോയിങ് ആണ് 3 എണ്ണം. അപ്പോൾ അത് സ്ട്രോങ് ആണ്, അതിനേക്കാളും വീക്കാണ്. ഇത് അതിലും വീക്കാണ്, ഇത് ഏറ്റവും വീക്കസ്റ്റ് ആണ്. As the number of alkyl group increases, stability of carboxylate ion decreases, acid strength decreases. Then ഇത് നമ്മളുടെ ടൊളുവീന എറ്റാർഡ്സ് റിയാക്ഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നിങ്ങൾ ഈ എക്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ വർഷത്തിന് സിമിലർ ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ചോദിച്ചതെന്നാണ്. കഴിഞ്ഞ നീറ്റിന് ചോദിച്ചാൽ ഇൻ്റർമീഡിയറ്റ് ചോദിച്ചു, സ്ട്രക്ചർ NCERT-ലുണ്ട്. അപ്പോൾ അത് ശരിക്കും നോക്കി വെച്ചോളണേ. ഇത് ഫൈനൽ പ്രോഡക്റ്റ് സെഡാണ് ചോദിച്ചത്. അത് നോക്കണം, സെഡ് ആണോ എക്സ് ആണോ ചോദിച്ചതെന്ന് നോക്കണം. അവരിങ്ങനെയൊക്കെ എഴുതി വെക്കും, പക്ഷേ അവർ ചോദിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ എക്സ് ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ഇവിടെ സെഡാണ് ചോദിച്ചത്, അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് പെൻസാൾഡിഹൈഡാണ് എറ്റാർഡ്സ് റിയാക്ഷൻ. എക്സ് കഴിഞ്ഞ വർഷം ചോദിച്ചു കേട്ടോ. അപ്പോൾ NCERT-ലെ സ്ട്രക്ചേഴ്സ് കൃത്യമായിട്ട് നോക്കി വെച്ചോളാം. അത് എല്ലാ ചാപ്റ്റേഴ്സിലെയും. ദെൻ അടുത്തത് പ്രൊപ്പനോൾ ആൽഡോൾ കണ്ടൻസേഷൻ വിത്ത് അക്വസ് K2CO3 ഗിവ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഓൾറെഡി അവർ നിങ്ങൾക്ക് വേറെ തിങ്കിങ് സംഭവങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂഷനൊന്നും അവർ തന്നിട്ടില്ല. അവർ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നോർമലി ചിലപ്പോൾ അത് പറയൂല, ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയത്തില്ല. അവർ വിത്ത് K2CO3 പറയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ കുറച്ചൊന്ന് ചിലപ്പം ഡിഫിക്കൽട്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊപ്പനോളും K2CO3 നമ്മൾ K2CO3 റിയേജൻ്റ് അങ്ങനെ നമ്മൾ കാണുന്നില്ല. K2CO3 നിങ്ങൾ ബോധർ ചെയ്യുന്നും വേണ്ട. അതിൻ്റെ ആൽക്കലൈൻസ്, അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കലൈനാണ്. അപ്പോൾ ആൽക്കലിയുടെ ആക്ഷനാണ് ഇവിടെ വരുന്നത്. ആൽക്കലിയുടെ ആക്ഷൻ പ്രൊപ്പനോളിൻ്റെ മുകളിൽ ഏതിലേക്കാണ് ലീഡ് ചെയ്യുക? കണ്ടൻസേഷനിലേക്കാണ് ലീഡ് ചെയ്യുക. അപ്പം കണ്ടൻസേഷൻ വരുന്ന രീതിയിൽ വേണം നിങ്ങളത് ആൻസർ ചെയ്ത് വെക്കുക. അപ്പം 3-ഹൈഡ്രോക്സി 2-മീഥാൽ പെൻറ്റനാൾ എന്നുള്ള രീതിയിൽ സംഭവം വരും. വേറെ ഹീറ്റിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ആൽക്കീൻ്റെ കേസസിലേക്ക് പോകേണ്ട കാര്യമില്ല. സോ അത് ആൾഡോൾ കണ്ടൻസേഷൻ. NCERT-യിൽ നിങ്ങൾക്ക് പ്രൊപ്പനോളിൻ്റെ ആൾഡോൾ കണ്ടൻസേഷൻ ടൈപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇത് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അവരത് തന്നോളൊന്നും ഇല്ല കേട്ടോ. NaOH ആവാം, KOH ആവാം, ഇനി അതല്ലെങ്കിൽ അവർ ബേരിയം ഹൈഡ്രോക്സൈഡ് പറയാം. അപ്പോൾ ആ ടൈപ്പുകൾ ആ കൂട്ടത്തിൽ ഇതിൻ്റെ ആൽക്കലൈൻ സൊല്യൂഷനാണിത്. ഓർമ്മയിൽ വെച്ചോളണം. ദെൻ അടുത്തത് ഓർഗാനിക് കോമ്പൗണ്ട് C3H9N വെൻ ട്രീറ്റഡ് വിത്ത് നൈട്രസ് ആസിഡ് ഗേവ് എൻ ആൽക്കഹോൾ. അപ്പോൾ തന്നെ മനസ്സിലായി നമുക്കത് സാധനം പ്രൈമറി അമൈനാണ്. NH2 ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് നൈട്രജൻ ഗ്യാസ് വാസ് എവോൾഡ്. എയോൺ വോമിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് കോസ്റ്റിക് പൊട്ടാഷ് ഗേവ് C. മനസ്സിലായല്ലോ. നമുക്ക് NH2 NC ആയിട്ട് മാറും. ആൻഡ് വിച്ച് ഓൺ റിഡക്ഷൻ ഗീവ് ഐസോപ്രൊപ്പൈൽ അമൈൻ. ഐസോപ്രൊപ്പൈൽ അമൈൻ എന്ന് പറയുമ്പോൾ ഐസോപ്രൊപ്പൈൽ N-മീഥൈൽ ഐസോപ്രൊപ്പൈൽ അമൈനാണ് ശരിക്കും അത് വരിക. അതിൽ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് വരുന്ന ഒരു സ്ട്രക്ചർ മാത്രമേ അതിൽ വരുള്ളൂ. ആൻസർ 3 മാത്രമേ വരുള്ളൂ. കാരണം ഇതിന് 2-നേ പ്രോബബിലിറ്റി വരുന്നുള്ളൂ. ഇത് സെക്കൻഡറി ആണ്. അപ്പോൾ പിന്നെ കാർബിലമൈൻ റിയാക്ഷൻ തരൂല, ഇതും തരൂല. ഇത് രണ്ടും മാത്രമേ കാർബിലമൈൻ റിയാക്ഷൻ പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ് ആൻസർ ചെയ്യുള്ളൂ. അതിൽ പിന്നെ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് വരിക എന്ന് പറഞ്ഞാൽ 3rd വൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് N-മീഥൈൽ ഐസോപ്രൊപ്പൈൽ അമൈൻ എന്നുള്ള രീതിയിലേക്ക് അത് കൺവേർട്ടഡ് ആയി മാറും. അപ്പോൾ ആൻസർ 3 ആണ്. ദെൻ എസെൻഷ്യൽ അമിനോ ആസിഡ്. അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറുകൾ നോക്കണം, അതിൻ്റെ പേരുകൾ നോക്കണം, 1 ലെറ്റർ സിമ്പിൾ നോക്കണം. അത്രയും സംഭവങ്ങൾ അതിനകത്ത് നോക്കണം. പിന്നെ എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ, വാലൈൻ, ഐസിലൂസൈൻ, ല്യൂസൈൻ, ത്രിയോനൈൻ, ട്രിപ്റ്റോഫാൻ, ഫിനൈലാനിൻ, മെത്യുനൈൻ, ലൈസിൻ, അർജിനൈൻ, ഹിസ്റ്റഡീൻ. ഇത്രയാണ് നമുക്ക് എസെൻഷ്യൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഐസിലൂസൈൻ ഉണ്ട്. ദെൻ അടുത്തത് ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് അക്വസ് KOH. അപ്പോൾ ഒന്ന് കാണുമ്പോൾ ഒക്കെ മനസ്സിലായി ഇത് അറൈൽ ഹാലൈഡാണ്. അറൈൽ ഹാലൈഡിൽ നമ്മൾ 1ഉം 3 എടുത്തു. 1ഉം 3 എടുത്താൽ അവിടെ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട് NO2 വിഡ്രോയിങ് ഗ്രൂപ്പാണ്.
വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ റിയാക്ടിവിറ്റി കൂടും. അതിൽ മോസ്റ്റ് റിയാക്റ്റീവ് വരിക, വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ മോസ്റ്റ് റിയാക്റ്റീവ് വരിക ഫ്ലൂറൈഡാണ്. പിന്നെ ക്ലോറൈഡ്, ബ്രോമൈഡ്, അയോഡൈഡിലേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറയും വെനെവർ ദർ ഈസ് എൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ചോളണം. ആൽക്കൈൽ ഫ്ലൂറൈഡ് വരുമ്പോൾ ഫ്ലൂറൈഡ് ലീസ്റ്റ് റിയാക്റ്റീവാണ്. ഇത് അറൈൽ ഫ്ലൂറൈഡാണ്. അപ്പോൾ NO2 വരുമ്പോൾ ഫ്ലൂറൈഡാണ് മോസ്റ്റ് റിയാക്റ്റീവ്, ദെൻ ക്ലോറൈഡ്, ദെൻ ബ്രോമൈഡ്, ലീസ്റ്റ് റിയാക്റ്റീവാണ് അയോഡൈഡ്. അറൈൽ ആൽക്കൈലിൽ അയോഡൈഡാണ്, ആൽക്കൈലിൽ മോർ റിയാക്റ്റീവ്. ഇനി ഇവിടെ ആൽക്കലൈൻ മീഡിയാണ്, അപ്പോൾ ഇത് ഫിനോക്സൈഡ് ആയിട്ടാണ് ഈ പാർട്ട് മാറുക. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ആ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് പൊളാരിറ്റി ഡിമിനിഷ് ചെയ്തു പോകും ഇവിടെയും. അപ്പം ഇവിടെ ബെസ്റ്റ് ഇലക്ട്രോൺ ഡോണറാണ് വരുന്നത്. അപ്പം പോസിറ്റീവ് പൊളാരിറ്റി രണ്ടിടത്തും ബെസ്റ്റ് ഡോണേഴ്സാണ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് പൊളാരിറ്റി കാര്യമായിട്ട് ഇവിടെ ഡിമിനിഷ് ചെയ്തു പോകും. CCl ബോണ്ട് റെസൊണൻസ് കാരണം ടു സ്ട്രോങ് ആണ് CBr ബോണ്ടിനേക്കാളും. അപ്പോൾ അവിടെ നമുക്ക് ലീസ്റ്റ് റിയാക്റ്റീവായിട്ട് വരുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. യെസ്, നമുക്ക് ബ്രോമിൻ എന്നുള്ള കേസസിൽ, ക്ലോറിൻ എന്നുള്ള കേസിൽ 2 കോമ്പൗണ്ടുകളാണ് അവിടെ തന്നിരിക്കുന്നത്. അതിൽ ക്ലോറിൻ എന്നുള്ള കോമ്പൗണ്ടാണ് ലീസ്റ്റ് റിയാക്റ്റീവായിട്ട് മാറുക. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു, അപ്പോൾ പിന്നെ ഇവിടുത്തെ പോസിറ്റീവ് പൊളാരിറ്റി ഡിമിനിഷ് ചെയ്തു പോകും, ഇവിടെയും പോസിറ്റീവ് പൊളാരിറ്റി ഡിമിനിഷ് ചെയ്തു പോകും. അങ്ങനെ കേസ് വരുമ്പോഴെന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, യെസ്, അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർബൺ ക്ലോറിൻ ബോണ്ടാണ് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെയൊക്കെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NO2 വിഡ്രോയിങ്, അപ്പോൾ അവിടെ നല്ല പോസിറ്റീവ് പൊളാരിറ്റി വരും. അപ്പോൾ നമ്മളുടെ ന്യൂക്ലിയോ ഫൈലിന് എളുപ്പത്തിൽ ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റേജിലാണ് പിന്നെ SN2 മെക്കാനിസത്തിൽ വന്ന് അറ്റാക്ക് ചെയ്തു അയാൾ പോകുന്നു. അപ്പോൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലേ മറ്റേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സ്റ്റെപ്പിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അവിടുത്തെ പോസിറ്റീവ് പൊളാരിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അത് ഫ്ലോറിൽ നിൽക്കുമ്പോൾ അവിടെ നല്ല പോസിറ്റീവ് പൊളാരിറ്റി അവിടെ വരും അയാളുടെ മൈനസ് ഇഫക്റ്റ് കാരണം. അങ്ങനെയാണ് അവിടെ ഫ്ലൂറൈഡ് മോസ്റ്റ് റിയാക്റ്റീവ് ആവുന്നത്. ഇവിടെ ആൻസർ നമുക്ക് സെക്കൻഡ് 1 വരും. ദെൻ അടുത്ത നിങ്ങൾക്ക് അറിയാമല്ലോ, ക്രെസോള ചോദിച്ചിരിക്കുന്ന OH ഉണ്ട്, CH3 ഉണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് 1 വരും, അതാണ് ക്രെസോൾ. പിന്നെ ഹൈഡ്രോക്കിനോളിൻ്റെ ഒക്കെ സ്ട്രക്ചർ ഓർമ്മിച്ച് വെച്ചോളണേ, തെറ്റിപ്പോരുത്. അടുത്ത ഈത്തൈൽ അമൈന, 2 കാർബണും ഒരു NH2. HNO2 കൊടുത്തപ്പോൾ NH2 പോയിട്ട് OH ആയി, 2 കാർബണും OH. PCl5 കൊടുത്താൽ OH പോയിട്ട് നമുക്കവിടെ Cl വന്നു. അതിൻ്റെ ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ ഓർമ്മിച്ചോളണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. BOCl3 ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ചോദിക്കുക. പിന്നെ അവിടെ Cl പോയിട്ട് ആര് വന്നു? KCN അല്ലേ, KCN ആകുമ്പോൾ നമുക്ക് CN വന്നു. അപ്പോൾ കാർബണിൻ്റെ എണ്ണം ഒന്ന് കൂടി. അപ്പം പേര് ഓർമ്മിച്ചോളണം, ഓൾറെഡി ഈത്തൈലാണ്, ഒരു കാർബൺ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ പ്രൊപ്പൈൻ നൈട്രൈലാണ്. അതിൻ്റെ പേര് എഴുതുമ്പോൾ ചിലപ്പോൾ ഈതൈൽ സയനൈഡ് എന്ന് അവർ എഴുതിയിരിക്കും, ഈതൈൽ സയനൈഡ്. അപ്പം കറക്റ്റാണ് ഈതൈൽ സയനൈഡ്. പക്ഷേ യുപേക്കാറ്റി പറയുമ്പോൾ നമുക്കത് പ്രൊപ്പൈൻ നൈട്രൈൽ എന്നുള്ള സ്റ്റെംസിൽ വരും. ചിലപ്പോൾ അവർ ഈതൈൻ നൈട്രൈലിനെ പറയുള്ളൂ കേട്ടോ, മനസ്സിലായില്ലേ? പ്രൊപ്പൈൻ നൈട്രൈലോ ഈതൈൻ നൈട്രൈലോ അത് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഈതൈൻ നൈട്രൈൽ എന്ന് പറയുമ്പോൾ നമുക്കവിടെ CH3CN 2 കാർബണേ വരുള്ളൂ, മറന്നു വരുത്തത്. ദെൻ അപ്പോൾ അത് ക്ലിയർ ചെയ്തു. അടുത്ത പിന്നെ ഫസ്റ്റ് 1 തന്നെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലായി, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്. അടുത്തത് അറിയാമല്ലോ, അയോണിക് റേഡിയസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദാറ്റ് Z എഫക്റ്റീവ് ആണ്, പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ ആൻസർ ഓൾറെഡി ഉണ്ട് കേട്ടോ. നമുക്ക് തേർഡ് 1 വന്നു. അടുത്തത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? P0A ഉണ്ട്, P0B ഉണ്ട്. പിന്നീട് നമ്മളോട് എന്താ ചോദിച്ചത്? കോമ്പോസിഷൻ ഓഫ് ദി മിക്സ്ചർ അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ബിക്കംസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇത് ടോറിലാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 760 ടോർ ആയിട്ട് എടുത്തു നമ്മൾ. അപ്പോൾ നമുക്ക് എന്താ വരിക? കോമ്പോസിഷൻ അല്ലേ ചോദിച്ചത്, XA ആണ് ഇവിടെയൊക്കെ മെൻഷൻ ചെയ്തത്. അപ്പോൾ XA ഇൻറ്റു XA ആണ് ഔട്ട് സൈഡ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും? P0A മൈനസ് P0B വരും, പ്ലസ് P0B. ഇതാണ് ടോട്ടൽ വേപ്പർ പ്രഷർ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ബോയിലിംഗ് പോയിൻ്റ് ആകുമ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ പ്രഷർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 760. അതിൽ P0A ഉണ്ട്, P0B ഉണ്ട്. XA മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് 1 ആൻസർ വരും. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 രീതിയിൽ ഇവിടെ ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. ഒന്ന് കോമ്പോസിഷൻ ഓഫ് ദി വേപ്പേഴ്സ്, അതായത് കോമ്പോസിഷൻ ഓഫ് A and B ഇൻ ദി വേപ്പർ ഫേസ്, അതാണ് ഒരു ക്വസ്റ്റ്യൻ വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോമ്പോസിഷൻ ഓഫ് A and B ഇൻ ദി ലിക്വിഡ് ഫേസ്. 2 രീതിയിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യുള്ളൂ, ഐഡിയലിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ വരിക. P total ഈക്വൽ ടു P0A ഇൻറ്റു XA പ്ലസ് P0B ഇൻറ്റു XA എന്നുള്ള ടേംസിൽ അങ്ങനെ വരുള്ളൂ. അതിന് അവിടെ തരുന്ന ഒന്നുകിൽ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ മാസ് ആയിരിക്കും. അപ്പോൾ മാസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത്രയും ന്യൂമറിക്കൽസ് ആ ഏരിയയിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കുകയുള്ളൂ കേട്ടോ. ദെൻ അടുത്ത പിന്നെ മെറ്റലർജിക്കൽ പ്രോസസ്സാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്ലാസ്റ്റ് ഫർണസിൽ അത് ടോട്ടൽ പ്രോസസ്സ്, അതിൻ്റെ ടെമ്പറേച്ചർ, ഓരോ ടെമ്പറേച്ചർ റേഞ്ചിലും നടക്കുന്ന റിയാക്ഷൻസ്. പിന്നെ നമ്മൾ കോപ്പർ എക്സ്ട്രാക്ഷൻ്റെ ബെസിമറൈസേഷൻ പ്രോസസ്സിലും അത് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് അറിയാമല്ലോ, കാൽഷ്യം സിലിക്കേറ്റും
INC-ലേക്ക് കയറ്റുക. നമുക്ക് തേർഡ് വൺ അവിടെ ആൻസർ വന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, എൻവയൺമെൻറ്റൽ കെമിസ്ട്രി എന്നാണ്, നമുക്കവിടെ സംഭവമുണ്ട് മീത്തൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ പർട്ടിക്കുലർ ഏരിയസ് കംപ്ലീറ്റ് നോക്കണം കേട്ടോ. നമ്മളുടെ സ്മോക്കിൻ്റെ സെഷൻസ്, പിന്നെ വാട്ടർ പൊല്യൂഷൻ, പിന്നെ ആ പർട്ടിക്കുലർ ടോളറബിൾ ലിമിറ്റ് ഉണ്ടല്ലോ ഓരോ പർട്ടിക്കുലർ മെറ്റൽസിൻ്റെ, ആ ടോളറബിൾ ലിമിറ്റ് അതൊക്കെ നിങ്ങളതായിട്ടുള്ള ഭാഷയിലേക്ക് മാറ്റി വെച്ചോളൂ കേട്ടോ. എല്ലാവരും അത് ഡാറ്റ നോക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ സംഭവങ്ങളെല്ലാം ഗ്രീൻ ഹൗസ് എഫക്റ്റ് അതിൻ്റെ സംഭവങ്ങളെല്ലാം. IUPAC ആണ്. IUPAC നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ്. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ചെയിൻ സെലക്ട് ചെയ്യണം, ഫംഗ്ഷൻ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടണം, ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ചെയിൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്ത് തുടങ്ങും 1 2 3 4 5 6. അപ്പോൾ 2-ൽ ഓൾ ഉണ്ട്, 1 2 3-ൽ മീത്തൈൽ ഉണ്ട്, ദെൻ 4-ൽ നമുക്കൊരു ഈത്തൈൽ ഉണ്ട്, 5-ൽ നമുക്കൊരു ഈന് വരുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾ 4 ഈത്തൈൽ 3 മീത്തൈൽ ഹെക്സ് 5N ടു ഓൾ അങ്ങോട്ട് ആൻസർ ചെയ്താൽ മതി. അടുത്തത് നമ്മളുടെ എസ്റ്റിമേഷൻ ആണ്. അവിടുന്ന് 2 ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ, ഒന്ന് പ്യൂരിഫിക്കേഷൻ, 2 എസ്റ്റിമേഷൻ. പ്യൂരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ എസ്റ്റിമേഷൻ വരേണ്ട പ്രോബബിലിറ്റി കുറയും, ചിലപ്പോൾ രണ്ടും കൂടെ വന്നേക്കാം, പ്രോബബിലിറ്റി കുറയുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ എസ്റ്റിമേഷൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പം ആ ഏരിയ മൊത്തം ശരിക്കും NCERT തന്നെ വായിച്ച് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അത് പെർസെൻറ്റേജ് ഓഫ് ബ്രോമിനാണ് 80/188 ഇൻറ്റു മാസ് ഓഫ് AgBr ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ. അതൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി, സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വെറോണാൽ, ലെമിറ്റാൽ, ലൂമിനാൽ, നെമ്പിറ്റാൽ അതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കുലൈസേഴ്സിൻ്റെ ടൈപ്പാണ്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും. യെസ്, കണ്ടു മക്കളെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയതാണ്. 100ത്തിൻ്റെ ആൻസർ വാല്യൂ ആണ്. ബാക്കിയൊക്കെ നമുക്ക് ആൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രയാങ്കുലൈസേഴ്സിൻ്റെ ടൈപ്പിലേക്ക് അത് കൺവേർട്ടഡ് ആവും. അപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊന്ന് ശരിക്കും നോക്കുക, എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കുക. മിസ്റ്റേക്ക് 2-3 രീതിയിലേ വരുള്ളൂ. ഒന്ന് മാനുവൽ എറർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കുക, അത് അടുത്ത എക്സാമിനേഷൻസിൽ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? കോൺഷ്യസ് ആയിട്ട് തന്നെ അത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. രണ്ടാമത്തത് കോൺസെപ്ച്വൽ എററാണ്. കോൺസെപ്ച്വൽ എറർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഒന്നുകൂടെ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ശരിയാക്കണം. മൂന്നാമത്തെ വരെ ന്യൂമറിക്കൽ എററാണ്. ന്യൂമറിക്കൽ എറർ വരേണ്ട ചാൻസ് വരും. എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ പെട്ടെന്ന് മെൻ്റൽ മാത്സ് ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ അവിടെ വരാം. മെൻ്റൽ മാത്സ് ചെയ്യുമ്പോൾ എഴുതി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾ എഴുതിയിട്ട് ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക. ടു മച്ച് ന്യൂമറിക്കൽസിലൊന്നും പേപ്പേഴ്സ് വരില്ല. നിങ്ങൾക്കൊരു 10 to 12 ന്യൂമറിക്കൽസ് ഒക്കെ മാക്സിമം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അത് മാക്സിമം ആണ് കേട്ടോ. അപ്പം സുഖമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ പേപ്പേഴ്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലെവൽ ഓഫ് തിങ്കിങ്ങിലുള്ള പേപ്പേഴ്സും ആയിരിക്കും. അത് തെറ്റുകൂടാതെ ആൻസർ ചെയ്യാൻ പഠിക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു ഡാ. ഇനി അടുത്ത എക്സാമിനേഷൻസൊക്കെ നന്നായിട്ട് എഴുതട്ടോ. നമുക്ക് ഇഷ്ടംപോലെ സീക്വൻസ് ഓഫ് എക്സാമിനേഷൻസാണ് വരുന്നത്. അതിൽ എല്ലാവർക്കും അവൈലബിൾ ആവുന്ന 2 ടെസ്റ്റ് കൂടെ ഇനി വരുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ ടെസ്റ്റുകൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ മക്കളെ, താങ്ക് യു ഡാ. ഗുഡ് നൈറ്റ്.